Hello, my dear CBSE family. മക്കളെ എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിങ് മക്കളെ. സാറോടെ കൃത്യമായിട്ടിരിക്കാൻ എൻ്റെ മക്കൾ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ലാപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ CBSE 10-ലെ SSTയിലെ ആ ഒരു അവസാനത്തെ സെഷൻ ഇൻ ദ സെൻസ് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ വിഷയങ്ങളിലെ അവസാനത്തെ ഒരു സെഷനാണ് ഇന്ന് നമ്മൾ പൊളിറ്റിക്സിൽ നോക്കാൻ പോകുന്നത്. പൊളിറ്റിക്സ് ആണല്ലേ? യെസ്. അപ്പോൾ എല്ലാവർക്കും സാറിന് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാം, അവിടെ ഒരു ഗുഡ് ഈവനിങ് അവിടെ ഒരു ഫയർ മോജിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിതാ ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ദിസ് ഈസ് ദി ടൈം മക്കളെ. ദിസ് ഈസ് ദി എന്താ പറയുക, ഒരു മൊമെന്റ് അല്ലേ, നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു മൊമെന്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹരിസാർ എത്ര ക്വസ്റ്റ്യൻസ് വെച്ചതെന്ന് എനിക്കറിയില്ല. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നാളത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അവിടെ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് സാറിന് അറിയില്ല. സാർ ഇന്ന് PPT ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ ചെയ്ത് സാർ വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് പിക്ചർ ബേസ്ഡ് കാണാൻ പറ്റും, അസർഷൻ റീസൺ ബേസ്ഡ് കാണാൻ പറ്റും. നാളത്തെ ഒരു സെഷൻ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, നിങ്ങൾ മറ്റന്നാൾ രാവിലെ എഴുതാൻ പോകുന്ന SST എക്സാം വളരെ എളുപ്പമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയം വേണ്ട. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഓഫ് പൊളിറ്റിക്സ് ആയിരിക്കും. ഈ പറഞ്ഞ സിവിക്സ് പൊളിറ്റിക്സിലെ രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ നോക്കാൻ പോണ 5 ചാപ്റ്ററുകളിൽ എത്ര സമയം പോകുന്നു നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഇനി നമ്മുടെ മുന്നിൽ സമയം എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻറ്റ് ആയിട്ടിരിക്കില്ല. നമ്മുടെ മുന്നിൽ സമയം എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു വിഷയമല്ല. എത്ര സമയം ഇരുന്ന് പഠിക്കുന്നോ അത്രയും സമയം നമ്മളെ കൊണ്ട് ആവുന്ന അത്രയും ലാസ്റ്റ് സാധനമാണ് അല്ലേ, ലാസ്റ്റ് എക്സാം ആണ്. ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് മക്കളെ. നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുക. ഓക്കെ സാർ 4 AM ക്ലാസ് കാണുമോ? 4 AM ക്ലാസ് കാണണമെന്ന് സാറ് നല്ല ആഗ്രഹമുണ്ട്, എൻ്റെ മക്കൾക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അറിയില്ല എത്രത്തോളം നടക്കോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ബട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നാളെ തലേന്ന് രാത്രി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. 7-ാം തീയതി നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സാധനം ഉണ്ടാവണം, SST എന്ന് പറയുന്ന വിഷയം എൻ്റെ മുന്നിൽ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാലും എന്നെ കൊണ്ട് എഴുതാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഞാൻ നിങ്ങളെ കൊണ്ടാക്കി തരും. ഓക്കെ സാർ, ശബ്ദം 7-ാം ക്ലാസ്സിൻ്റെ ആണ് കയറി വരുന്നത്. എന്താണ് ശബ്ദം? എന്ത് ക്ലാസിന്റെ ലൈവിൽ കേൾക്കും? സാറിന്റെ ശബ്ദം 7-ാം ക്ലാസ്സിലെ ലൈവിൽ കേൾക്കുന്നോ? ഓ മൈ ഗോഡ്. ഓക്കെ, താങ്ക് യു മക്കളെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു എനർജിയോട് കൂടിയിട്ട്, ഈ ഒരു മാക്സിമം ഒരു പവറോട് കൂടി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ, ഈ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക നമ്മുടെ ലൈവിന്റെ. അങ്ങനെയാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ആളുകൾക്ക് ഈ ലൈവിന്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, മാക്സിമം എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ ഓർത്ത് വെക്കുക. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മക്കളെ ഇന്നും നാളെയുമായിട്ട് നടക്കുന്ന ലൈവുകളിൽ ഒന്ന് വന്നിരിക്കുക. എന്നിട്ട് നിങ്ങൾ മാക്സിമം കോൺഫിഡൻസോട് കൂടിയിട്ട് മറ്റന്നാളത്തെ ലൈവിൽ പോവുക എന്ന് മാത്രമേ ഹരിസാറിന് പറയാനുള്ളൂ. അപ്പൊ എന്നും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ +1ലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന എക്സാം വിന്നറിന്റെ അഗ്നി ബാച്ച്, ജ്വാല ബാച്ച്, അതുപോലെ തന്നെ പൃഥ്വി ബാച്ച്, യോധ ബാച്ച് എന്ന് പറഞ്ഞ കുറച്ച് ബാച്ചുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഇവിടെ ഞാൻ എടുത്തു പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഇപ്പൊ ഏകദേശം നമ്മുടെ പ്രൈസ് ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സാർ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ 5,990 രൂപ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് നമ്മുടെ അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 2026-27 +1 ബാച്ചിലേക്ക് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് 10ാം ക്ലാസ്സിൽ നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കൊണ്ട് പറ്റും സാർ. +1 +2ലേക്ക് നല്ല മാർക്ക് മേടിക്കാൻ എന്നെ കൊണ്ട് സാധിക്കണമെങ്കിൽ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കണം എൻ്റെ +1ലേക്കുള്ള എക്സാമിനർ ഫാമിലിയോട് കൂടിയിട്ടുള്ള ആ ജേർണി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ മക്കളെ. ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മുടെ ഗൈഡുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. എന്താണ് ഫ്രീ ആയിട്ട്? പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഏകദേശം 1,600 രൂപ വിലയോളം വരുന്ന ഈ ഒരു ഗൈഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി എന്ന് വേണ്ട എല്ലാ വിഷയങ്ങളും, നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിൽ എടുക്കുന്ന അവിടെ അക്കൗണ്ടൻസി, ബിസിനസ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളുടെയും ഗൈഡുകൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും മക്കളെ. അപ്പോൾ അതും കൂടെ പരിഗണിക്കുക. ലൈവ് ക്ലാസ്സുകളായിട്ടും PDF ക്ലാസ് നോട്ട്സ് ആയിട്ടും റെക്കോർഡ് ക്ലാസ്സുകളായിട്ടും വർക്ക്ഷീറ്റ് എക്സാംസ് ആയിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ ബാച്ചുകളിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഓരോ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോൺഫിഡൻസ് ഉള്ളവരെല്ലാവരും എന്ത് ചെയ്യും മക്കളെ, ഈ പറഞ്ഞിട്ടുള്ള 75909002 ട്യൂറ്റിലേക്ക് വിളിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ അറിയണം, ഈ ഓഫർ 20-ാം തീയതി വരെ ഉള്ളൂ കേട്ടോ. ബാക്ക് ടു നമ്മൾ 10,000 രൂപേന്റെ ഈ ഒരു ബാച്ച് ഫീയിലേക്ക് പോകുന്നതായിരിക്കും. 20-ാം തീയതിക്ക് ശേഷമാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് 20-ാം തീയതിക്കുള്ള ശേഷമുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ 10,000 കൊടുത്ത് ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഹരിസാറിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ മക്കളെല്ലാവരും എന്ത് ചെയ്യാം മക്കളെ,
ഈ പറഞ്ഞിട്ടുള്ള ഈ നമ്പറിലേക്ക് 75909021 22 വിളിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ആക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഇന്നത്തെ ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് മാച്ച് കാണുന്നവർ, പഠിക്കുന്നതിൻ്റെ ഇടയിൽ റിലാക്സേഷൻ കാണുന്നവരുണ്ടെങ്കിൽ ഇടയ്ക്ക് പറ്റുക ചില ഹരിസാറിന് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക സ്കോർ. നിങ്ങൾ ആരെങ്കിലും ക്രിക്കറ്റ് കാണുന്നവരാണെങ്കിൽ ഞാൻ പറയണത് ലൈവ് കാണുക, അതിൻ്റെ കൂടെ പാഷനേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കൂടെ ശ്രമങ്ങൾ നടത്തുക. ഓക്കെ, ഹരിസാർ ഭയങ്കര ക്രിക്കറ്റ് ഫാനാണ്, അതുകൊണ്ടാണ്. അപ്പോൾ പറ്റുക അതും കൂടെ ഒന്ന് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെറ്റാക്കാം. സാർ ഷർട്ട് പൊലി. ഓക്കെ, താങ്ക് യു മക്കളെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പതുക്കെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജ്വാല ബാച്ച്, കൊമേഴ്സ് ബാച്ച് ഉണ്ട്, പൃഥ്വി ബാച്ച് ഉണ്ട്, അതുപോലെ തന്നെ യോധ ബാച്ച് ഉണ്ട്. പൃഥ്വി ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് ആസ്പിരൻസിന് നീറ്റും കൂടെ പഠിക്കാൻ പറ്റുന്നതായിരിക്കും. അഗ്നി ബാച്ചിന് എല്ലാ ഫീച്ചേഴ്സോടെ കിട്ടുന്നതായിരിക്കും. ഈ പറഞ്ഞ യോധ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ആയിരിക്കും പ്രാധാന്യം കൊടുക്കേണ്ടാവുക, എഞ്ചിനീയറിംഗിനായിരിക്കും ഏറ്റവും കൂടുതൽ അവിടെ. എഞ്ചിനീയറിംഗ് ആണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ നിങ്ങൾക്ക് യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാർ ആദ്യം തന്നെ സാർ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോട്ട് ഇവിടെ വെക്കട്ടെ. ഇഫ് ദർ ഈസ് 1% ചാൻസ് സംടൈംസ് ദാറ്റ് ചാൻസ് ഇസ് ഗുഡ് എനഫ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഇഫ് ദർ ഈസ് 1% ചാൻസ് സംടൈംസ് ദാറ്റ് ചാൻസ് ഇസ് ഗുഡ് എനഫ് എന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? ഹരിസാറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, ഹരിസാറിൻ്റെ റോൾ മോഡൽ ആയിട്ടുള്ള വിരാട് കോഹ്ലിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആരെങ്കിലും ഒന്നും പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ കുറച്ച് ദിവസങ്ങളിലെങ്കിലും ലൈവെങ്കിലും കണ്ടിട്ട് നിങ്ങൾ നിൽക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ട്രസ്റ്റ് യുവർ സെൽഫ് മകളെ, ആൻഡ് ഗോ ഓൺ. നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ടായിരിക്കും ഈ പറഞ്ഞ SST എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സംഭവം നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിരിക്കും മക്കളെ, ഹരിസാറ പറയണം. ഓക്കെ, അപ്പം എല്ലാവരും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ചാപ്റ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് സാറോട് വെച്ചിട്ടുണ്ട്. ഏകദേശം 5 ചാപ്റ്ററുകളോളം ഉണ്ട്. പവർ ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ, ഫെഡറലിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ, ജെൻഡർ റിലീജിയൻ, കാസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. അപ്പം എല്ലാ ചാപ്റ്ററുകളും എപ്പോൾ തീരുന്നെന്ന് എനിക്കറിയില്ല മക്കളെ, പക്ഷേ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ടൈം നമ്മൾ ഇവിടെ ഇരിക്കും, നമ്മൾ പഠിക്കും, സെറ്റാക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ള എല്ലാവരും എന്ത് ചെയ്യുക മക്കളെ, ഒന്ന് അവിടെ എന്ത് ചെയ്യുക, ഒരു ഫയർ മോജി ഇട്ടോളൂ. നമ്മൾ എന്ത് ചെയ്യുക, പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. പവർ ഷെയറിംഗ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്നാണ് ഒരു ഫയർ എമോജി. നമ്മളിതാ പവർ 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 ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ CBSEയിലെ അവസാനത്തെ ഒരു സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് നമ്മളിതാ ഇന്നത്തോടു കൂടി തീർക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും എനിക്ക് മിസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഐ പേഴ്സണലി കുറേ മിസ് ചെയ്യും നിങ്ങളെ. ഓക്കെ, ബിക്കോസ് CBSE ഹരിസാറിൻ്റെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ള പോലെ തന്നെ ദിസ് ഈസ് മൈ ഫസ്റ്റ് ലൈവ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ലൈവ് എൻ്റെ എക്സാമിനറിലെ നിങ്ങളെ CBSEയിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈവും ഹരിസാറിൻ്റെ ഫസ്റ്റ് ലൈവ് എന്ന് വിചാരിച്ച് ഞാൻ എടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് മിസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എനിക്ക് നിങ്ങളെ മിസ് ചെയ്യും. കാരണം ചിലപ്പം ആദ്യം മുതലേ ഹരിസാറിൻ്റെ ക്ലാസ് കാണുന്നവർ ഈ കൂട്ടത്തിലുണ്ടാവും, അല്ലെങ്കിൽ പുതുതായിട്ട് വന്നവരുണ്ടാവും ഈ കൂട്ടത്തിൽ. എന്ത് തന്നെ ആയിക്കോട്ടെ മക്കളെ, ഐ മിസ് യു ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ നാളത്തെ ഒരു ക്ലാസ്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി +1 പോകുമ്പോൾ യു ഗൈസ് ഡോണ്ട് സീ മീ, അവിടെ എന്നെ നിങ്ങൾ കാണില്ല. ഓക്കെ, അവിടെ നിങ്ങൾ സയൻസ് ആണെങ്കിൽ അവിടെ നിങ്ങൾ സയൻസിലെ ടീച്ചേഴ്സിൻ്റെ കൂടെ ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക, കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സിൻ്റെ ടീച്ചേഴ്സിൻ്റെ കൂടെ ആയിരിക്കും കാണുന്നുണ്ടാവുക. ബട്ട് യു ഗൈസ് ആർ, എനിക്കറിയില്ല നിങ്ങൾ എന്നെ മിസ് ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിവേ നമ്മളിതാ പവർ ഷെയറിങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ പവർ ഷെയറിങ് എൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സംസാരമോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എൻ്റെ ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ എവിടെയെങ്കിലൊക്കെ നിങ്ങളെ തലയിനുള്ളിലേക്ക് കയറണം, മനസ്സിനുള്ളിൽ കയറണം എന്ന് ഞാൻ പറയില്ല കേട്ടോ. നിങ്ങളെ എവിടെയെങ്കിലൊക്കെ നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് മൈ വിക്ടറി എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ. ഓക്കെ, അപ്പം എന്നെ ഭാവിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം എന്നൊന്നും പോലും ഞാൻ പറയില്ല. പക്ഷേ എവിടെയെങ്കിലൊക്കെ ഒരു സാധനം നിങ്ങളുടെ ഉള്ളിൽ SST ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ നിന്നിരുന്ന ഒരു ഏട്ടൻ എന്നുള്ള നിലയിൽ നിങ്ങൾ കാണുവാണെങ്കിൽ ദാറ്റ്സ് ഇനഫ് ഫോർ മീ. അപ്പോൾ ഈ പറഞ്ഞ പവർ ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തിൽ, നമ്മുടെ ഡെമോക്രസിയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഈ പറഞ്ഞ അധികാര വിഭജനം എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഇറ്റ് മീൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് എന്ന് പറഞ്ഞു നോക്കേണ്ടി. ഈ പറഞ്ഞിട്ടുള്ള പവേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ എവിടെ കാണുക, ഈ പറഞ്ഞിട്ടുള്ള പവർ ഷെയറിംഗിൽ നമ്മൾ കാണുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരിക, പവർ ഷെയറിംഗ് ഇസ് എ സിസ്റ്റം ഓഫ് പൊളിറ്റിക്കൽ അറേഞ്ച്മെന്റ് ഇൻ വിച്ച് പവർ ഈസ് ഷെയർഡ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഓർഗൻസ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഡിഫറെന്റ് ഓർഗൻസ് ആണ്. ആളുകൾക്ക് ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി, സ്വാഭാവികമായിട്ട് ഒറ്റ സെക്കൻഡ് നിങ്ങൾക്ക് കുറച്ചൊരു സാധനം, ഓക്കെ യെസ്, ഒരു കളർ ഞാൻ സെറ്റാക്കട്ടെ, നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉള്ളൊരു സാധനം സെറ്റാക്കട്ടെ. യെസ്, പവർ മഞ്ഞ എടുക്കാം അല്ലേ, യെസ് പവർ. അപ്പം അങ്ങനെയാണ് മക്കളെ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ഓർഗൻസിൻ്റെ ഇടയിൽ നമ്മൾ ഈ പറഞ്ഞ അധികാരം വിഭജനം നടത്തുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഈ പറഞ്ഞിട്ടുള്ള എന്തെന്ന് പറയുന്നത് പവർ ഷെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സാർ എന്തൊക്കെയാണ് ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫറെൻറ്റ് ഓർഗൻസിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമുക്കൊരു എക്സിക്യൂട്ടീവ് ഉണ്ട്,
അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഈ പറഞ്ഞ ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ജുഡീഷ്യറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതൊക്കെ എന്താണ്? ഓർഗൻസ് ആണ്, ഗവൺമെന്റിന്റെ ഓർഗൻസ് ആണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്, ഗവൺമെന്റിന്റെ ഓർഗൻസ് ആണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മക്കളെ മനസ്സിലേക്ക് എപ്പോഴും വരിക. ഇറ്റ് ഈസ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗവൺമെന്റ് ബിറ്റ്വീൻ ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ്സുകൾ ഉണ്ടാവും. റിച്ച് ആയിട്ടുള്ള, പൂവർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് സെക്ഷൻ വൈസ് ആയിട്ട് നമ്മൾ സൊസൈറ്റിയിൽ കാണുന്ന ആളുകളുണ്ട്. ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ഈ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ്സ് ആൻഡ് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ മക്കളെ മനസ്സിലേക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ പവർ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, അധികാരം നമുക്കുള്ള സെൻട്രൽ ലെവലിൽ മാത്രമല്ല അധികാരമുള്ളത്, ഇങ്ങനെ താഴെ ലെവലിൽ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഒരു അധികാര വിഭജനം കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. സാർ സെൻഡ് ആക്കിയെന്ന് ഒരിക്കലും ഇല്ല മക്കളെ, സാർ സെൻഡ് ആക്കിയിട്ടൊന്നുമില്ല. പക്ഷേ വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഹരിസാറിന് എപ്പോഴും വിഷമമുണ്ട് കേട്ടോ. സാർ നമ്മുടെ പ്രശാന്ത് കിരാത്, ഹരിസാർ എൻ്റെ അപ്പോഞ്ഞു, പ്രശാന്ത് ഭായി എവിടെയുണ്ട്, ഹരിസാർ എവിടെയാണ്? ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ ദ കമ്പാരിസണിൽ ഹരിസാർ എപ്പോഴും താഴെ നിൽക്കുള്ളൂ. ആളുടെ വലിപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പം ബട്ട് നിങ്ങൾ ആ ഒരു മനസ്സിൽ നിങ്ങൾ ആ ഒരു സാധനം കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കാണുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സാംസൺ ഹാഫ് സെഞ്ചുറി അടിച്ചോ? ഓ കിടിലം, സന്തോഷം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഇവിടെ കുറച്ച് രാജ്യങ്ങളുടെ കേസാണ് നമ്മൾ നോക്കുന്നത്. അതിലിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, യൂറോപ്പിൽ നമ്മൾ ഈ പറഞ്ഞ ബ്രസൽസിൽ ഡച്ച് വേർ മൈനോറിറ്റി എന്ന് പറഞ്ഞു. നമ്മൾ ആ രണ്ട് രാജ്യങ്ങളായിരിക്കും കാണും, ബെൽജിയത്തിനെയും കാണും, ശ്രീലങ്കേനെയും നമ്മൾ കാണും കേട്ടോ. ഈ പവർ ഷെയറിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ബെൽജിയത്തിനെയും കാണും, അതുപോലെ തന്നെ നമ്മൾ ശ്രീലങ്ക എന്ന് പറഞ്ഞ രണ്ട് രാജ്യങ്ങളായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ബ്രസൽസ് ഡച്ച് വേർ മൈനോറിറ്റി എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ഡച്ചുകാർ എന്ന് പറയുന്നത് മൈനോറിറ്റി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്ന ഒരു സമയമുണ്ട്. അതുപോലെ തന്നെ ഫ്ലെമിഷ് എന്ന് പറഞ്ഞ കുറച്ച് ആളുകളുണ്ട്. ഡച്ചുകാർ ബെനിഫിറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ. വാലോനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫ്രഞ്ചും അതായത് പവർഫുൾ ആയിട്ടുള്ള ആളുകളുണ്ട് സ്ഥലമുണ്ട്. ജർമ്മൻ സംസാരിക്കുന്ന കുറച്ച് ആളുകളെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക, ഈ ഒരു റീജിയനിൽ പല ഭാഷകൾ പല രീതികളിൽ സംസാരിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഹൗ ബെൽജിയം സോൾവ് ദീസ് പ്രോബ്ലംസ്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് അല്ലേ, ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉണ്ട്. നമ്മുടെ ഭാഷ ഒരുപാട് വെറൈറ്റി ആണ്. ഇപ്പോൾ തമിഴ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയും എന്നെ അണ്ണൈ എന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴ് സംസാരിക്കും. ഹിന്ദി ഭാഷ സംസാരിക്കുകയാണെങ്കിൽ ആ കൈസേ ഹോ എന്ന് നമ്മൾ ഹിന്ദി സംസാരിക്കുക. ഇനി അല്ലെ തെലുങ്ക് പോയി കഴിഞ്ഞാൽ വേണ്ട, തെലുങ്ക് സംസാരിച്ചാൽ ശരിയാവില്ല. ഓക്കെ, എനിവേ നമ്മൾ ഇന്ത്യയിൽ പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെ കാണാൻ പറ്റില്ലേ, പല സംസ്കാരങ്ങളിലുള്ള ആളുകളെ കാണാൻ പറ്റും. എന്നിട്ടും നമ്മൾ പറയുന്നത് എന്താണ്? ഇന്ത്യൻ യൂണിയൻ എന്നാ പറയുക അല്ലേ. നമ്മൾ എന്താ പറയുക? ഇന്ത്യൻ യൂണിയൻ എന്നാ പറയാ അല്ലേ, ഇന്ത്യൻ യൂണിയൻ എന്ന് പറയും. അതേപോലെ തന്നെ ഈ പറഞ്ഞ ബെൽജിയത്തിലും ഡിഫറെന്റ് ഭാഷ സംസാരിക്കുന്ന ഡിഫറെന്റ് കൾച്ചേഴ്സ് ഉള്ള ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ അവിടെ നമ്പർ ഓഫ് ഡച്ച് ആൻഡ് ഫ്രഞ്ച് സ്പീക്കിംഗ് മിനിസ്റ്ററി ഷുഡ് ബി ഈക്വൽ ഇൻ ദ സെൻട്രൽ ക്യാബിനറ്റ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇവിടെ ബെൽജിയം സോൾവ് ചെയ്തത് ഒരു എന്താ പറയുക, ഒരു സമാധാനപരമായിട്ട് ബെൽജിയം സോൾവ് ചെയ്തത്. അതായത് എല്ലാവരും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എന്താ പറയുന്നത്? എല്ലാവരും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഒരാളെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ ഒഴിവാക്കി നിർത്തുക എന്ന പരിപാടി ആർക്കുണ്ടായിരുന്നില്ല? ബെൽജിയത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡച്ച് ആൻഡ് ഫ്രഞ്ച് സ്പീക്കിംഗ് മിനിസ്റ്ററി ഷുഡ് ബി ഈക്വൽ ഇൻ ദ സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിൽ ഡച്ച് സംസാരിക്കുന്ന ആളുകളും കാണാൻ പറ്റും, ഫ്രഞ്ച് സംസാരിക്കുന്ന ആളുകളെയും ഒരുപോലെ അവരെന്ത് ചെയ്തു? പ്രയോറിറ്റൈസ് ചെയ്തു. ഒപ്പം തന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു ഒറ്റ ഗ്രൂപ്പിന് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. മൾട്ടി ഡിസിഷൻ ഒരു സിസ്റ്റം ആയിരുന്നു ഇവിടെ കാണുക, നമ്മൾ ബ്രസൽസിൽ കാണുക. ഈ പറഞ്ഞിട്ടുള്ള ബെൽജിയത്തിൽ, മെയിൻലി ബെൽജിയം ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ പറഞ്ഞ ഇൻഡിപെൻഡന്റ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് ഓഫ് മെനി ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ബീൻ ഗിവൻ ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു നോക്കുന്നത്? ദ സ്റ്റേറ്റ് ഗവൺമെന്റ് വാസ് ഇൻഡിപെൻഡന്റ്. അതായത് അവിടെയുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനെയും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് അവിടെ മേജർ ആയിട്ട് കാണാൻ പറ്റും. മെനി പവേഴ്സ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് ഹാവ് ബീൻ ഗിവൻ ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. പല കേന്ദ്രത്തിലുള്ള ഭരണത്തിന്റെയും പല രീതികളിലുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് എവിടെയും കൂടെ കാണാൻ പറ്റും, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കൂടെ കാണാൻ പറ്റും. അതായത് അവിടെ ഒരു പവർ അല്ല അധികാരത്തിലുള്ളത്, സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പവർ അല്ല ഉള്ളത്. അവിടെ ഈ പറഞ്ഞ സ്റ്റേറ്റ് ഗവൺമെന്റിനും പവറുകൾ വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ ഡിവിഷൻ നടത്തിയിട്ടുണ്ട് പവേഴ്സിനെ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അടുത്തൊരു പോയിന്റ് ആണ്, ഇൻ ബ്രസൽസ് എ സെപ്പറേറ്റ് ഗവൺമെന്റ് വാസ് ഫോംഡ് ഇൻ വിച്ച് ബോത്ത് ഡച്ച് ആൻഡ് ഫ്രഞ്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റീസ് ഹാവ് ഈക്വൽ റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഈ പറഞ്ഞ ബ്രസൽസിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഫ്രഞ്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റീസ് ആയിക്കോട്ടെ ഹാവ് ഈക്വൽ റെപ്രസെന്റേറ്റീവ്. ഫ്രഞ്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റീസിന് അവിടെ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേറ്റീവ്സിനും കാണാൻ പറ്റും. അപ്പം എല്ലാ ഭാഷകളെയും ആര് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്? ആ ഒരു മിനിസ്റ്ററിൽ, ആ ഒരു മന്ത്രിസഭയിൽ നമുക്ക് കാണാൻ പറ്റും. അവരെല്ലാവരും ഒരേപോലെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാം. സാർ ഐ എം വീക്ക് ഇൻ SST. ഹരിസാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നോളൂ,
പറ്റാവുന്ന മാക്സിമം ശ്രമിച്ചോളൂ. എളുപ്പമായിരിക്കും എക്സാം, ഞാനാ പറയണത്. ഓക്കെ, എളുപ്പമായിരിക്കും. മാത്സ് പോലെ ടഫ് ആയിരിക്കില്ല, അല്ലെങ്കിൽ സയൻസ് പോലെ ടഫ് ആയിരിക്കില്ല. ട്രസ്റ്റ് മീ മക്കളെ, SST നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് കൈച്ചലാക്കാൻ പറ്റും, നിങ്ങളെ കൊണ്ട് ആ ഒരു ബാരിയർ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഞാനാ പറയുന്നത്, എളുപ്പമായിരിക്കും എക്സാം. ഓക്കെ, പോസിറ്റീവ് മൈൻഡിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നിങ്ങൾ എപ്പോഴും ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇഷാൻ കിഷൻ ഔട്ട്, അയ്യോ ഔട്ടായിട്ടുള്ള കാര്യം പറയല്ലേ ദയവ് ചെയ്തിട്ട്. ഓക്കെ, റെഡി. അപ്പോൾ കമ്മ്യൂണിറ്റി ഗവൺമെന്റ് മെയ്ഡ് ലോസ് റിഗാർഡിംഗ് കൾച്ചർ, എഡ്യൂക്കേഷൻ ആൻഡ് ലാംഗ്വേജസ് റിലേറ്റഡ് ടു ഇഷ്യൂസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമങ്ങൾ എന്ന് പറയുന്നത് കൾച്ചർ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ലാംഗ്വേജസ് ആയിക്കോട്ടെ, റിലേറ്റഡ് ഇഷ്യൂസ് ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഗവൺമെന്റ് എന്നുകൊണ്ട് ഈ പറഞ്ഞ നിയമങ്ങൾ ഉണ്ടാക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെഡി. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക ജോഗ്രഫിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു വെക്കണം. എന്താ പറയുന്നത്? ശ്രീലങ്ക ഈസ് ആൻ ഐലൻഡ് നേഷൻ ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ. നമ്മൾ മറ്റൊരു രാജ്യത്തിനെ പറ്റി എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ നിങ്ങളൊരു രാജ്യം കാണാൻ പറ്റും. ഈ ശ്രീലങ്ക എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം, സാർ ശ്രീലങ്കയല്ലേ സാർ, ശ്രീലങ്ക എന്ന് വേണം പറയാൻ. ഓക്കെ, എനിവേ അത് ആരെങ്കിലുമൊക്കെ നിങ്ങൾ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി പ്രൊണൗൺസ്ഡ് ആസ് ശ്രീലങ്ക. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിലേക്ക് സെറ്റ് ആക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ദ അപ്ഡേറ്റ്. ഓക്കെ, ആ ഒരു സ്കോർ ബോർഡ് എനിക്ക് അവിടെ കാണുമ്പോൾ സന്തോഷമുണ്ട്. ബട്ട് മക്കളെ, ദയവ് ചെയ്തിട്ട് സ്കോർ ബോർഡ് മാത്രം, അത് ആരായിക്കോട്ടെ, അത് ആരാണ് ഹൈസാറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആരും ആണ് ഈ പറഞ്ഞു തരുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് മാത്രം ആകണ്ട, ക്ലാസ്സും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ, ക്ലാസ്സും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അതും കൂടെ ആണെങ്കിൽ നമ്മൾ ഡീല്. ഓക്കെ, അതാണെങ്കിൽ ഡീല്, അല്ലെങ്കിൽ അത് മാത്രം പറഞ്ഞു തന്നിട്ട് പരിപാടി ആവരുത്. ഓക്കെ, ആ ഡീലാണെങ്കിൽ ഓക്കെയാണ്, സെറ്റാണല്ലോ. Sir, even though we enter to the next, it will be our way faculty. Oh my God, thank you so much. It means a lot to me. Okay, ready, set. It means a world to me. Okay. എനിക്കറിയില്ല അങ്ങനെ പറയേണ്ടതെന്നുള്ളത്. ഇറ്റ് ഹാസ് എ പോപ്പുലേഷൻ ഓഫ് അബൌട്ട് 2 crore പീപ്പിൾ എന്ന് പറഞ്ഞു നോക്കുന്ന മക്കളെ. ഈ പറഞ്ഞ ഏകദേശം 2 കോടി ആളുകളെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഏകദേശം ശ്രീലങ്കേൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എനിക്കറിയാടാ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, എനിക്കറിയാം. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല എന്നുള്ളൂ. ഓക്കെ, എനിക്കറിയാം നിങ്ങൾ, പക്ഷേ നിങ്ങൾ പഠിക്കാതിരിക്കണോ? പഠിച്ചോളൂ കേട്ടോ. യാതൊരു വിധത്തിലുള്ള സാർ ഞങ്ങളെ എക്സാം മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പഠിക്കുന്നില്ല എന്നൊരു മൈൻഡ് സെറ്റ് ആരും ദയവ് ചെയ്തിട്ട് ഇവിടെ വെക്കരുത്. എൻ്റെ പുറത്തുള്ള എബ്രോഡുള്ള മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം നന്നായിട്ട് നിങ്ങൾ. അപ്പോൾ ദയവ് ചെയ്തിട്ട് അയ്യോ എക്സാം മാറ്റിയല്ലോ അതുകൊണ്ട് ലാലാലാൻഡ് കളിച്ച് നടക്കാം, ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. പഠിക്കുക, മാക്സിമം ടൈമിൽ നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം ടൈമിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അറിഞ്ഞിരിക്കും. ഗുഡ് ഈവനിങ്. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഈ പറഞ്ഞ ശ്രീലങ്കയിലുള്ള കാര്യം കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനം. ഈ പറഞ്ഞ ബെൽജിയത്തിൻ്റെ കേസിൽ, നമ്മൾ ബ്രസൽസിൻ്റെ കേസിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടി അവരെ നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പക്ഷേ ശ്രീലങ്ക അങ്ങനെയല്ല. ശ്രീലങ്കയിൽ നിങ്ങൾ കാണുന്ന കുറച്ച് ആളുകളെ കാണാൻ പറ്റും. സിംഹളാസ് എന്ന് പറഞ്ഞിട്ടുള്ള 74% ആളുകൾ, അല്ലെങ്കിൽ 75% മെജോറിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾ, നമുക്ക് സിംഹള ഭാഷ സംസാരിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. ഇവരെ ബിലീവ് ചെയ്തിരുന്ന ഒരു റിലീജിയൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഐഡിയോളജി ഉണ്ട്. ദാറ്റ് ഐഡിയോളജി ഇസ് നോൺ ആസ് ബുദ്ധിസം. ഓക്കെ, ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് സിംഹളാസിൽ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക. തമിഴ്സിൻ്റെ കേസിൽ വരികയാണെങ്കിൽ, തമിഴ്സിൻ്റെ കേസിൽ 30% ഓഫ് ശ്രീലങ്കൻ തമിഴ്സ് ആൻഡ് 5% ഓഫ് ഇന്ത്യൻ തമിഴ്സ് എന്ന് പറഞ്ഞു നോക്കണം. അപ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വരിക മക്കളെ, ഈ പറഞ്ഞിട്ടുള്ള 13% ശ്രീലങ്കൻ ആയിട്ടുള്ള തമിഴ്സ് ആയിരിക്കും നമ്മളവിടെ കാണുക. 5% ഓഫ് ഇന്ത്യൻ തമിഴ്സിനെ ആയിരിക്കും നമ്മളവിടെ കാണുക, ഈ പറഞ്ഞിട്ടുള്ള ശ്രീലങ്കയിൽ കാണുക. അതേപോലെ തന്നെ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള റിലീജിയനെ നമുക്ക് ശ്രീലങ്കയിൽ കാണാൻ പറ്റും. സ്വാഭാവികമായിട്ട് തമിഴ്സ് ആൻഡ് സിംഹളാസ് എന്ന് പറഞ്ഞു നോക്കണം. ഈ പറഞ്ഞിട്ടുള്ള തമിഴ്സിനെയും സിംഹളാസിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുക, ഈ പറഞ്ഞ ക്രിസ്ത്യൻസ് എന്ന് പറയുക. ക്രിസ്ത്യൻസിൽ തമിഴ് സംസാരിക്കുന്ന ആളുകളും കാണാൻ പറ്റും, സിംഹള ഭാഷ സംസാരിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ ഉണ്ടാവണം ഏതൊക്കെ കാറ്റഗറി ഓഫ് ആളുകൾ നമുക്ക് ശ്രീലങ്കയിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് 74% സിംഹള ഭാഷ സംസാരിക്കുന്ന ആളുകൾ, അവർ ബുദ്ധമതത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. തമിഴ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് 18% ആളുകളാണ്. 13 ശ്രീലങ്കനും 5 ഇന്ത്യൻ ആയിട്ടുള്ള തമിഴ്സ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അവസാനത്തെ 7% എന്ന് പറയുന്നത് തമിഴ് സിംഹള ഭാഷ ഒരുമിച്ചുള്ള ക്രിസ്ത്യൻ റിലീജിയനുള്ള ആളുകളാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ മെജോറിറ്റേറിയനിസം എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഉള്ളിലേക്ക് അടിക്കണം. എന്താ പറയേണ്ടത്, ഈ പറഞ്ഞ മെജോറിറ്റേറിയനിസം എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ ഉള്ളിലേക്ക് വരണം. എന്താ അത്? ശ്രീലങ്ക ഗോട്ട് ഇൻഡിപെൻഡൻസ് ഇൻ 1948. നമുക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947, തൊട്ടടുത്ത വർഷം. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ശ്രീലങ്കയ്ക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്? 1948. അത് ഓർത്തു വെക്കാൻ എന്താ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് തൊട്ടടുത്ത വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക.
സാർ എടുക്കുമോ? സാർ സുഖമാണോ? ഓ സാർ എടുക്കുമോ? ഞാൻ വെച്ച് പൊളിറ്റിക്സ് സാർ തന്നെയായിരിക്കും എടുക്കുന്നുണ്ടാവുക. സാർ സുഖമായിട്ടിരിക്കണം. ഓക്കെ, സാർ സുഖമായിട്ടിരിക്കണം മക്കളെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ദൈവമേ. ഓക്കെ, ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്യില്ലല്ലോ. ഹരിസാറിൻ്റെ ലൈവിൽ വന്നിട്ട് ഹരിസാറിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കാനല്ലല്ലോ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് മാക്സിമം നല്ല അടിപൊളി ക്ലാസ്സും കണ്ടന്റ് തരാൻ വേണ്ടിയിട്ടായിരിക്കും സാർ ശ്രമിക്കുന്നുണ്ടാവുക. ഹരിസാറിന് 100 പ്രശ്നങ്ങളും 100 സന്തോഷങ്ങളും ഉണ്ടാവും. അതൊന്നും എൻ്റെ മക്കളോട് ചിലപ്പോൾ കാണിച്ചെന്ന് വരില്ല. ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാക്സിമം ദ ബെസ്റ്റ് കോണ്ടന്റ് കൊടുക്കുക, ദ ബെസ്റ്റ് ക്ലാസ് കൊടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് സാർ എപ്പോഴും വന്നിരിക്കാറുള്ളത്. ഇടയ്ക്ക് സാർ സീരിയസ് ആവും, ബിക്കോസ് നിങ്ങൾ സീരിയസ് ആവണം എന്നുള്ളൊരു തോട്ടിലാണ് സാർ സീരിയസ് ആവുന്നത് കേട്ടോ. ഐ ഡോണ്ട് നോ മോനെ എപ്പോഴാണ് ഡ്യൂറേഷൻ എന്നുള്ളത് സത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ സിംഹള കമ്മ്യൂണിറ്റി വാസ് ഇൻ മെജോറിറ്റി, സോ ഗവൺമെന്റ് അഡോപ്റ്റഡ് മെത്തേഡ്സ് ടു എസ്റ്റാബ്ലിഷ് സിംഹള പവർ ഇൻ ശ്രീലങ്ക എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള മെജോറിറ്റേറിയൻ ആയിട്ടുള്ള ആളുകളായിട്ടുള്ള സിംഹളാസ് ആയിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക, അധികാരത്തിൽ വരിക എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ഓക്കെ, യെസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇൻ 1956 ആൻ ആക്ട് ഡിക്ലെയർ സിംഹള ആസ് ഒഫീഷ്യൽ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ആൻഡ് ഗവൺമെന്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു നോക്കണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, സ്വാഭാവികമായിട്ടും 1956 ഒക്കെ ആയപ്പോഴത്തേക്ക് ശ്രീലങ്കൻ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്. ആരെ ഗവൺമെന്റ്? സിംഹള ഭാഷ സംസാരിക്കുന്ന ആളുകളെ ഗവൺമെന്റ്, കാരണം അവരാണ് മെജോറിറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ തീരുമാനിക്കുകയാണ് ഇനി മുതൽ സിംഹള എന്ന് പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ശ്രീലങ്കയിൽ സിംഹള ഭാഷ സംസാരിച്ചാൽ മതി. എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗവൺമെന്റ് ലാംഗ്വേജ് ആയിക്കോട്ടെ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും സിംഹള ഭാഷ യൂസ് ചെയ്താൽ മതി. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നമ്മൾ കണ്ടു, ഈ പറഞ്ഞ 13% ആളുകൾ തമിഴ് ഭാഷ. ഹലോ 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 ഗൈസ്, കേൾക്കുന്നുണ്ടോ? കറണ്ട് പോയതാണ് ഗൈസ്, ഒറ്റയടിക്ക് കറണ്ട് പോയതാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. സ്റ്റക്ക് സ്റ്റക്ക് സ്റ്റക്ക്. ഇപ്പൊ ഓക്കെയാണോ? എന്താ ചെയ്യാലേ, കറണ്ടൊക്കെ പോയാല്. ഈശ്വര ഞാൻ വിചാരിച്ചു മക്കളെ ഫുള്ള് പോയിന്ന്, ഹരിസാറ് കംപ്ലീറ്റ്ലി അടിച്ചു പോയെന്ന് വിചാരിച്ചു. അയ്യോ ഭാഗ്യം. ഞാൻ വെച്ചാൽ ലൈവേ പോയി. എൻ്റെ ദൈവമേ, ഹരിസാറിന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കയറിയിട്ടേ ഇവിടെ എത്തി. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, റെഡി. ഒരു സന്തോഷം, സമാധാനം, ഒരു എന്താ പറയുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ബാക്ക് ടു ദ ക്ലാസ് ആണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക? സാർ ഇത് എല്ലാ ക്ലാസ്സിലും സംഭവിച്ചു മക്കളെ, എക്സാമിനറിൽ കറണ്ട് പോയതാ, പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞിട്ടുള്ള മെജോറിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്തു, അധികാരം കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ സിംഹള ഭാഷ ഒരു എന്തായാലും മേജർ ആയിട്ടുള്ള ഒരു സംഭവമാക്കി മാറ്റി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി, യൂണിവേഴ്സിറ്റിയിലും കാര്യത്തിലേക്ക് ഒഫീഷ്യലാക്കി മാറ്റി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ ഡിമാൻഡ് പ്രൊട്ടക്ഷൻ ആൻഡ് എൻകറേജ്മെന്റ്. ഈ പറഞ്ഞ ബുദ്ധിസം എന്തിനാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്? സ്വാഭാവികമായിട്ട് നമുക്കറിയാം, സിംഹള ഭാഷ സംസാരിക്കുന്ന ആളുകൾ ബുദ്ധമതത്തിൽ അല്ലെങ്കിൽ ബുദ്ധിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളായതുകൊണ്ട് തന്നെ ബുദ്ധമതത്തിൽ എന്ത് ചെയ്തു, അവർ കൂടുതലായിട്ടുള്ള പ്രാധാന്യം കൊടുത്തു, അതിന് എൻകറേജ്മെന്റും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓൾ ദീസ് ഗവൺമെന്റ് മെത്തേഡ്സ് മെയ്ഡ് ശ്രീലങ്കൻ തമിഴ്സ് ഫീൽ അലോൺ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ സിംഹള ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഇവരുടെ ഭാഷ അല്ലെങ്കിൽ ഇവരുടെ കൾച്ചറൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ തമിഴ് സംസാരിക്കുന്ന അല്ലെങ്കിൽ തമിഴ് ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് അതൊരു പ്രശ്നം, അവർക്കൊരു ഫീലിംഗ് അലോൺ അല്ലേ, അവരെന്ത് ചെയ്തു, ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നമാണ് അല്ലേ എന്ന് തോന്നിയപ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്തിലേക്ക് നയിച്ചു, ഒരു അജിറ്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ദേ ഫെൽ ദെയർ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ആർ ഇൻ ഡേഞ്ചർ ഓഫ് ലോസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മുടെ ഭാഷ, നമ്മുടെ സംസ്കാരം, തമിഴ് ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു തോട്ടിൽ നിന്നൊക്കെയാ അവർക്ക് എന്ത് ചെയ്തു, പതുക്കെ ആ ഒരു പ്രശ്നം ഇങ്ങനെ കൂടാൻ തുടങ്ങി. ദേ ഫെൽഡ് ഗവൺമെന്റ് റെഫ്യൂസ്ഡ് ദെയർ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഡിസ്ക്രിമിനേറ്റഡ് ഇൻ ഗെറ്റിംഗ് ജോബ്സ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഗവൺമെന്റ് റെഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ പൊളിറ്റിക്കൽ റൈറ്റ്സ്, ഈ പറഞ്ഞ രാഷ്ട്രീയപരമായിട്ടുള്ള അധികാരങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ജോബ്, അതായത് തൊഴിൽ കിട്ടുന്ന അധികാരത്തിൽ നിന്ന് വരെ അവരെ വിലക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ആസ് എ റിസൾട്ട് സ്വാഭാവികമായിട്ട് അതിന്റെ ഭാഗമായിട്ട് ക്ലാഷസ് എക്സിസ്റ്റ് ബിറ്റ്വീൻ സിംഹളാസ് ആൻഡ് തമിഴ്സ് എന്ന് പറഞ്ഞു നോക്കേണ്ടി. ഈ പറഞ്ഞിട്ടുള്ള സിംഹളാസത്തിനെതിരെയും ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി തമിഴ് ഭാഷ സംസാരിക്കുന്നവർ. സ്വാഭാവികമായിട്ട് ഈ തമിഴ് ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് പ്രശ്നം തുടങ്ങിയപ്പോഴാണ് നമ്മളെ മാറ്റി നിർത്തുന്നുണ്ട് എന്നൊരു സാധനം അവരുടെ ഉള്ളിൽ കയറി. അന്ന് തൊട്ട് ആ ഒരു മൊമെന്റ് തൊട്ട് എന്ത് ചെയ്തു, അവർ സിംഹള ഭാഷ സംസാരിക്കുന്ന ആളുകൾക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ സാർ, ഇന്നലെ സാർ ഇട്ട വീഡിയോ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു സാർ. ഞാൻ കമന്റ് ഇട്ടിരുന്നു, അതെയോടാ ഒരു ഷോർട്സ് ആയിരിക്കും അല്ലേ,
ഷോർട്സ് കാണാത്തവരുണ്ടെങ്കിൽ ഷോർട്സ് കാണുക. ഹരിസാറിൻ്റെ യൂട്യൂബ് ചാനലിലും ഹരിസാർ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും ഹരിസാറിൻ്റെ യൂട്യൂബ് ചാനൽ അറിയാത്തവരുണ്ടോ? ഹരിസാറിൻ്റെ യൂട്യൂബ് ചാനലിൽ ആരെങ്കിലും പേരറിയോ? നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ കയറിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഹരി ദ മാഷ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹരിസാറിൻ്റെ യൂട്യൂബ് ചാനൽ കാണാം. ഓക്കെ, നിങ്ങൾ എങ്ങനെ ഞാനുമായിട്ട് കണക്റ്റ് ആവുമെന്ന് നിങ്ങൾ ചോദിച്ചില്ലായിരുന്നോ ഈ കൊല്ലം ഇറങ്ങി പോയി കഴിഞ്ഞാൽ? അപ്പോൾ ഹരിസാറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ഹരിസാറിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് പറ്റുക വെച്ചാൽ സബ്ബൊക്കെ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ, ഞാൻ അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണമെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഹരിസാർ എപ്പോഴും പറയാറുള്ളത് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യുകയാണെങ്കിൽ ഹരിസാറിൻ്റെ ഒരു ഫാമിലിയുടെ പിങ്ക് ഫാമിലിയുടെ ഭാഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ, ഓക്കെ, ഹരിസാറിൻ്റെ ഫേവറേറ്റ് ഇമോജി പിങ്കാന്ന് അറിയാമല്ലോ, അപ്പം പിങ്ക് ഫാമിലിയുടെ ഭാഗമായിട്ട് ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഹരിത മാഷ് എന്ന് യൂട്യൂബ് സെർച്ച് ചെയ്യുക. യു ക്യാൻ ഫൈൻഡ് മീ and you can connect me and you can subscribe to my channel. ഓക്കെ, ഇതൊരു ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ക്ലീഷ സാധനമായിപ്പോൾ. എനിവേ നിങ്ങൾക്ക് തോന്നിയാൽ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം വെച്ച് പറഞ്ഞ മെജോറിറ്റേറിയനിസം ആളുകൾക്കെതിരെ, സിംഹളാസത്തിനെതിരെ, സിംഹള ഭാഷ സംസാരിക്കുന്ന ആളുകൾക്കെതിരെ തമിഴ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി അജിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ റെക്കഗ്നൈസ്, ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ ഒഫീഷ്യൽ ലാംഗ്വേജിനെ റെക്കഗ്നൈസ് ചെയ്യുക, ഈ പറഞ്ഞ തമിഴ് ഭാഷേനും കൂടെ എന്താക്കി മാറ്റുക, ഒഫീഷ്യലാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ജോബ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ ജോബ്സ്, ഈ പറഞ്ഞ തൊഴിലായിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഡിമാൻഡഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് തമിഴ് ഈലം സ്റ്റേറ്റ്, അതായത് തമിഴ് സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രദേശം മാറ്റി വെക്കുക. അതിനാണ് ഈ പറഞ്ഞിട്ടുള്ള തമിഴ് ഏലം എന്ന് പറയുന്ന സംഭവം കേട്ടോ. ഏലം എന്ന സെൻസ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് എന്നാണ് ഇതിന്റെ മീനിങ് കേട്ടോ. അതിന്റെ ഭാഗമായിട്ട് ഫോർമേഷൻ ഓഫ് LTTE എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താ പറഞ്ഞു വെക്കുന്നത്, ഈ പറഞ്ഞ LTTE എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു സംഘടന അവർ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഏലം എന്നാണ് ഇതിന്റെ മീനിങ്. ഫുൾ വേർഡ് അതായത് ഈ പറഞ്ഞിട്ടുള്ള LTTEയുടെ ഒരു എന്താ പറയുക, ഈ പറഞ്ഞ ഒരു അബ്രിവേഷൻ ആണ്. അതിനൊരു നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഏലം എന്നാണ് പറയാം. എന്താ പറയുന്നത്, ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഏലം എന്ന് പറയാം. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാണ്. ഓക്കെ, റെഡി. സാർ റീപോസ്റ്റ് ചെയ്യാമോ? എന്താണ് റീപോസ്റ്റ് ചെയ്യേണ്ടത്? പറഞ്ഞോ, എന്താ റീപോസ്റ്റ് ചെയ്യേണ്ടത്? മോട്ടിവേഷൻ റീപോസ്റ്റ് ചെയ്യണമെന്നോ? മോട്ടിവേഷൻ റീപോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സാറ് പോകെ എന്തെങ്കിലും എൻ്റെ മക്കൾക്ക് റീപോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ ഹരിസാറിൻ്റെ ഒരു ആഗ്രഹമുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരും ഉണ്ടാവുമായിരിക്കും. അപ്പം പറ്റുമോ വെച്ചാൽ എൻ്റെ മക്കളും എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഹരിസാറിനോടൊന്ന് പറയാം. ഓക്കെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഹരിസാർ ശ്രമിച്ചു നോക്കാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഹരിസാറിൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഹെൽപ്പ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് സിവിൽ വാർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. എല്ലാവർക്കും അല്ല കേട്ടോ, ഹരിസാറിനെ കൊണ്ടാവുന്ന പോലെ സാർ ചെയ്യാം. ഓക്കെ, അപ്പോൾ സിവിൽ വാർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വൈകൽ, ഈ പറഞ്ഞിട്ടുള്ള തമിഴ്സും സിംഹളാസും തമ്മിലുള്ളൊരു ഒരു എന്താ പറയുക, കൂട്ടിമുട്ടലിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ് കോസ്റ്റ് ടെറിബിൾ സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് സോഷ്യൽ ആയിക്കോട്ടെ, സാമൂഹ്യപരമായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കൾച്ചർ ആൻഡ് എക്കണോമിക് ലൈഫ് ഓഫ് ദ കൺട്രി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് മക്കളെ. ഈ പറഞ്ഞിട്ടുള്ള സാമൂഹ്യപരമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, റെഡി. അപ്പോൾ കൾച്ചർ ആൻഡ് എക്കണോമിക് ലൈഫ് ഓഫ് ദ കൺട്രി കംപ്ലീറ്റ്ലി ഷാറ്റേഡായി, കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായി പോയി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. മെനി ഫാമിലീസ് വെയർ ഫോഴ്സ് ടു ലീവ് ദ കൺട്രി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഈ രാജ്യം വിട്ട് പോകേണ്ട ഒരു കണ്ടീഷനിലേക്ക് എത്തി എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പവർ ഷെയറിങ്ങിൻ്റെ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കണം അല്ലേ. എന്താണ് ഈ പറഞ്ഞ പവർ ഷെയറിംഗ് കൊണ്ട് എത്തുന്നത്? അപ്പോൾ ദ കൺട്രി യുണൈറ്റഡ് റെസ്പെക്റ്റിംഗ്, ഈ പറഞ്ഞത് കൺട്രി യുണൈറ്റഡ് റെസ്പെക്റ്റിംഗ് ദ ഫീലിംഗ്സ് ഓഫ് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് പറഞ്ഞു നോക്കണം. ഈ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റീസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ പറഞ്ഞ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ആൻഡ് റീജിയൻസിനെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരേപോലെ കൊടുക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള പവർ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പവർ ഷെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ സെൻട്രൽ മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുക. അതായത് അധികാരം എന്ന് പറയുന്നത് സെൻട്രലിലാണെന്ന് മാത്രം, കേന്ദ്രത്തിലാണ് അധികാരം എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലേ. ഈ പറഞ്ഞ താഴേക്കിടയിലുള്ള ആളുകൾക്ക് എന്ത് കിട്ടില്ല, ഈ പറഞ്ഞ ഒരു ബെനിഫിറ്റോ ഒരു കാര്യങ്ങളും കിട്ടൂല, എല്ലാം സെൻട്രലാണ്. ഈ പറഞ്ഞ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ സെൻട്രലിൽ ഹരിസാറാണ് ഭരണം, ഇന്ത്യയുടെ ഭരണം ഹരിസാറിന്റെ കയ്യിലാണെന്ന് വിചാരിക്കുക. താഴെ കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, അങ്ങനെ പല സംസ്ഥാനങ്ങൾ താഴെ ഭാഗത്ത് കിടക്കുന്നുണ്ട്. പക്ഷേ സെൻട്രലിൽ ഇന്ത്യയുടെ അധികാരം എൻ്റെ കയ്യിൽ, അപ്പം ഞാൻ തീരുമാനിക്കുകയാണ് ഈ സ്റ്റേറ്റിന് കൊടുക്കണ്ട, ഈ സ്റ്റേറ്റിന് കൊടുക്കണ്ട, ഞാൻ മാത്രം മതി, എല്ലാ പൈസ എൻ്റെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ. അപ്പോൾ അവിടെ ഒരു ഓട്ടോക്രസി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
അല്ലെ, സ്വേച്ഛാധിപത്യം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, പവർ ഷെയറിംഗ് എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും ഉണ്ടാവാം. ഓക്കെ, റെഡി. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് മനസ്സിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇനി ബെൽജിയത്തിന് ശ്രീലങ്കേൻ്റെ കേസിൽ നമ്മളൊരു ഫൈനൽ ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു വേർഡിക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ, ഫൈനൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സാർ എത്ര വിശാല മനസ്സനാണ്. ഇല്ല, സാറിൻ്റെ മനസ്സ് ഇവിടെ ഉള്ളൂ, വിശാല മനസ്സൊന്നും സാറിനില്ല. ഓക്കെ, സാറിൻ്റെ മനസ്സ് ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ചിന്തിക്കുക. ഗോഡ്. അപ്പോൾ സിമിലാരിറ്റീസ് അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞ ബോത്ത് ആർ ഡെമോക്രസീസ് എന്ന് പറഞ്ഞു നോക്കേണ്ട. ഈ പറഞ്ഞിട്ടുള്ള സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് ഡെമോക്രസിയിൽ ഒരേപോലെയാണ് എന്ന് പറഞ്ഞു നോക്കേണ്ട. ഓക്കെ, റെഡി. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത് പവർ ഷെയറിംഗ് അറേഞ്ച്മെന്റ് ഈസ് ഡിഫറൻറ്റ് എന്ന് പറഞ്ഞു നോക്കേണ്ട. ഈ പറഞ്ഞിട്ടുള്ള പവർ ഷെയറിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ആയിട്ടുള്ള സംഭവമാണ് എന്ന് പറഞ്ഞു നോക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും ഓടി വരിക ഈ പറഞ്ഞിട്ടുള്ള ഡിഫറൻസസ് പറയുമ്പോൾ ബെൽജിയത്തിൽ അവരെല്ലാവരും ഒരുമിച്ച് ചേർത്ത് നിർത്തി. പക്ഷേ എന്ത് സംഭവിച്ചു, ഈ പറഞ്ഞിട്ടുള്ള നല്ലൊരു പോസിറ്റീവായിട്ട് റിസൾട്ട് വന്നു. പക്ഷേ ഈ പറഞ്ഞ ശ്രീലങ്കയിൽ വന്നപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കോൺഫ്ലിക്റ്റിലേക്ക് പോയി, അത് പ്രശ്നമായിട്ട് മാറി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഓക്കെ സാർ, റിപ്പീറ്റ് ഒന്നുകൂടെ പറഞ്ഞു തരണം. പറഞ്ഞുതരാം. അതായത് നമ്മൾ ബെൽജിയത്തിൻ്റെ കേസും ശ്രീലങ്കേൻ്റെ കേസും എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, ബെൽജിയം എന്ന് പറയുന്ന ഒരുപാട് ഡിഫറൻസസ് ഉണ്ടെങ്കിലും ആ ഡിഫറൻസസിനെ അവർ ഒന്നിച്ച് ചേർത്ത് നിന്നു എന്നാണ് പറയുന്നത്. അപ്പം നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റാണ്. പക്ഷേ ശ്രീലങ്കയിൽ അങ്ങനെയാണോ? ഈ പറഞ്ഞ സിംഹളയും തമിഴ് ഭാഷ സംസാരിക്കുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളെ അവരെന്ത് ചെയ്തു, ഈ പറഞ്ഞിട്ടുള്ള കോൺഫ്ലിക്റ്റിലെ ഭാഗമാക്കി മാറ്റി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതാണ് രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നോ, സഞ്ജു സാംസൺ ഗോട്ട് ഔട്ട്. ഓ ഗോഡ്, എത്ര റണ്ണിന് പോയേ, വിഷമല്ലേ ഈശ്വര. എനിവേ, വാട്ട് ഈസ് യുണീക്ക് അബൌട്ട് ബെൽജിയം എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്, ഈ പറഞ്ഞ ബെൽജിയത്തിന്റെ കേസിൽ ലീഡേഴ്സ് ഹാവ് റിയലൈസ് ദാറ്റ് യൂണിറ്റി ഓഫ് ദി കൺട്രി ഈസ് പോസിബിൾ ഓൺലി ബൈ റെസ്പെക്ടിങ് ദ ഫീലിംഗ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദി ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് ആൻഡ് റീജിയൻസ് എന്ന് പറഞ്ഞു. ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെയും റീജിയൻസിനെയും എന്ത് ചെയ്യണം, ഈ പറഞ്ഞിട്ടുള്ള മനസ്സിലാക്കി അവരുടെ ഫീലിങ്സും ഇൻട്രസ്റ്റും മനസ്സിലാക്കിയിട്ട് ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് ഈ പറഞ്ഞ ശ്രീലങ്കയിൽ സംഭവിച്ച കേസ്, ഡോമിനൻസ് ഓഫ് മെജോറിറ്റി കമ്മ്യൂണിറ്റി, അതായത് ആളുകൾ കൂടുതലുണ്ടെങ്കിൽ ആളുകൾ കൂടുതലുള്ളതിനെ അവരെന്ത് ചെയ്തു, കൂടുതലായിട്ട് കാണിക്കാൻ ശ്രമിച്ചു, അവരുടെ മേധാവിത്വം കാണിക്കാൻ ശ്രമിച്ചു. സ്വാഭാവികമായിട്ടും സിംഹളാസ് ബൈ റെഫ്യൂസിംഗ് ടു ഷെയർ പവർ വിത്ത് തമിഴ്സ് റിസൾട്ടിങ് ഇൻ ഡിസ്യൂണിറ്റി ആണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രഗിളിന്റെ ഭാഗമായിട്ട് മാറി എന്ന് പറഞ്ഞു നോക്കണ്ട്. 89 പോയോ, ഓ ഗോഡ്, ജസ്റ്റ് 11 റൺസ് ബിഹൈൻഡ്. ഓക്കെ, ഒരു സെഞ്ചുറി അടിക്കാൻ കലിപ്പ് തീരണില്ലല്ലോ ദൈവമേ. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിവേ, ജോക്സ് അപ്പാർട്ട്, ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരെ. സഞ്ജു പോയല്ലോ, ഇനി നമ്മൾ കുറച്ച് നേരത്തേക്ക് വിശ്രമിക്കാം. ഓക്കെ, റെഡി. സാർ ഒന്ന് റിപ്ലൈ തരാമോ? മുഹമ്മദ് തന്നെയല്ലേ ഈശ്വര? മുഹമ്മദ് ഷാമിൽ. ഓ പറയടാ, എന്താ വിശേഷമല്ലേ? നല്ല സുഖമായിട്ടിരിക്കണോ? എന്താ വിശേഷം? ഓക്കെ, റെഡി. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഇത് നിങ്ങൾ ബെൽജിയത്തിൻ്റെ കേസിലും അതേപോലെ തന്നെ ശ്രീലങ്കേൻ്റെ കേസിലും നിങ്ങളോട് എന്തായാലും ഒരു എക്സാമിന് നിങ്ങളൊരു ചോദ്യം പ്രതീക്ഷിച്ചോളൂ കേട്ടോ. ഓക്കെ, പ്രതീക്ഷിച്ചോളൂ. ഓക്കെ, റെഡി. അപ്പം സാറ് വേണമെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ്, ഇന്ന് പൊളിറ്റിക്സും കൂടെ തീരെയല്ലേ, അപ്പം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രഡിക്ഷൻ പോലെ സാറ് ചെയ്യാം. ഓക്കെ, പ്രഡിക്ഷൻ ഇൻ ദ സെൻസ് നാളെ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ സാറിന് പേഴ്സണലി അറിയാവുന്ന ഒരാളോട് സാറിന് വിളിച്ചു ചോദിക്കാം. ഹലോ, എന്താണ് മറ്റന്നാൾ എൻ്റെ മക്കൾക്ക് SST പേപ്പറിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്? അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയുമായിരിക്കും, നമുക്ക് ലാസ്റ്റ് ചോദിച്ചു നോക്കാം. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കാം നമുക്ക്. വൈ ഈസ് പവർ ഷെയറിംഗ് ഡിസൈറബിൾ ഇൻ ഡെമോക്രസി എന്ന് പറഞ്ഞു നോക്കണം. എന്താ പറഞ്ഞു നോക്കണം, ഈ പറഞ്ഞ ഡെമോക്രസിയിൽ എന്തുകൊണ്ടാണ് ഈ പവർ ഷെയറിങ് ഡിസൈറബിൾ ആവുന്നത് എന്ന് നോക്കാം. ഈ പറഞ്ഞ പ്രുഡൻഷ്യൽ റെഡ്യൂസസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ്സിനിടയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടിയിട്ട് എന്ത് കാരണമാവും, ഈ പറഞ്ഞിട്ടുള്ള പവർ ഷെയറിംഗ് കാരണം. അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് പൊളിറ്റിക്കൽ ഓർഡർ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ ഓർഡറിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഓക്കെ, റെഡി, സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ബെറ്റർ ഔട്ട്കം എന്ന് പറയുന്ന സാധനം ഉണ്ട്. എന്താ പറയുന്നത്, നല്ലൊരു ഔട്ട്കം വരും അല്ലേ. ഡെമോക്രസിയുടെ ഏറ്റവും നല്ലൊരു വേർഷൻ ആയിരിക്കും എന്തിലേക്ക് വരിക, ഈ പറഞ്ഞ പവർ ഷെയറിങ്ങിൻ്റെ കേസിൽ നമ്മൾ കാണും. സ്വാഭാവികമായിട്ട് ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ചിന്തിക്കുക. ഇനി മോറൽ ഔട്ട്കംസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ് ഈസ് ദി സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞു നോക്കണം. എന്താ പറഞ്ഞു നോക്കുന്നത്, ഈ പറഞ്ഞ ഡെമോക്രസിയുടെ സ്പിരിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെ നിന്നാണ്, ഈ പറഞ്ഞിട്ടുള്ള ഒരു പവർ ഷെയറിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു ബി കൺസൾട്ടഡ് ഫോർ ഗവേണിംഗ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞു നോക്കണം. എന്താ പറഞ്ഞു നോക്കുന്നത്, ഈ പറഞ്ഞ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഗവേണിംഗ് പ്രാക്ടീസസിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ഒരു ഭാഗമാവാൻ പറ്റും, ഒരു പാർട്ടിസിപ്പേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് പവർ ഷെയറിംഗ് ഈസ് വാല്യൂബിൾ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള പവർ ഷെയറിംഗിൽ എന്തൊരു കാരണമാവുന്നുണ്ട്, അത് വാല്യൂബിൾ ആയിട്ടൊരു ഒരു ഔട്ട്കമ്മിലേക്ക് എത്തിക്കും അല്ലേ. നല്ല ഡെമോക്രസി, അതായത് ഗുഡ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട് കാരണം. ഗുഡ്
ഡെമോക്രസി. ഫൈൻ, റെഡി. അപ്പോൾ ആ ഒരു കാര്യം മക്കളെ മനസ്സിലേക്ക് എപ്പോഴും ഉണ്ടായി വരിക കേട്ടോ. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നോക്കുന്ന വൈ ഇൻ ഡെമോക്രസി ഷുഡ് പൊളിറ്റിക്കൽ പവർ ഇൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. പീപ്പിൾ ആർ ദി സോഴ്സ് ഓഫ് ഓൾ പവർ. നമ്മളില്ലെങ്കിൽ പവർ ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഇല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ജനാധിപത്യ സമൂഹത്തിൽ ജനങ്ങളില്ലെങ്കിൽ അവിടെ ജനാധിപത്യം ഉണ്ടാവോ? ഒരിക്കലും ഇല്ല. ഇലക്ഷൻ ഇല്ലെങ്കിൽ അവിടെ ജനാധിപത്യം ഉണ്ടാവോ? ഇല്ല. ഓക്കെ, റെഡി, സെറ്റാണ്. എന്താ പറയുന്നത്? ഹനുമാൻ കൈൻഡ്, ഹരി സാർ കൈൻഡ്. റാപ്പ് വേണമെങ്കിൽ ഞാൻ പാടിത്തരാം കേട്ടോ ലാസ്റ്റ്. ഓക്കെ, റെഡി. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ കേട്ടോ മക്കളെ. യെസ് സാർ, ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മാർക്ക് കിട്ടുമോ? ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മാർക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, ഹരി കൺട്രോൾ. ഓക്കെ, ഇനി റിപ്ലൈ കൊടുക്കാം. ഓക്കെ, ഹരിസാറിൻ്റെ മനസ്സിൽ വന്നത് എന്താണോ അത് ചിലപ്പോൾ റിപ്ലൈ ആയിട്ട് നിങ്ങൾ വരില്ല. പക്ഷേ ഹരിസാറിൻ്റെ മുഖത്ത് നിങ്ങൾക്ക് വായിച്ചെടുക്കാം. ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ പഠിക്കുകയാണ്. ഇപ്പോൾ എന്താണ് വാട്ട് യു മീൻ ബൈ പവർ ഷെയറിങ്? അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ പവർ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ സാർ പവർ ഷെയറിങ്, പവർ മീൻസ് പവർ, അത് പവർ, ഇലക്ട്രിസിറ്റി പവർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ പവർ ഉണ്ടല്ലോ. ഷെയറിങ്, അതായത് രണ്ടുപേര് ഒരേപോലെ ഒരു സാധനം എടുത്ത് പൊക്കി കഴിഞ്ഞാൽ പൊങ്ങും. ദാറ്റ് ഈസ് പവർ ഷെയറിങ്. വാവ്, കിട്ടില്ല. ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പവർ ഷെയറിങ് എന്ന് അറിയാണ്ട് എന്താണ് പവർ, അവിടെ ഇലക്ട്രിസിറ്റിൻ്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സാർ പവർ ഉണ്ടല്ലോ, കിട്ടില്ല പവറാ. അതല്ല അവിടെ. അപ്പോൾ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സെനേരിയോ മക്കളെ. എന്താണ് പവർ, ഇവിടെ പവർ ഷെയറിങ് എന്താണെന്ന് മനസ്സിലാക്കണം. ചാപ്റ്റർ എന്താണെന്ന് അറിയണ്ടേ? ചാപ്റ്റർ എന്താണെന്ന് പറഞ്ഞാൽ പവർ ഷെയറിങ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. പറ്റുമോ വെച്ചാൽ ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും എക്കണോമിക്സിൻ്റെയും ഇന്നത്തെ ഈ ലൈവും കൂടെ ഒന്ന് കാണണം കേട്ടോ. കണ്ടു കഴിഞ്ഞിട്ട് കോൺസെപ്റ്റ് എന്താ മനസ്സിലാക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ അപ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, തമാശയായിട്ട് കണ്ടാൽ മതി, റോസ്റ്റിംഗ് ആയിട്ട് കണ്ടാൽ മതി, ആ സെൻസിൽ എടുത്താൽ മതി കേട്ടോ. ഓക്കെ, റെഡി. ഹരി സാറിന് നിങ്ങൾ പേഴ്സണലി അറിയാത്തതുകൊണ്ടുള്ളൊരു ഇതാണ്. ഓക്കെ, എനിവേ റെഡി. അപ്പോൾ പീപ്പിൾ റൂൾ ദംസെൽസ് ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് സെൽഫ് ഗവേണൻസ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് സെൽഫ് ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് ആളുകൾ, ഇപ്പോൾ നമ്മളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അധികാരികളെ ചൂസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മിനിസ്റ്ററീസിലുള്ള മിനിസ്റ്റേഴ്സിനെ നമ്മളാണ് ചൂസ് ചെയ്യുന്നത് അല്ലേ. സ്വാഭാവികമായിട്ട് ഫോർ എക്സാമ്പിൾ നമ്മളെ ഭരിക്കുന്ന ആരാണ്, നമ്മൾ ഇലക്ഷനിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വി ആർ ദി അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും ഓടി വരിക. അപ്പോൾ ഡ്യൂ റെസ്പെക്ട് ഈസ് ഗിവൻ ടു ഡൈവേഴ്സ് ഗ്രൂപ്പ്സ് ആൻഡ് വ്യൂസ് എന്ന് പറഞ്ഞു നോക്കേണ്ട. ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡൈവേഴ്സ് ഗ്രൂപ്പ്സിൻ്റെ ആയിക്കോട്ടെ, ഈ പറഞ്ഞ വ്യൂസ് ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുക, റെസ്പെക്ട് കൊടുക്കും. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓൾ ഹാവ് എ വോയിസ് ഇൻ ഷേപ്പിംഗ് പബ്ലിക് പോളിസീസ്. എല്ലാവരുടെയും വോയിസസിനും എല്ലാവരുടെയും ആശയങ്ങൾക്കും എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് പോളിസി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശക്തിയുണ്ട്, ഒരു പവർ ഉണ്ടെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ഓക്കെ, റെഡി, സെറ്റ്. അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ മക്കളെ മനസ്സിലുണ്ടെങ്കിൽ ഇനി നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഫോംസ് ഓഫ് പവർ ഷെയറിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് നിങ്ങൾ കാണുന്നുണ്ടാവുക. പവർ ഈസ് ഷെയർഡ് അമംഗ് ഡിഫറെൻറ്റ് ഓർഗൻസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഗവൺമെൻറ് ഡിഫറെൻറ്റ് ഓർഗൻസിൽ പവർ ഷെയർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, ജുഡീഷ്യറി ആയിക്കോട്ടെ, ലെജിസ്ലേച്ചർ ആയിക്കോട്ടെ, ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാർ? ലെജിസ്ലേച്ചറിനാണ് നമുക്ക് വേണ്ട നിയമങ്ങളൊക്കെ ഉണ്ടായി വരിക എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, സെറ്റാണല്ലോ, റെഡി. അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരിക, ലെജിസ്ലേറ്റീവ് എന്ന് പറയുമ്പോൾ അത് നിയമങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ്, നിയമനിർമ്മാണ സഭ എന്നാണ് മലയാളത്തിൽ വിളിക്കുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലേക്ക് വരിക. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞത് ഡിസിഷൻ മേക്കേഴ്സ് ആണ്. ഡിസിഷൻ മേക്കേഴ്സ് ഇൻ ദ സെൻസ് ഇവിടെ ഉണ്ടാക്കുന്ന നിയമങ്ങളെല്ലാം നടപ്പിലാക്കുന്ന ആരാ, എക്സിക്യൂട്ട് ചെയ്യുന്ന ആരാ, എക്സിക്യൂട്ടീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വരിക, ഈ പറഞ്ഞിട്ടുള്ള 3 സെക്ടേഴ്സ്, 3 തരത്തിലുള്ള 3 ഓർഗൻസിനെ നമുക്ക് കാണാൻ പറ്റും. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ. ഇതെന്തുകൊണ്ടാണ് സാർ താഴെ എഴുതാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത്. ഓക്കെ, ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ നിയമം ഉണ്ടാക്കുന്ന ആളുകളാണ്, നമ്മൾ ഓൾറെഡി കണ്ടു. ഈ നിയമം നടപ്പിലാക്കുന്ന ആളുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ആണ്. അവർ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് നിയമം നടപ്പിലാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ള കാര്യം, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു നിയമത്തിന് എന്തെങ്കിലും പ്രശ്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ നിയമത്തിൽ പ്രശ്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചിട്ട് അതിൻ്റെ ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ ജുഡീഷ്യറി. ഓക്കെ, റെഡി. സാർ മനസ്സിലാവുന്നില്ല, എന്താണ് മനസ്സിലാവാത്തത് ചോദിച്ചോളൂ. എന്താ മനസ്സിലാവാത്തുള്ളതെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.
സ്പാം ചെയ്യേണ്ട, എന്താണ് മനസ്സിലാവാത്തതെന്നുള്ളത് സാർ ഇതൊന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ പറഞ്ഞുതരാം. ഓക്കെ, റെഡി. ഏത് ഭാഗത്താണ് സാറിന്ന് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ക്ലാരിഫൈ ചെയ്ത് പതുക്കെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഓരോന്ന് എവിടെയൊക്കെ മനസ്സിലാവാത്തുണ്ടോ അതൊക്കെ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, റെഡി, സെറ്റാണ്. ഓക്കെ, ഇനി എൻ്റെ മക്കൾ എന്ത് ചെയ്യാം? ഓക്കെ, സ്കോർ ബോർഡിൻ്റെ അപ്ഡേറ്റ് നമുക്ക് കുറച്ച് നേരത്തേക്ക് നിർത്താം. ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ഒന്ന് സെറ്റാക്കാം. ഓക്കെ, റെഡി. താങ്ക് യു ഫോർ ദാറ്റ്. ഓക്കെ, സെറ്റാണല്ലോ. താങ്ക് യു ഫോർ, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഹരി സാർ എന്താ പറയണതെന്നുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നോക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള, സാർ ഇത് പറഞ്ഞ് എന്തായാലും അവസാനിപ്പിച്ചേക്കാം. ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന നിയമം ഉണ്ടാക്കുന്ന ആളുകളാണ്. ഇത് ഒരേപോലെ ഹൊറിസോണ്ടലി ആയിരിക്കും ഈ പവർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. അതായത് ഈ പറഞ്ഞ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവിനെക്കാട്ടിയും പവർ ഉണ്ടോ? ഇല്ല. എക്സിക്യൂട്ടീവിന് ലെജിസ്ലേച്ചറിനെക്കാട്ടിയും നേരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് യാതൊരു വിധത്തിലുള്ള അപ്പർ ഹാൻഡുകളോ ഇല്ല എന്നുള്ള കാര്യം ചിന്തിക്കുക. ഇവരെല്ലാവരും ഓർഗൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് ആണ്. ഗവൺമെൻറ് ഓർഗൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ആളുകളാണ് ഈ പറഞ്ഞിട്ടുള്ള 3 ഓർഗൻസ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങൾ. അപ്പോൾ ഇതിൽ ഒരാൾക്കും ഒന്നിൻ്റെ മുകളിൽ ഒന്ന് അധികാരമില്ല എന്ന് ചിന്തിക്കുക. ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ഇവരുടെ എന്ത് ചെയ്യുന്നുണ്ടാവുക, പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, വാട്ട് യു മീൻ ബൈ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റണം അധികാരം ഒരേപോലെ വിഭജനം ചെയ്തിട്ടുണ്ട്. പവർ ഡിസ്ട്രിബ്യൂഷൻ ദ സെയിം ലെങ്ത് അല്ലെങ്കിൽ സെയിം വിഡ്ത്തിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ പറഞ്ഞ അധികാരം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിലേക്ക് വരിക. ഫൈൻ, റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. സാറ് ലുക്ക് ആയിട്ടുണ്ട്, താങ്ക് യു. ചേലായിട്ടുണ്ട്, താങ്ക് യു. എല്ലാവർക്കും സാറ് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് ജോക്സ് അപ്പാർട്ട് ആൻഡ് കോംപ്ലിമെൻറ്റ്സ് അപ്പാർട്ട്, ക്ലാസ്സിൽ ശ്രദ്ധിക്കാം കേട്ടോ. നമുക്കിനി ഓക്കെ, ഇനിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എന്താണ് വെർട്ടിക്കൽ പവേഴ്സ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഞാൻ ഇത് പറയുന്നതിന് മുന്നേ ഇവിടെ നിങ്ങൾ പഞ്ചായത്ത് നിന്ന് കണ്ടിട്ടുണ്ടാവും അല്ലേ. അതായത് സെൻട്രൽ ലെവലിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, സെൻട്രൽ ലെവലിൽ എന്താ കാണാൻ പറ്റും, നമുക്ക് സെൻട്രൽ ലെവലിൽ നമുക്കൊരു അധികാരമുണ്ട് അല്ലേ. കേന്ദ്ര മന്ത്രാലയം അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പ്രൈം മിനിസ്റ്റർ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അതായത് നമ്മുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ് സെൻട്രലിൽ ഭരിക്കുന്നത്. അതായത് BJP, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി, അത് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിൽ കാണും. ഇനിവേ സെൻട്രൽ കഴിഞ്ഞിട്ട് താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും എന്തുണ്ട്, അധികാരങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ നമുക്ക് അധികാരങ്ങൾ കാണാൻ പറ്റും. എന്ത് കാണാൻ പറ്റും, നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ അധികാരങ്ങൾ കാണാൻ പറ്റും അല്ലേ. ആണ് സാർ, തെറ്റൊന്നുമില്ല. സ്റ്റേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് വന്നാൽ സ്റ്റേറ്റിൽ ഓരോ ഡിസ്ട്രിക്റ്റുകളുണ്ട് അല്ലേ. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ 14 ഡിസ്ട്രിക്റ്റുകളുണ്ട്. സ്വാഭാവികമായിട്ട് ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന അധികാരങ്ങളുണ്ട്. താഴേക്ക് കേട്ടോ ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, ഡിസ്ട്രിക്ട് എന്നുണ്ട്. അപ്പോൾ ഡിസ്ട്രിക്റ്റിൽ ജില്ലാ പഞ്ചായത്ത് നമുക്കുണ്ട്. സ്വാഭാവികമായിട്ടും അതിന് താഴേക്ക് വന്നാൽ ഡിസ്ട്രിക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓരോ ജില്ലേൻ്റെ അകത്തും നമുക്ക് പഞ്ചായത്തുകളെ കാണാൻ പറ്റും അല്ലേ. നമ്മൾ അതിനെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയും. എന്താ നമ്മളതിനെ വിളിക്കുക, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയാം. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് താഴേക്ക് ഏറ്റവും കൂടുതൽ പവർ ആർക്കുക, സെൻട്രലിൽ. എന്ന് കരുതി സ്റ്റേറ്റിന് പവർ ഉണ്ടോ, പവർ ഉണ്ട്. താഴേക്ക് വരിക, സ്റ്റേറ്റിന് പവർ, സ്റ്റേറ്റിനുള്ളിൽ ആർക്കൊക്കെ പവർ ഉണ്ട്, ഡിസ്ട്രിക്റ്റിന് പവർ ഉണ്ട്. ഡിസ്ട്രിക്റ്റിനുള്ളിൽ ആർക്കൊക്കെ പവർ ഉണ്ട്, LSG, ഈ പറഞ്ഞ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, LCG അല്ല കേട്ടോ, LSG ആണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം ബേസിൽ ജോസഫ് ഏതോ മറ്റേ ഈ പറഞ്ഞിട്ടുള്ള അവാർഡ് മേടിക്കുമ്പോൾ LSG എന്നോ എങ്ങനെന്തോ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. സാറ് കുറച്ച് ചിരിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ LSG എന്നാ പറയുക, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ മക്കളെ മനസ്സിലേക്ക് ഉണ്ടായി വരിക. ഇപ്പം റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ മക്കളെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് നോൺ ആസ് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. എന്താ ഇതിന് പറയാം നമ്മൾ, വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ എന്ന നമ്മൾ സിമ്പിളായിട്ട് അതിനെ വിളിക്കുക, വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. കിട്ടിയോ? കിട്ടി സാർ, വേറെ ഒന്നും ഡൗട്ട് ആ ഭാഗത്തില്ല. സോ അറ്റ് ദിസ് ലെവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, റീജിയണൽ ഗവൺമെൻറ്, മുനിസിപ്പാലിറ്റീസ്, പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും നമുക്ക്. ദിസ് ഇസ് നോൺ ആസ് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ് ഹൊറിസോണ്ടൽ, എന്താണ് വെർട്ടിക്കൽ എന്നുള്ള കാര്യം നന്നായിട്ട് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡിഫറൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ ഇടയിൽ എങ്ങനെയാണ് പവർ ഡിസ്ട്രിബ്യൂഷൻ സ്വാഭാവിക്കുന്നത്. There are different religious and linguistic groups in the country. This type of power sharing gives value to social groups and government administration. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, റിലീജിയസ് ആയിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്, ഭാഷാപരമായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്, മിലിറ്റൻ്റ് ആയിട്ടുള്ള കുറേ ഗ്രൂപ്പുകളുണ്ട്, കമ്മ്യൂണിറ്റി വൈസ് ആയിട്ടുള്ള കുറേ ഗ്രൂപ്പുകളുണ്ട്, കാസ്റ്റ് പരമായിട്ടുള്ള കുറേ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം എന്താ വരുന്നത്, ഇതൊക്കെ പ്രഷർ ഗ്രൂപ്പ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുക. സ്വാഭാവികമായിട്ട് മൈനർ കമ്മ്യൂണിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ അധികാരം ഇങ്ങനെ വെർട്ടിക്കൽ ലെവലിൽ താഴേക്ക് വരുമ്പോൾ ഇൻ ദ ഗ്രാസ് റൂട്ട് ലെവലിൽ നമുക്ക് ഡെമോക്രസിയുടെ ഏറ്റവും അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ് കാണാൻ പറ്റും. അപ്പോൾ അതിനെയാണ് ഈ പറഞ്ഞ പ്രഷർ ഗ്രൂപ്പിൻ്റെ ഇടയിലും അവർക്ക് അതിനുള്ളൊരു സംഭവം ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള പ്രഷർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ മക്കളെ ഈ പറഞ്ഞ ഡെമോക്രസിയിൽ
ഇപ്പോൾ അധികാരങ്ങൾ വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ലിംഗ്വിസ്റ്റിക്, അതായത് ഭാഷാപരമായിട്ടുള്ള കുറച്ച് ആളുകൾ വിചാരിക്കാം. ഇപ്പോൾ നമ്മൾ മലയാളം സംസാരിക്കുന്ന ആളുകളാണ് അല്ലേ, നമുക്ക് എന്തുണ്ട്, മലയാളം സംസാരിക്കുന്ന ഒരു റീജിയൻ ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് കേരളം. ഇനി ഇപ്പം നാളെ ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ എന്ന് പറയാണ്, ഹിന്ദി ഭാഷ സംസാരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഒരു രാജ്യമാക്കണം, ഈ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഭാഷ സംസാരിക്കുന്ന എല്ലാവരും വേറെ വേറെ രാജ്യങ്ങളാക്കി വേറൊരു പ്രദേശങ്ങളാക്കണം. അങ്ങനെ ഡെമോക്രസീനെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ഡെമോക്രസീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് സോർട്ട് ഓഫ് ഗ്രൂപ്പ് എന്താ അറിയപ്പെടുക? പ്രഷർ ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുക. ദാറ്റ് സോർട്ട് ഓഫ് ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരാണ് പ്രഷർ ഗ്രൂപ്പ്. അതായത് ഡെമോക്രസിയുടെ മുകളിൽ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് പ്രഷർ ഗ്രൂപ്പ്സ്. മനസ്സിലായോ? റെഡി. സാർ, എന്താണ് ഗ്രാസ് റൂട്ട് ഡെമോക്രസി? പഞ്ചായത്ത് സെക്രട്ടറി ഇല്ലേ, നിങ്ങളിപ്പം എബ്രോഡ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് സെക്രട്ടറിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളല്ല, നിങ്ങളുടെ പാരൻസ് സെലക്ട് ചെയ്യുന്നുണ്ടോ? അതെന്താണ് ഗ്രാസ് റൂട്ട് ലെവൽ ഓഫ് ഗവൺമെന്റ്. നമ്മളിപ്പോൾ നമുക്കൊരു വീട് വേണം, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ അടുത്ത് ഒരു കമ്പോസ്റ്റ് കുഴീൻ്റെ ഒരു നിർമ്മാണം വേണം. നമ്മൾ നേരെ പ്രധാനമന്ത്രിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കുകയാണോ ചെയ്യുക? അല്ലല്ലോ. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ തൊട്ടടുത്തുള്ള പഞ്ചായത്ത് പോകും, പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് മെമ്പറിനോട് പറയും, എനിക്ക് ഇങ്ങനെ വീട്ടിലൊരു വെള്ളത്തിൻ്റെ പദ്ധതി വേണം, അല്ലെങ്കിൽ കമ്പോസ്റ്റ് കുഴി വേണം, അല്ലെങ്കിൽ എനിക്കൊരു വീട് വേണം, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന, ജനാധിപത്യ സ്വഭാവത്തിലോട് അടുത്ത് നിൽക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഗ്രാസ് റൂട്ട് ലെവൽ ഓഫ് ഡെമോക്രസി എന്നുകൊണ്ട് ഹരിസാർ അതാ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതായത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഡെമോക്രസിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്രാസ് റൂട്ട് ലെവൽ. അതിൻ്റെ ഒരു എന്താ പറയുക, ഏറ്റവും ബെനിഫിറ്റ് ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു പരിപാടി. ഓക്കെ സാർ, ഗ്രാസ് റൂട്ട് ലെവലിൽ ഓക്കെ റെഡി സെറ്റ്. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പവർ ഷെയറിംഗ് എമംഗ് വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. പ്രഷർ ഗ്രൂപ്പ്സും മൂവ്മെന്റ്സിന്റെ കാര്യം വരികയാണെങ്കിൽ പവർ ഷെയർഡ് എമംഗ് ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് റെപ്രസെന്റിംഗ് ഡിഫറെന്റ് ഐഡിയോളജീസ് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ്സ്. ഇതാണ് സാർ പറഞ്ഞത്. പവർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുമ്പോൾ പ്രഷർ ഗ്രൂപ്പ്സ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ഗ്രൂപ്പ്സ് ഓഫ് ട്രേഡേഴ്സ്, ബിസിനസ്മാൻ, ഇൻഡസ്ട്രിയലിസ്റ്റ്, ഫാർമേഴ്സ്, വർക്കേഴ്സ്, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഈ പറഞ്ഞാൽ ഗ്രൂപ്പ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ റെഡി. അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് ചാപ്റ്ററാണ് ഫെഡറലിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം മക്കളെ, ഫെഡറലിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാൻ റെഡി ആണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യാം, സ്പാം ചെയ്യാത്ത രീതിയിൽ ഒരു ഫയർ ഇമോജി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ഓക്കെ, സെറ്റ് ആണല്ലോ. സെറ്റ്. പവറോസ്കി. പിന്നെ മക്കളെ ആ സ്കോർ പറയുന്ന ആളെയൊന്നും കാണുന്നില്ല. സ്കോർ പറയാൻ വേണ്ടിയിട്ടല്ല, അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പവർ ഇമോജിക്ക് ഇടുക. ഹരിസാറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും ഫേവറേറ്റ്സ് ആണ്. എന്നാലും എൻ്റെ മക്കൾ അവിടെ ഉണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു ഫയർ ഇമോജി ഇടാം. ഓക്കെ റെഡി സെറ്റാണ്. അപ്പോൾ എന്താണ് നമ്മൾ സാർ പ്രൂഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ മക്കളെ കുറച്ചും കൂടെ ബെറ്റർ ആക്കുക, ഡെമോക്രസീനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഔട്ട്കംസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഈ പറഞ്ഞുള്ള പ്രൊഡൻഷ്യൽ എന്നും അതുപോലെ തന്നെ സാധനങ്ങൾ നമ്മൾ പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക, നല്ലൊരു ഔട്ട്കം അല്ലേ കിട്ടുക, അതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സ്പാം എന്താണെന്നോ മാധവ മഹാദേവ. ഓക്കെ റെഡി. ആവശ്യമില്ലാത്ത കമൻ്റ് ഒന്നും ഇവിടെ വേണ്ട. ഹരിസാറിൻ്റെ ക്ലാസ്സിൽ ഹരിസാർ പൊളിറ്റിക്സ് പഠിപ്പിക്കുന്ന, SST പഠിപ്പിക്കുന്ന ഒരു ആളാണ്. അത്യാവശ്യം ബേസിക്കലി പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ്. ആവശ്യമില്ലാത്ത കമൻറ്റുകളോ ആവശ്യമില്ലാത്ത സ്പാമിംഗ് ആയിട്ടുള്ള സാധനങ്ങളോ കണ്ടു കഴിഞ്ഞാൽ ഹരിസാർ ഒന്നും നോക്കൂല, കുറച്ച് നേരത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, വെറുതെ കണ്ടിരിക്കാൻ മതി നിങ്ങൾ ലൈവ്. അപ്പം അത് വേണ്ടല്ലോ, നമുക്ക് കമൻറ്റ് ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്തുകൊണ്ട് പഠിച്ചാൽ പോരെ. ഇനി ആവശ്യമില്ലാത്ത സ്പാം ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, അതല്ലല്ലോ അതിൻ്റെ ഒരു ഗുമ്മ്. വേണ്ട, സ്കോർ പറയുന്ന ആളോട് മിണ്ടാട്ടിരുന്നോ. ഓക്കെ, അപ്പോൾ ഫെഡറലിസം ഡെഫിനിഷൻ എന്താണ് നമ്മൾ നോക്കും ഈ ചാപ്റ്ററിൽ. ഫീച്ചേഴ്സ് എന്താ നോക്കും, ടൈപ്സ് ഓഫ് ഫെഡറലിസം എന്താ നമ്മൾ നോക്കും, ഈസ് ഇന്ത്യ എ ഫെഡറൽ കൺട്രി എന്നുള്ള കാര്യം നമ്മൾ നോക്കും. ഹൗ ഈസ് ഫെഡറലിസം പ്രാക്ടീസ് ഇൻ ഇന്ത്യ, ഡീസെൻട്രലൈസേഷൻ ഇൻ ഇന്ത്യ. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കി പോകേണ്ട കാര്യം എന്ന് പറയുന്നത് ഫെഡറലിസത്തിൻ്റെ ഡെഫിനിഷൻ നന്നായിട്ട് നോക്കിയിട്ട് പോകാം കേട്ടോ. ഓക്കെ, അതുപോലെ ടൈപ്സ് ഓഫ് ഫെഡറലിസം നന്നായിട്ട് നോക്കിയിട്ട് പോവാം. ഡീസെൻട്രലൈസേഷൻ ഇന്ത്യ, ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി പോകേണ്ട കാര്യം. അപ്പോൾ ഫെഡറലിസം എന്ന് പറയുന്ന ഒരു ബ്രോഡ് കോൺസെപ്റ്റ് ആണ്. എന്താ പറയുന്നത്, ഒരു ബ്രോഡ് കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ ബ്രോഡ് കോൺസെപ്റ്റ്. അതായത് ഫെഡറലിസം എന്ന് പറയുന്ന ഒരു ചെറിയൊരു സാധനമൊന്നുമല്ല. 2 ലെവൽ ഓഫ് ഗവൺമെൻറ് നമുക്ക് കാണാൻ പറ്റും. അതായത് 2 ലെവൽ ഓഫ് ഗവൺമെൻറ് നമുക്ക് കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും സെൻട്രൽ ലെവലിൽ ഒരു ഗവൺമെൻറ് ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, സ്റ്റേറ്റ് ലെവലിൽ ഒരു ഗവൺമെൻറ് ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ പറയുന്നത്, സെൻട്രൽ ലെവലിൽ ഒരു ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ലെവലിൽ ഒരു ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ മനസ്സിലേക്ക് വരിക, സ്വാഭാവികമായിട്ടും 2 ലെവൽ ഓഫ് ഗവൺമെൻറ്റാണ് നമ്മൾ ഫെഡറലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 ലെവൽ ഓഫ് ഗവൺമെൻറ് ഈസ് നോൺ ആസ് ഫെഡറലിസം. ഓക്കെ റെഡി സെറ്റ്. ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ
ഒന്ന് എംഫസൈസ് ചെയ്ത് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് മാത്രമേ ഞാനോട് പറഞ്ഞുള്ളൂ കേട്ടോ. ഓക്കെ, റെഡി? അപ്പോൾ ആ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഫെഡറലിസം ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് ദ പവർ ഇസ് ഡിവൈഡ് ബിറ്റ്വീൻ എ സെൻട്രൽ അതോറിറ്റി ആൻഡ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂന്റ് യൂണിറ്റ്സ് 2 or more than 2 ടയേഴ്സ്. അതായത് 2 or അതിലധികമോ ടയേഴ്സുകളായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ പറഞ്ഞ അതോറിറ്റീസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ദാറ്റ് ഈസ് നോൺ ആസ് ഫെഡറലിസം. 2 or more ഗവൺമെന്റ്സ്, 2 or more ഭരണ സംവിധാനം, ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും ഉണ്ടായി വരിക. ഇനി നമ്മൾ നോക്കുന്ന കാര്യം യൂണിറ്ററി ഗവൺമെന്റ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? യൂണിറ്ററി ഗവൺമെന്റ് അണ്ടർ ദ യൂണിറ്ററി സിസ്റ്റം either there is only one level of government or the sub units are subordinate to the central government എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള അണ്ടർ ദ യൂണിറ്ററി സിസ്റ്റം, അതായത് ഈ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ യൂണിറ്ററി സിസ്റ്റം, കേന്ദ്ര ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ആ ഒരു സിസ്റ്റത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും there is only one level of government. നമ്മുടെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന എവിടെയായിരിക്കും? സെൻട്രൽ ലെവലിൽ മാത്രമാണ് ചിന്തിക്കുക. സ്വാഭാവികമായിട്ടും ദ സബോർഡിനേറ്റ് ടു ദ സെൻട്രൽ ഗവൺമെന്റ്, ബാക്കി എല്ലാവരും ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്നും കൂടെ നിങ്ങൾ ചിന്തിക്കാം. അപ്പം അതിലെന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലേ? പക്ഷെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കുക. ഈ പറഞ്ഞ യൂണിറ്ററി ഗവൺമെന്റ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന കാര്യങ്ങളാണ്. ഓക്കെ, റെഡി? സാർ മാപ്പ് ഇടുമോ? കലിപ്പ് മോജി 1 2 3 4 5 6 7 8 9 10. താങ്കൾ നമ്മുടെ ചാനലിൽ വീഡിയോൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഹരിസാറ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാപ്പുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പറ്റി വെച്ചുള്ളത് കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് കലിപ്പ് ഇമോജി ഇടാൻ തോന്നുവാണെങ്കിൽ ഒന്നുകൂടെ കലിപ്പ് ഇമോജി ഇടുക. സന്തോഷമുള്ള ഇമോജി ഇടാൻ തോന്നുകയാണെങ്കിൽ ആ കലിപ്പ് ഇമോജി ഇട്ട ആളോടാണ് തിരിച്ച് വന്നിട്ട് ഒരു ചിരിക്കണ ഇമോജിയോ അല്ലെങ്കിൽ ഒരു ലവിൻ്റെ ഇമോജിയോ ഇടണം നിർബന്ധമായിട്ട്. ഓക്കെ, ആ കലിപ്പ് ഇമോജി ഇട്ടതിൻ്റെ ഒരു റെസ്പോൺസ് ആയിട്ട്. ഓക്കെ, അതല്ലേ എൻ്റെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. എന്താണ് ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം? ഈ പറഞ്ഞ ഫെഡറലിസത്തിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ആർ 2 or more levels or tiers of government എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. 2 or അതിലധികമോ ഗവൺമെന്റിന്റെ ടയേഴ്സ് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഡിഫറെന്റ് ടയേഴ്സ് ഓഫ് ദർ ഓൺ ജൂറിസ്ഡിക്ഷൻ ഇൻ സ്പെസിഫിക് മാറ്റേഴ്സ് ലൈക്ക് ലെജിസ്ലേഷൻ, എന്താ പറയുന്നത്? ലെജിസ്ലേഷൻ, നിയമനിർമ്മാണത്തിൽ നമുക്ക് കാണാൻ പറ്റും. ടാക്സേഷൻ, നികുതി, അല്ലേ? ഈ പറഞ്ഞ ടാക്സ് കൊടുക്കുന്ന പരിപാടി. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ കാണാൻ പറ്റും? ഈ പറഞ്ഞ ഫെഡറലിസത്തിന്റെ ഫീച്ചറുകളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യം നിങ്ങളെ മനസ്സിലാക്കി എപ്പോഴും ഓട്ടി വരും. ഓക്കെ, റെഡി, സെറ്റ് ആണല്ലോ. ഓക്കെ, അവിടെ കലിപ്പ് മോജിട്ട ആൾ ഇവിടെ വന്നിട്ട് മറ്റേ ഒരു സാധനം ഇടുന്നില്ലല്ലോ. ഇതാണ് നിങ്ങളെ കാട്ടി ഉത്തരവാദിത്വം ഹരിസാർ ചെയ്യുന്ന പ്രൊഫഷനോടുണ്ട്. സോ ദാറ്റ്സ് വൈ ഐ ആം ഡൂയിങ് ദിസ്, ദാറ്റ്സ് വൈ ഐ ആം പുട്ടിങ് എ വീഡിയോ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാപ്പിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അവിടെ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഐ ആം എന്താ പറയുക, ചെയ്യുന്ന വർക്കിൽ 100% സാറ് പണിയെടുക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ ആ ഒരു കാര്യം ഞാനായിട്ട് കുറക്കൂല, എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യാറുണ്ട് കേട്ടോ. സെറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ലെവൽസ് ആർ സ്പെസിഫൈഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു നോക്കണം. എന്താ പറഞ്ഞു നോക്കേണ്ടത്? ഈ പറഞ്ഞ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അല്ലേ? അധികാര പരിധി ഉണ്ട് ഓരോ സ്ഥലത്തും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, കേരളത്തിനൊരു അധികാര പരിധി ഉണ്ട്. ഈ പറഞ്ഞ കേരളത്തിൻ്റെ ഭൂപടം വിട്ടിട്ട് തമിഴ്നാട്ടിൽ പോയിട്ട് കേരളം പറയാണ് തമിഴ്നാട്ടിൽ ഇനി മുതൽ നാളെ നിങ്ങൾ അവിടെ ആരും എന്ത് ചെയ്യാൻ പാടില്ല, വെള്ളം കൊണ്ടിട്ട് നടക്കാൻ പാടില്ല. കേരളത്തിലുള്ള ആളുകളെ പോലെ എന്ത് ചെയ്യണം, എല്ലാവരും എന്ത് ചെയ്യുക, മലയാളം സംസാരിക്കണം, അല്ലെങ്കിൽ തമിഴ് സംസാരിക്കാൻ പാടില്ല, മലയാളം സംസാരിക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ശരിയാവുമോ? ശരിയാവില്ല. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഓരോ ആളുകൾക്കും ഓരോ ഡിഫറെൻറ്റ് ഗവൺമെൻറ്റ്സിനും ഓരോ ജൂറിസ്ഡിക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ അധികാര പരിധിനുള്ളിൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. ആ അധികാര പരിധിനുള്ളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിയമങ്ങൾ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അല്ലേ? ആണ്. ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. താങ്ക് യു. 200 above. ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഫണ്ടമെന്റൽ പ്രൊവിഷൻസ് കനോട്ട് ബി ചേഞ്ച്ഡ് യൂണിലാറ്ററലി എന്ന് പറഞ്ഞു നോക്കേണ്ടത്. അതായത് ഈ പറഞ്ഞ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അല്ലേ? നമുക്ക് ഫോർ എക്സാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന് കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. സോ ബട്ട് ഫണ്ടമെന്റൽ പ്രൊവിഷൻസ് കനോട്ട് ബി ചേഞ്ച്ഡ് യൂണിലാറ്ററലി. കൺസെന്റ് ഓഫ് ബോത്ത് ദ ലെവൽസ് ഓഫ് ഗവൺമെന്റ് ഈസ് റിക്വയർഡ്. 2 ലെവൽ ഓഫ് ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിന്റെ പെർമിഷൻ ആവശ്യമാണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, അവിടെ ഈ പറഞ്ഞ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പല കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് ഈ പറഞ്ഞ ഇന്ത്യ രാജ്യത്തിന് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ദ സുപ്രീം കോർട്ട് ആക്ട് ആസ് ദ പ്രോബ്ലം സോൾവിംഗ് മെക്കാനിസം. നിങ്ങൾ മനസ്സിലേക്ക് വരിക, 2 രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ ഹരിസാർ, ഇപ്പോൾ 2 രാജ്യം വേണ്ട, ഹരിസാർ ഇപ്പോൾ വേറൊരാളും ഹരിസാറിൻ്റെ അനിയത്തിയും ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണെന്ന് വിചാരിക്കാം. ഞങ്ങൾ ഭയങ്കര അടിയും ബഹളവും ഒക്കെയാണെന്ന് വിചാരിക്കാം. ഞങ്ങളെ പ്രശ്നം പരിഹരിക്കാൻ ആരുടെ താച്ചില്ല. ഞങ്ങളെ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് പരിഹരിക്കാൻ നമ്മളെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഇപ്പം എന്താ പറയുക, നിങ്ങൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ സ്കൂളിൽ രണ്ട് ക്ലാസ്സുകൾ തമ്മിൽ, 2 ക്ലാസ്സിൽ 2 ആളുകൾ തമ്മിൽ ഭയങ്കര അടിയും ബഹളം.
അവൻ എൻ്റെ ചൂലെടുത്തു. അല്ല, ഈ ക്ലാസ്സിലുള്ള ഒരാൾ ഒരു ക്ലാസ്സിൽ ചൂലെടുത്തിട്ട് അല്ലെങ്കിൽ ബ്രൂം എടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുവച്ചു, ആ ക്ലാസ്സിൽ അടിയാക്കി. ഞങ്ങളുടെ ചൂലെടുത്ത് കൊണ്ടുപോകാൻ നിങ്ങളാരാ എന്ന് പറഞ്ഞിട്ട് ഈ ക്ലാസ്സിൽ നിന്ന് ഈ ക്ലാസ്സിലേക്ക് അടിയും ബഹളമായി. ഈ പ്രശ്നം പരിഹരിക്കുന്ന ആരായിരിക്കും? ഈ പ്രശ്നം പരിഹരിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോ ചേച്ചിയോ വന്നിട്ടാണോ സ്കൂളിലെ പ്രശ്നം പരിഹരിക്കുക? അല്ല, സ്കൂളിലെ പ്രശ്നം പരിഹരിക്കാൻ അവിടെ പ്രിൻസിപ്പൾ ഉണ്ട്, നിങ്ങൾ ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ട്. സെയിം സെൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ അമേരിക്കയിലെ ട്രംപേട്ടനാണോ വരിക? ട്രംപേട്ടൻ വന്നിട്ടാണോ ഇവിടെ പരിഹരിക്കുക? അല്ല, ഡൊണാൾഡ് ട്രംപേട്ടൻ വേറെ. അത് അമേരിക്കയിലെ പ്രശ്നം നോക്കിയാൽ മതി. ഇന്ത്യയിലെ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യയിൽ ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥിതിയുണ്ട്, ദാറ്റ് ഈസ് സുപ്രീം കോർട്ട്. എന്താ പറയുക? സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നീതിന്യായ വ്യവസ്ഥിതിയുണ്ട്. ഈ വ്യവസ്ഥിതിയാണ് നമ്മളെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക. അത് എസ്പെഷ്യലി 2 സ്റ്റേറ്റുകളാണെങ്കിൽ ആ 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സുപ്രീം കോടതിയായിരിക്കും പരിഹരിക്കുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക കേട്ടോ. ഫൈൻ, റെഡി ആണല്ലോ? സാർ, ട്രംപ് എല്ലാത്തിലും ഇടപെടും. ആ ചെങ്ങായി കാരണമാണ് ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സോഴ്സസ് ഓഫ് റവന്യൂ ഫോർ ഈച്ച് ലെവൽ ഓഫ് ഗവൺമെൻറ് ആർ ക്ലിയർലി സ്പെസിഫൈഡ് ടു എൻഷുർ ഇറ്റ്സ് ഫിനാൻഷ്യൽ ഓട്ടോണമസ്. അതായത് സാമ്പത്തികപരമായിട്ടുള്ള ഓട്ടോണമസും ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ മനസ്സിലേക്ക് വരിക കേട്ടോ. അതായത് സ്റ്റേറ്റ്, കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഉണ്ട്. ഈ സ്റ്റേറ്റിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് കേരളത്തിലെ ആളുകളായിരിക്കും, അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് ആയിരിക്കും. ബട്ട് ഇൻ ദ സെയിം വേ നമ്മൾ ചിന്തിക്കണം, ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ ഓട്ടോണമസ് ഉണ്ടെന്ന് കരുതിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും കേരളത്തിന് ഇടപെടാൻ പറ്റുമോ? ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ ഇല്ല, പറ്റൂല. അവിടെ എന്താ സംഭവിക്കുക? അവിടെ സംഭവിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റും കൂടെ അതിൽ പങ്കാളിയായിരിക്കും. അതായത് ടാക്സ്, ഈ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞ ടാക്സ് ഉണ്ട്. ഓക്കെ, എന്താ പറയുക, നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചതാണ് ഡയറക്റ്റ് ടാക്സ്. നേരിട്ട് നമ്മൾ കൊടുക്കുന്ന ആദായ നികുതി എന്ന് പറയാം. ഇത് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്, അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കില്ല. ഓക്കെ, അപ്പോൾ ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവും. ഇത് നിങ്ങളുടെ ടാക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്, ഇത് നമ്മുടെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് എന്ന് പറഞ്ഞുള്ള സംഭവം. താങ്ക് യു ഫോർ ദ അപ്ഡേറ്റ്. ഓക്കെ, റെഡി. ഓക്കെ, ഫൈൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഫെഡറൽ സിസ്റ്റത്തിന് 2 ഒബ്ജക്റ്റുകളുണ്ട്. എന്താ പറയുന്നത്? 2 ഒബ്ജക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും ഫെഡറൽ സിസ്റ്റത്തിന്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ടു സേഫ് ഗാർഡ്, ഈ പറഞ്ഞിട്ടുള്ള 2 ഒബ്ജക്ട്സ്. ഒന്നാമത് ടു സേഫ് ഗാർഡ് ആൻഡ് പ്രൊമോട്ട് യൂണിറ്റി ഓഫ് കൺട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള കൺട്രിയുടെ ഐക്യം, യൂണിറ്റി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫെഡറൽ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് കേന്ദ്രത്തിന് മാത്രമല്ല സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഒരു ഐക്യം, യൂണിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ സംഭവം ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഓക്കെ, റെഡി, സെറ്റ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് ടു അക്കോമഡേറ്റ് റീജിയണൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു. എന്താ പറയുന്നത്? ഓരോ സ്ഥലങ്ങളിലുള്ള റീജിയണൽ ഡൈവേഴ്സിറ്റീനെ കൃത്യമായിട്ടുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യുക. അവരുടെ ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള തമിഴ്, പഞ്ചാബിലെ പഞ്ചാബികൾ, ഗുജറാത്തിലെ ഗുജറാത്തികൾ, മഹാരാഷ്ട്ര ഇപ്പോൾ ഒഡീഷയിലെ ഒഡീഷികൾ. അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യുക, ഡൈവേഴ്സിറ്റീനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യ കൊണ്ടുവന്നുള്ള ഒരു നയം എന്ന് പറയുന്നത്. ഡ്യൂറേഷൻ അറിയില്ലടാ, സത്യമായിട്ട് സാറിന് അറിയില്ല. 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ളൂ, ഇനി 3 ചാപ്റ്ററും കൂടെ തീരാനുണ്ട്. ഐ ഡോണ്ട് നോ എപ്പോഴത് തീരാന്നുള്ളത്. ഓക്കെ, റെഡി. അപ്പം ഇനി നമ്മൾ നോക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഫെഡറലിസം എന്ന് പറഞ്ഞ സാധനമുണ്ട്. എന്താ പറയുന്നത്? ഈ പറഞ്ഞിട്ടുള്ള ടൈപ്സ് ഓഫ് ഫെഡറലിസത്തിൽ കമ്മിങ് ടുഗദർ ഫെഡറേഷൻ ഉണ്ട്, ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരിക, കമ്മിങ് ടുഗദർ ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ഫെഡറേഷൻ, ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ USA എടുക്കുകയാണെങ്കിൽ USA എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നാണ് അറിയപ്പെടുന്നത്, അല്ലേ? എന്താ അറിയപ്പെടുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നാണ് USA അറിയപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ഫിലാഡൽഫിയ, ജോർജിയ, അല്ലെങ്കിൽ അറ്റ്ലാന്റ, കാലിഫോർണിയ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പോർട്ട്ലൻഡ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറഞ്ഞിട്ടുള്ള USA എന്ന് പറയുന്നത്. അതെല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ടാ ഈ പറഞ്ഞ വിവിധ ഓരോ സ്റ്റേറ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് വന്ന് കൂടിയിട്ടാണ് എന്ത് പറയുന്നത്, USA എന്ന് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരിക, കമ്മിങ് ടുഗദർ മീൻസ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് കമ്മിങ് ടുഗദർ ടു ഫോം എ യൂണിറ്റി, അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടായി വരിക എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ട്. ഇനി ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ ഉണ്ട്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്താ പറയണത്? ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾഡിംഗ് ടുഗദർ എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള റീജിയൻസ് ഉണ്ടാവും. ആ റീജിയൻസിന് എന്ത് ചെയ്യുക, ഒരുമിച്ച് ഹോൾഡ് ചെയ്ത് നിർത്തുക. ഓക്കെ, അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരില്ല. ഇപ്പം നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇന്ത്യയിൽ കേരളം, തമിഴ്നാട്, അതൊക്കെ ഓരോ രാജ്യങ്ങളാണെങ്കിൽ
ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? സെനേറിയോ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഈ പറഞ്ഞ എല്ലാ ഡിഫറെൻറ്റ് റീജിയൻസിനെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റീസിനെയും ഒരുമിച്ച് ഒരൊറ്റ കീഴിൽ അല്ലെങ്കിൽ ഒരൊറ്റ സ്റ്റേറ്റിൻ്റെ കീഴിൽ ഒരൊറ്റ ടാഗ് ലൈനിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നതിനാണ് ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, എന്താണ് കമ്മിങ് ടുഗെദർ, എന്താണ് ഹോൾഡിംഗ് ടുഗെദർ എന്നുള്ളത്, എന്താണ് കമ്മിങ് ടുഗെദർ, എന്താണ് ഹോൾഡിംഗ് ടുഗെദർ എന്നുള്ള കാര്യം നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെച്ചോളൂ മക്കളെ. USA-യും ഇന്ത്യയുടെയും എക്സാമ്പിൾസും കൂടെ ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, റെഡി, സെറ്റ് ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നോക്കുന്ന കാര്യം വാട്ട് മേക്സ് ഇന്ത്യ എ ഫെഡറൽ സ്റ്റേറ്റ്. ഇന്ത്യയെ എങ്ങനെയാണ് ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്നുള്ളത്. അപ്പോൾ 3 ടയർ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഈ പറഞ്ഞ സെൻട്രലിൽ നമുക്ക് കാണാൻ പറ്റും, സ്റ്റേറ്റിൽ കാണാൻ പറ്റും, ലോക്കൽ ലെവലിൽ കാണാൻ പറ്റും. സെൻട്രൽ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ്, പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഈ പറഞ്ഞ സെൻട്രൽ സ്റ്റേറ്റ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് അവിടെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റീസ് ആയിട്ട് കാണാൻ പറ്റും. മുനിസിപ്പാലിറ്റീസ് ഇൻ ദി അർബൻ ഏരിയ, ഈ പറഞ്ഞിട്ടുള്ള പഞ്ചായത്ത് ഇൻ ദി റൂറൽ ഏരിയ. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലേക്ക് വരിക കേട്ടോ. സോ ബൈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ബിറ്റ്വീൻ 3 ലിസ്റ്റ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ അധികാരത്തിന്റെ വിഭജനം നടക്കുന്നത് 3 പ്രധാനപ്പെട്ട ലിസ്റ്റുകളുടെ ബേസിലാണ്. എന്താ നടക്കുന്നത്? 3 പ്രധാനപ്പെട്ട ലിസ്റ്റുകളുടെ ബേസിൽ. നിങ്ങൾ എല്ലാവരും ഇത് കേട്ടിട്ടുണ്ടാവുമായിരിക്കും. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട്. ഇതൊന്നും പെടാതെ വേറൊരു ലിസ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് റെസിജ്വറി ലിസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റ്. റെസിജ്വറി പവേഴ്സ് എന്ന് പറഞ്ഞ പവേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വരിക, യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റിൽ ഏകദേശം ഒരു 90 സംതിങ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഉള്ള കറണ്ട് ലിസ്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എനിവേ, യൂണിയൻ ലിസ്റ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ആ ഒരു പവറിൽ ഡിസിഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, മിലിറ്ററി, ഇന്ത്യൻ മിലിറ്ററി എന്ന് പറയുന്നത് കേരളത്തിന് എടുക്കാൻ പറ്റുന്ന ഡിസിഷനാണോ, തമിഴ്നാടിന് എടുക്കാൻ പറ്റുന്ന ഡിസിഷനാണോ? ഒരിക്കലും അല്ല. അത് എടുക്കാൻ പറ്റുന്നത് ഓൺലി അത് സെൻട്രൽ ഗവൺമെൻറ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ആ ഡിസിഷൻ. ന്യൂക്ലിയർ പവർ, അതായത് നമ്മുടെ ആണവോർജ്ജം, ന്യൂക്ലിയർ പവർ, ആ ഡിസിഷൻ ആർക്ക് എടുക്കാൻ പറ്റും? സെൻട്രൽ ഗവൺമെന്റ് മാത്രമേ എടുക്കാൻ പറ്റൂ. ഇന്ത്യൻ റെയിൽവേ, അത് ആരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ? ഈ പറഞ്ഞ ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ട് മാത്രമേ. ഇന്ത്യൻ ഗവൺമെന്റ് ഇൻ സെൻസ് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ട് പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദി പവർ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് വെൻ കംസ് ടു യൂണിയൻ. ഓക്കെ, യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റിലെ അധികാരങ്ങൾ നോക്കുമ്പോൾ. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോറസ്റ്റ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കേരള പോലീസിൻ്റെ ഡിസിഷൻ എടുക്കുക കേരള ഗവൺമെൻറ് ആണ്, അല്ലാതെ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കില്ല അല്ലേ? കേരള പോലീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരളത്തിലെ അഗ്രികൾച്ചർ ഫോറസ്റ്റ് ഉണ്ട്, അത് കേരളത്തിലെ ഫോറസ്റ്റ് ആണെങ്കിൽ കേരളത്തിന് ഡിസിഷൻ എടുക്കാം ആ കാര്യത്തിൽ. അപ്പോൾ അതൊക്കെയാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരിക. ഇനി കൺകറന്റിൽ വരുമ്പോൾ, കൺകറന്റ് ലിസ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക 2 പേർക്കും ഒരേപോലെ അധികാരമുണ്ട്. ഫോർ എക്സാമ്പിൾ, എഡ്യൂക്കേഷൻ്റെ കാര്യം വരികയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനത്തിൽ എഡ്യൂക്കേഷൻ നയം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പോളിസി സെൻട്രൽ ഗവൺമെൻറ്റും കൊണ്ടുവരാം, സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മൾ എന്ത് പഠിപ്പിക്കണം എന്നുള്ള കാര്യം നമുക്കും കൊണ്ടുവരാം. അപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് സ്വാഭാവികമായിട്ടും കൺകറന്റ് ലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ യൂണിയൻ ലിസ്റ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ ഒന്നുകൂടെ പറയാം. ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ യൂണിയൻ ലിസ്റ്റിൻ്റെ കാര്യമായിട്ട് വരുന്നതാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ കേസ് വരികയാണെങ്കിൽ പോലീസ്, അഗ്രികൾച്ചറാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരിക. സ്വാഭാവികമായിട്ട് കൺകറന്റ് ലിസ്റ്റിന് വരികയാണെങ്കിൽ എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, പ്രൊവൈഡിങ് സ്പെഷ്യൽ സ്റ്റേറ്റസ് ടു സർട്ടൺ സ്റ്റേറ്റസ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന കാര്യമാണ് കേട്ടോ. എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ് മാത്രം നിങ്ങൾ അവിടെ എന്ത് ചെയ്യാം, ഒന്ന് ആലോചിച്ച് വെക്കുക. ഫൈൻ, റെഡി, സെറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഫണ്ടമെന്റൽ പ്രൊവിഷൻസ് കനോട്ട് ബി ചേഞ്ച്ഡ് യൂണിലാറ്ററലി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഫണ്ടമെന്റൽ പ്രൊവിഷൻസ് നമുക്ക് പെട്ടെന്നൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ ഓരോ അധികാര പരിധിയിൽ ഫണ്ടമെന്റൽ പ്രൊവിഷൻസ് പെട്ടെന്നൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് വരിക. ഇനി റാറ്റിഫിക്കേഷൻ ബൈ ലെജിസ്ലേച്ചർ അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദി ടോട്ടൽ സ്റ്റേറ്റ് ഈസ് റിക്വയർഡ്. അതായത് സംസ്ഥാനങ്ങളുടെയും ആ സംസ്ഥാനങ്ങളുടെ പകുതിയും കൂടുതലായിട്ടുള്ള അനുമതി ഉണ്ടെങ്കിലേ ചില കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കാം. സുപ്രീം കോടതി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു ഫൈനൽ വേർഡിക്റ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അമ്പയറിനെ പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇനി ഹൗ ഈസ് ഫെഡറലിസം പ്രാക്ടീസ്ഡ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്, ഈ പറഞ്ഞ ഫെഡറലിസം എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ആർ നെസസറി ഫോർ ദ അൺസക്സസ്ഫുൾ ഫെഡറലിസം എന്ന് പറഞ്ഞു നോക്കേണ്ടത്. ഈ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് നെസസറി ഫോർ ദ അൺസക്സസ്ഫുൾ ഫെഡറലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളെ മനസ്സിലേക്ക് വരിക, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നടപ്പിലായില്ലെന്ന് വിചാരിക്കും. ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാവുന്നില്ല എന്ന് വിചാരിക്കുക. അതെന്തിലേക്ക് നയിക്കും, ഈ പറഞ്ഞിട്ടുള്ള അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഫെഡറലിസത്തിന് നയിക്കും. അപ്പോൾ ഇത് കൃത്യമായിട്ട് നടപ്പാവുന്നുണ്ടെങ്കിൽ, അതായത് ഈ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പവേഴ്സ് കൃത്യമായിട്ടുള്ള രീതിയിൽ നടപ്പാവുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഫെഡറലിസത്തിന് എക്സാമ്പിൾ ആണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ,
Ready. But also the real success of federalism in India can be attributed to the nature of democratic politics in country. ഈ പറഞ്ഞ നമ്മുടെ രാജ്യത്ത് ഒരു കൃത്യമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് നടക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് എന്തിൻ്റെ ഭാഗമാണ്? റിയൽ സക്സസ് ഓഫ് ഫെഡറലിസം എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക കേട്ടോ. അപ്പോൾ അത് കിട്ടി. ഇനി നമ്മൾ നോക്കുന്ന ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സിൻ്റെ കാര്യമുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്, നിങ്ങൾക്കറിയോ ഏതാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ബേസിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതാണ് നമ്മൾ തൊട്ടടുത്തതായിട്ട് കാണാൻ പോകുന്നത്. ഈ പറഞ്ഞിട്ടുള്ള നോ സ്റ്റേറ്റസ്, എന്താ പറയുന്നത്? നോ സ്റ്റേറ്റസ് നാഷണൽ ലാംഗ്വേജ്. നമുക്കറിയാം നമുക്കൊരു നാഷണൽ ലാംഗ്വേജ് ഉണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലും ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹേ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഹരിസാറിൻ്റെ ക്ലാസ്സിൽ നിങ്ങളെ ഞാൻ പഠിപ്പിക്കും ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ നഹി ഹേ. നഹി എന്ന് പറഞ്ഞാൽ നഹി. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരിക, ഹിന്ദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് അല്ല. ഇന്ത്യക്ക് നാഷണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജേ ഇല്ല. ഓക്കെ, അണ്ടർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം 22 ഭാഷകളുണ്ട്. ഓക്കെ, 22 ഭാഷകളോളം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വരിക, ഈ പറഞ്ഞിട്ടുള്ള നാഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് 22 ലാംഗ്വേജ് സ്കെഡ്യൂൾ 8 കാണാൻ പറ്റും. നമുക്ക് ഈ പറഞ്ഞ സ്കെഡ്യൂൾ 8 നമുക്ക് ഈ പറഞ്ഞ ഭാഷകളെ കാണാൻ പറ്റുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നമുക്ക് നാഷണൽ ലാംഗ്വേജ് ഉണ്ടോ? ഒരിക്കലും ഇല്ല, നമുക്ക് നാഷണൽ ലാംഗ്വേജ് ഇല്ല. പക്ഷേ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. എന്തുണ്ട്? നമുക്ക് ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ മനസ്സിലേക്ക് വരും. നമുക്ക് എന്തുണ്ട്? ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതൊക്കെയാ? ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്. എന്തുണ്ട്? ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്. അല്ലാതെ ഹിന്ദി ഏകദേശം 44% ആളുകൾ ഹിന്ദി ഭാഷ ഇന്ത്യയിൽ സംസാരിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയായിട്ട് എവിടെയും ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലും പറയുന്നില്ല എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക കേട്ടോ. ഓക്കെ, ഇനി ഈ പറഞ്ഞ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ്റെ കേസ് വരികയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഷിഫ്റ്റ് ആഫ്റ്റർ 1990s എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഷിഫ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഗ്രോയിങ് പവർ ഓഫ് റീജിയണൽ പാർട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഒരു റീജിയണൽ പാർട്ടീസിൻ്റെ ഗ്രോയിങ് പവറൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. നേരത്തെ ഞാൻ ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഭാഷാ അടിസ്ഥാനത്തിൽ ലിംഗ്വിസ്റ്റിക് ബേസിൽ ലാംഗ്വേജിന്റെ ബേസിൽ ഉണ്ടായിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ് ഏതാണ് ഇന്ത്യയിൽ? ആർക്കെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഞാനൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ദിസ് മാൻ ഈസ് നോൺ ആസ് പോറ്റി ശ്രീരാമുലു. ഓക്കെ, അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലേ, നമുക്ക് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ഉണ്ട്. ആന്ധ്രാപ്രദേശ് രൂപീകരണം കൊള്ളിക്കുന്ന വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പോറ്റി ശ്രീരാമുലു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. സ്വാഭാവികമായിട്ടും ഇദ്ദേഹം നിരാഹാര സമരം കടന്ന് മരിച്ചതിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചതിൻ്റെ ബേസിസിലേക്കാണ് എന്ത് വന്നിട്ടുള്ളത്? ആന്ധ്രാപ്രദേശ് രൂപം കൊണ്ടിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ഓക്കെ, റെഡി. അപ്പം അങ്ങനെയാണെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് ഇന്ത്യയിലെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ? സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരിക മക്കളെ, ഒറ്റ സെക്കൻഡ്. യെസ്, നിങ്ങളുടെ മനസ്സിലേക്ക് വരിക ഈ പറഞ്ഞിട്ടുള്ള ഓക്കെ ഡൺ ക്ലോസ്. ഓക്കെ, വെൻ പവർ ഈസ് ടേക്കൻ അവേ ഫ്രം സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, അതായത് ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്നു ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്നു പവർ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ലോക്കൽ ഗവൺമെൻറ്റിന് അധികാരം കൊടുക്കുന്നത്, അതായത് ഇവർ മാത്രമല്ല ലോക്കൽ ഗവൺമെൻറ്റും അധികാരം കൊടുക്കുന്നുണ്ട്, അധികാരമുണ്ട് എന്ന് പറയുന്ന ഒരു പരിപാടിക്കാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് നമ്മൾ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചത്. എന്താണ് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? ദേ സാധനം അധികാരം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നില്ല, എല്ലാത്തിലേക്കും ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? ഡീസെൻട്രലൈസ് ചെയ്തിട്ട് ഇറങ്ങി വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ മനസ്സിലേക്ക് അറിഞ്ഞിരിക്കുക. ഓക്കെ, റെഡി? യെസ്, എന്താണ് പറയുന്നത്? സാർ, വീട്ടിൽ പുതിയ അതെയോ? ഏതാ കളറ്? വെളുത്ത കളറോ കറുത്ത കളറോ? അതോ പുള്ളി ഉള്ളതാണോ പുള്ളി ഇല്ലാത്തതാണോ? പൂച്ചേൻ്റെ കളറ് ആൺപൂച്ചയാണോ പെൺപൂച്ചയാണോ? എത്ര വയസ്സുണ്ടാവും? 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ്? പഠിക്ക്, മറ്റന്നാൾ എക്സാമാ, SSTൻ്റെ എക്സാമാ, അത് മനസ്സിലുണ്ടാവും കേട്ടോ. ഓക്കെ, ആ ഒരു സെൻസിലിരിക്കേ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചാറ്റ് ബോക്സിൽ വന്നിട്ട് ബാക്കിയുള്ള ആളുകളെയും കൂടെ എന്ത് ചെയ്യരുത്? കൺഫ്യൂഷൻ ആക്കരുത്. ഓക്കെ, ബുദ്ധിമുട്ടിക്കലല്ല, കൺഫ്യൂഷൻ ആക്കരുത്. അപ്പോൾ അവർ ചിന്തിക്കും ഏത് പൂച്ചയാണ് വന്നത്? ഹരിസാർ ഇപ്പോൾ ചോദിച്ചില്ലേ, അതേപോലെ അവരെ ഉള്ളിലും വരും. അതേ ചെയ്തിട്ട് അത് ഒഴിവാക്കുക. നമ്മൾ മറ്റന്നാൾ എക്സാം അല്ലേ, പഠിക്കുക, അതിനായി കോൺസെൻട്രേഷൻ കൊടുക്കുക. പൂച്ചേൻ്റെ നിറവും പൂച്ച വന്നു എന്നും ഓക്കെ എനിക്ക് മനസ്സിലാവും. വീട്ടിൽ പൂച്ച വന്നാൽ, പൂച്ചേനെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ വീട്ടിലൊരു പുതിയ പൂച്ച വന്നു കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. ഹരിസാറിൻ്റെ വീട്ടിലൊരു പട്ടിക്കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഹരിസാറിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സാഹചര്യം അതല്ല. മറ്റന്നാൾ എക്സാമാണ്. എക്സാം കഴിഞ്ഞിട്ട് ഹരിസാറിനോട് പറഞ്ഞോളൂ, ഹരിസാർ ചോദിക്കാം, ഞിഞ്ഞിരി വാവേ ചെഞ്ചിരി വാവേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ കൊഞ്ചിക്കാം. പക്ഷേ പഠിക്കും, ഇപ്പം പഠിക്കും, അതിനാണ് കാര്യം.
ഓക്കെ റെഡി. അപ്പോൾ അങ്ങനെയാണ് ദ മേജർ സ്റ്റെപ്പ് വാസ് ടുവേഴ്സ് ഡീസെൻട്രലൈസേഷൻ വാസ് ടേക്കൺ ഇൻ 1992 എന്ന് പറഞ്ഞു നോക്കുന്നത്. ഏകദേശം 1992 ഈ ഡീസെൻട്രലൈസേഷൻ്റെ ഒരു ആദ്യ രൂപങ്ങളൊക്കെ നമ്മൾ കാണുക എന്നുള്ള കാര്യം നിങ്ങളെ മനസ്സിലേക്ക് വരിക കേട്ടോ. അപ്പോൾ എ കോൺസ്റ്റിറ്റ്യൂഷണലി മാൻഡറ്ററി ടു ഹോൾഡ് എ റെഗുലർ ഇലക്ഷൻ ടു ലോക്കൽ ഗവൺമെൻറ് ബോഡീസ് എന്ന് പറഞ്ഞു നോക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള ലോക്കൽ ഗവൺമെൻറ് ബോഡീസിലേക്കുള്ള ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഭാഗമായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞുതരാം. സാർ ഞാൻ 10ാം ക്ലാസ്സിലില്ല. 10ാം ക്ലാസ്സിലല്ലേ? +1 +2 എങ്ങനെയുണ്ട് അവിടെ ഇപ്പോൾ കാലാവസ്ഥ? എങ്ങനെയുണ്ട്? മഴയുണ്ടോ? ചൂടുണ്ടോ? വെയിലുണ്ടോ? 10ാം ക്ലാസ്സിലല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ലൈവ് ഇരുന്ന് കാണുന്നത്? 10ാം ക്ലാസ്സിലല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ? ഫ്ലാറ്റ് മാറിപ്പോയിനോ? ഇത് CBSE എക്സാം വിന്നർ CBSE 10ന്റെ SSTന്റെ പൊളിറ്റിക്സിൻ്റെ ലൈവാണ്. ഓക്കെ ഫ്ലാറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ ആ ഫ്ലാറ്റ് നോക്കി കയറും കേട്ടോ. 12B സ്കൈലൈൻ അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം, പോയി കയറിക്കോ. ഓക്കെ റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നോക്കുക. റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ SC ST ആൻഡ് OBC എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള SC STക്ക് OBCക്ക് റിസർവേഷനും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണെന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. അറ്റ് ലാസ്റ്റ് ഈ പറഞ്ഞിട്ടുള്ള 1/3 ഓഫ് ഓൾ പൊസിഷൻസ് ആർ റിസർവ്ഡ് ഫോർ വുമൺ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് 1/3 പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ റെഡി. ക്രിയേഷൻ ഓഫ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? ക്രിയേഷൻ ഓഫ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംസ്ഥാന തലത്തിൽ എന്തുണ്ട്, ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാട്ടോ. റെഡി, സെറ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം. ഓക്കെ റെഡി. സാർ കുട്ടികളുടെ മോഹന അറിയുമോ? എൻ്റെ പൊന്നു. റെഡി. എനിക്ക് പഠിക്കാണ്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നവരോട് എപ്പോഴും ഒരു സാധനം ഉള്ളിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വന്നിരിക്കുന്നവരാണെങ്കിൽ എൻ്റെ മക്കൾ എല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, വെറുതെ ആവശ്യമില്ല സ്പാം ചെയ്യില്ല, ദയവ് ചെയ്തിട്ട്. ഓക്കെ, നമുക്കിനി ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഹരിസാറും കുറച്ച് ഫ്രീ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ലാസ്റ്റ് സെഷനാണ് നമ്മുടെ SSTൻ്റെ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫ്രീ ആവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ സ്പാം ചെയ്യുന്നവരൊക്കെ ദൂരെ എടുത്ത് എറിഞ്ഞാണ് ഞാൻ. പക്ഷേ ഇത് ലാസ്റ്റ് ക്ലാസ്സാണ്, ഒന്ന് റിലാക്സ് ആയിട്ട് നിങ്ങൾ കാണുക. കാരണം നാളെ നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആവും ഞാൻ. അപ്പം ഇന്ന് കാണുന്ന ഈ ഹരിസാർ ആയിരിക്കില്ല, ചിലപ്പോൾ നാളെ നിങ്ങൾ കാണുന്ന ഹരിസാർ ഉണ്ടാവുക കുറച്ചുകൂടെ സീരിയസ് ആയിരിക്കും. ബിക്കോസ് ഒന്ന് റിലാക്സ് ആയിട്ട് പഠിച്ചോളൂ എന്ന് കരുതിയിട്ട് ദയവ് ചെയ്തൊരു ആവശ്യമില്ലാത്ത സ്പാമിങ്ങിലേക്ക് പോവാതിരിക്കുക. ഓക്കെ റെഡി. അപ്പം ദ സ്റ്റേറ്റ് ഗവൺമെൻറ് റിക്വയർഡ് ടു ഷെയർ സം പവർ ആൻഡ് റവന്യൂ വിത്ത് ലോക്കൽ ഗവൺമെൻറ് ബോഡീസ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, പവർ ഷെയർ ചെയ്യുന്നുണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുമായിട്ട് പവർ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കാം. ഇനി റൂറൽ ലോക്കൽ ഗവൺമെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള പഞ്ചായത്ത് രാജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ, പഞ്ച് ആൻഡ് സർപഞ്ച് ആയിക്കോട്ടെ, ഗ്രാമസഭ ആയിക്കോട്ടെ, ഇത് ഓരോന്നും തന്നെ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഡീസെൻട്രലൈസേഷൻ്റെ ഭാഗമായിട്ട് കാണുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് വരിക. പഞ്ചായത്ത് രാജ് ആയിക്കോട്ടെ, ഗ്രാമപഞ്ചായത്തോടെ 73rd 74th അമെൻമെൻ്റ് ഒക്കെയാണ് കേട്ടോ. പഞ്ചായത്ത് രാജും ഗ്രാമപഞ്ചായത്തൊക്കെ നമ്മൾ കാണുന്നുണ്ടാവുക. കോൺസ്റ്റിറ്റ്യൂഷനിലെ 73, 74 അമെൻമെൻറ്റുകൾ പ്രകാരമൊക്കെയാണ് നമ്മൾ പഞ്ചായത്ത് രാജും അല്ലെങ്കിൽ പറഞ്ഞ നഗരപാലിക എന്ന് പറഞ്ഞ അർബൻ ഏരിയകളിലൊക്കെ നമ്മൾ അവിടെ നിന്നാണ് കാണുക. അതൊരു എക്സ്ട്രാ നോളജ് ആയിട്ട് സാർ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പഞ്ചായത്ത് സമിതി ആൻഡ് ബ്ലോക്ക് മണ്ഡലം എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. മെമ്പേഴ്സ് ആർ ഇലക്റ്റഡ് ബൈ ഓൾ ദ പഞ്ചായത്ത് മെമ്പേഴ്സ് ഇൻ ദാറ്റ് ഏരിയ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള മെമ്പേഴ്സിന് എന്ത് ചെയ്യുന്നു, ആ ഒരു ഏരിയയിലുള്ള ആളുകളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇലക്ട് ചെയ്യുന്നുണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക. ഓക്കെ റെഡി. സ്വാഭാവികമായിട്ടും ജില്ലാ പരിഷത്ത് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള നഗരമാർഗം അർബൻ ഏരിയാസിലുള്ള കുറച്ച് മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള MLA, MP ആൻഡ് ഒഫീഷ്യൽ ഡിസ്ട്രിക്ട് ആർ ഇറ്റ്സ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ജില്ലാ പരിഷത്ത് ചെയർപേഴ്സൺ ഈസ് ദി പൊളിറ്റിക്കൽ ഹെഡ് എന്നും കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താ പറഞ്ഞു വെക്കുന്നത്, ഈ പറഞ്ഞുള്ള ജില്ലാ പരിഷത്തിൻ്റെ ഹെഡായിട്ട് നമ്മൾ ചെയർപേഴ്സൺ ആയിരിക്കും കാണുക എന്നുള്ള കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. യെസ്, ഡിസ്ട്രിക്ട് ജില്ലാ പരിഷത്ത്, അതായത് ഈ പറഞ്ഞിട്ടുള്ള അർബൻ ഏരിയാസിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക്, സാധാരണ പഞ്ചായത്ത് ലെവലല്ല, കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് വരുന്നതിനാണ് നമ്മൾ ജില്ലാ പരിഷത്ത് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിസ്ട്രിക്ട് ലെവൽ. യെസ്, കറക്റ്റാണ്. ലോക്കൽ ഗവൺമെൻറ് ബോഡീസ് എക്സിസ്റ്റ് ഫോർ അർബൻ ഏരിയാസ് എന്ന് പറഞ്ഞു വെക്കുന്നത്. എന്താ പറഞ്ഞു വെക്കുന്നത്, മുനിസിപ്പാലിറ്റീസ് ഇൻ ടൗൺസ്, മുനിസിപ്പാലിറ്റീസ് ചെയർപേഴ്സൺ, പൊളിറ്റിക്കൽ ഹെഡ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഇൻ ബിഗ് സിറ്റീസ്, മേയർ, പൊളിറ്റിക്കൽ ഹെഡ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻസ് ആയിക്കോട്ടെ, ഇൻ ബിഗ് സിറ്റീസ് മേയർ, പൊളിറ്റിക്കൽ ഹെഡ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കാം. ഇനി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് കേസിൽ വരികയാണെങ്കിൽ
There are now about 36 lakh elected representations in the panchayats and municipalities etc. all over the country എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 36 ലക്ഷം ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ പറഞ്ഞ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഒറ്റ സെക്കൻഡ് മക്കളെ, ഹരി സാറ് ഷെമിയുടെ നെല്ലിപ്പടിക കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് ചെയ്തില്ലെങ്കിൽ ഹരി സാറിന് സമാധാനം കിട്ടില്ല. ആവശ്യമില്ലാത്ത ചിഹ്നങ്ങളോ ആവശ്യമില്ലാത്ത സംസാരങ്ങളോ ഭാഷാ പ്രയോഗങ്ങളോ ഹരിസാറിൻ്റെ ലൈവിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അത് എൻകറേജ് ചെയ്യില്ല. അപ്പോൾ ചുമ്മാ ഇരുന്ന് കുറച്ച് നേരം കണ്ടോളൂ കേട്ടോ, അത് ആരാണെങ്കിലും. ഓക്കെ, റെഡി. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റസ് ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഹാസ് ഹെൽപ്പ് ടു ഡീപ്പൻ ഡെമോക്രസി ഇൻ അവർ കൺട്രി എന്ന് പറഞ്ഞു നോക്കിയിട്ട് നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റസ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഉണ്ട്. അതെന്തിനു കുറച്ചും കൂടെ ജനാധിപത്യത്തെ ഡെമോക്രസിനെ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, കളി കഴിഞ്ഞോ? 253. ഓ, ഇന്ത്യ ദ പവർ. ഓക്കെ, 253 ജയിക്കാൻ വേണം അല്ലേ? കിട്ടില്ല. 253 254 ജയിക്കാൻ. 254 ജയിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുക. ഓക്കെ, റെഡി. കിട്ടില്ല, ജയിക്കുമെന്ന് വിചാരിക്കാം. ഇറ്റ് ഹാസ് ഓൾസോ ഇൻക്രീസ്ഡ് വിമൻസ് റെപ്രസെൻറ്റേഷൻ ആൻഡ് വോയിസ് ഇൻ ഡെമോക്രസി എന്ന് പറഞ്ഞു നോക്കിയിട്ട് നമ്മുടെ ഡെമോക്രസിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾക്കും കൂടെ പാർട്ടിസിപ്പേഷൻ കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി ഇതിൻ്റെ ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമസഭാസ് ആർ നോട്ട് ഹെൽഡ് റെഗുലർലി അല്ലേ? ഗ്രാമസഭാസ് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ മിനിമം 2 തവണയെങ്കിലും 1 തവണയെങ്കിലും കണ്ടക്ട് ചെയ്യണം എന്നൊക്കെയാണ് ഗ്രാമസഭേൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ പോലും ചെയ്യാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. ഗ്രാമസഭാസ് റെഗുലർലി ചെയ്യാത്ത ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ സാർ, കേസ് ബേസ്ഡ് നാളെയാണോ? നാളെ ആയിരിക്കും കേട്ടോ, നാളെ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് ഒക്കെ PYQs, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അസേർഷൻ റീസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് വേണ്ട നിങ്ങൾക്കെല്ലാം വേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ സാറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളത്തെ ലൈവിന് വേണ്ടിയിട്ടുള്ള ഓൾറെഡി സാർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം സാറിന് മലയാളം നിങ്ങൾ കാര്യമാക്കേണ്ട, പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ വരിക, പഠിക്കുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, റെഡി. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് പവർ ഹരിസാറുള്ളോ, ഞാൻ എന്നെ തന്നെ ബോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. ഹരിസാർ ഉള്ളിടത്തോളം കാലം SSTക്ക് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാനായിട്ടത് ഉറപ്പിക്കും. ഓക്കെ, റെഡി. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് പവർ ആൻഡ് റിസോഴ്സസ് ആർ നോട്ട് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഗ്രാമസഭാസ് ആർ നോട്ട് ഹെൽഡ് റെഗുലർലി. ഇതൊക്കെ പ്രശ്നമല്ലേ? റിസോഴ്സും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തൊക്കെ ഒരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഓക്കെ, റെഡി, സെറ്റാണ്. ഇനി നമ്മളെ ജെൻഡർ, റിലീജിയൻ, കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. സോ ആയിട്ട് ജെൻഡറിൽ നമ്മൾ പബ്ലിക് പ്രൈവറ്റ് ഡിവിഷൻ കാണാൻ പറ്റും, ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ വിമൺ, പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞ 3 കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജെൻഡർ ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് ജെൻഡർ ഈസ് കൺസിഡർ ആസ് നാച്ചുറൽ ആൻഡ് അൺചേഞ്ചബിൾ. ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്റ്റിഗ്മയാണ്, സോഷ്യലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള ഒരു ടേമാണ് ജെൻഡർ എന്ന് പറയുന്നത്. അത് സെക്സ് അല്ല അല്ലേ? സെക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്ത് തന്നെയാണ്, ഈ പറഞ്ഞിട്ടുള്ള സയൻറ്റിഫിക്കലി നമുക്ക് ക്രോമസോംസ് വെച്ച് പറയാൻ പറ്റും സ്ത്രീ പുരുഷൻ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ജെൻഡർ അങ്ങനെയല്ല. ജെൻഡർ എന്ന് പറയുന്നത് സമൂഹം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക കേട്ടോ. സോ ഹൗവർ ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ബയോളജി. എന്നാൽ ബയോളജി ബേസ്ഡ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും സെക്സ് എന്നുള്ളത്. പക്ഷേ ജെൻഡർ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് സോഷ്യൽ നോംസ് ആണ്, സോഷ്യലി കൺസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള സാധനമാണ് ജെൻഡർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അതിൻ്റെ ഭാഗമായിട്ട് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് കാണുന്നതാണ്. റാദർ ഇറ്റ് ഈസ് എ സോഷ്യൽ എക്സ്പെക്ടേഷൻ ആൻഡ് സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. പബ്ലിക് പ്രൈവറ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞു എന്താ പറഞ്ഞു നോക്കുന്നത്, പബ്ലിക് പ്രൈവറ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്താ പറഞ്ഞു നോക്കുന്നത്, ഈ പറഞ്ഞ സെക്ഷൽ ഡിവിഷൻ സ്ത്രീകൾ ഇത്ര മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, പുരുഷൻ ഇതാ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സെക്ഷൽ ആയിട്ടുള്ള ഡിവിഷൻ ഓഫ് ലേബർ നമുക്ക് കാണാൻ പറ്റും. അടുക്കളയിൽ പണിയെടുക്കേണ്ടത് സ്ത്രീകളാണ്, പുറത്തു പോയി പണിയെടുക്കേണ്ടത് പുരുഷന്മാരാണെന്ന് പറയുന്നത് സെക്ഷുവൽ ആയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ഡിവിഷൻ ഓഫ് ലേബർ ആണ്, അല്ലെങ്കിൽ ജെൻഡർ ആയിട്ടുള്ള ഡിവിഷൻ ഓഫ് ലേബർ ആണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ഡൊമസ്റ്റിക് വർക്ക് പെർഫോംഡ് ബൈ വുമൺ ഈസ് നോട്ട് വാല്യൂഡ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഹൗസ് ഹോൾഡ് വർക്ക് ചെയ്യുന്ന വിമൻസിനെ വാല്യൂ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് കാണുന്ന കാര്യമാണ് കേട്ടോ. ഇതൊക്കെ ഒരു തരത്തിലുള്ള ഒരു പൊളിറ്റിക്സ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ റേസിംഗ് ദിസ് ഇഷ്യൂസ് ഇൻ പൊളിറ്റിക്സ്, ഫെമിനിസ്റ്റ് ഐഡിയാസ്, ഫെമിനിസം ഹെൽപ്പ് ടു ഇംപ്രൂവ് വിമൻസ് റോൾ ഇൻ പബ്ലിക് ലൈഫ് എന്ന് പറഞ്ഞു നോക്കേണ്ട ഈ പറഞ്ഞുള്ള സ്ത്രീകളുടെ റോൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഫെമിനിസം എന്ന് പറഞ്ഞ ആശയത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഫെമിനിസം ഇൻ ദ സെൻസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് അർത്ഥമാക്കുന്നുള്ളൂ കേട്ടോ. ഈക്വൽ, അതായത് മെൻ ആൻഡ് വിമൺ ആർ ഈക്വൽ എന്ന് പറയുന്നതിനാണ് സിമ്പിളായിട്ട് ഫെമിനിസം എന്ന് വിളിക്കുന്നത്. അതിനെ ആവശ്യമില്ലാത്ത ഡെഫിനിഷൻ കൊടുത്തിട്ട് സ്യൂഡോ ഫെമിനിസത്തിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഫെമിനിസം സിംപ്ലി മീൻസ് ദാറ്റ് ജെൻഡർ വൈസ് അല്ലെങ്കിൽ സെക്ഷൽ വൈസിൽ
മെൻ എന്ന് പറയുന്നത് വിമണിനെക്കാട്ടി മുകളിലല്ല, വിമൺ എന്ന് പറയുന്നത് മെന്നിനെക്കാട്ടി മുകളിലല്ല, താഴെയുമല്ല, രണ്ട് വൈസ് വേഴ്സ. ഓക്കെ, അതിനെയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് മീൻസ് ഫെമിനിസം. അതായത് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഫെമിനിസം. ഒരു സെറിബ്രൽ ഇക്വാലിറ്റി ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ആ ടേം കേട്ടിനൊന്നും എനിക്കറിയില്ല, സെറിബ്രൽ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ബുദ്ധിപരമായിട്ട് സ്ത്രീക്കും പുരുഷനും ഒരേ പവർ ആണെങ്കിൽ ആ ജോലിക്ക് ഒരേപോലെ അർഹതയുണ്ട്, ഒരേപോലെ ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്ന് പറയുന്നതിനാണ് സിംപ്ലി ഫെമിനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അല്ലാതെ ഒരു ഹെവി വെയ്റ്റ് ചാമ്പ്യനെ തോപ്പിക്കുന്നതല്ല. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഒരു 200 പ്രിയങ്ക ചോപ്ര ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 200 പൗണ്ടുള്ള ഒരു മെയിലായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്, ഇടിച്ചിടുന്നതല്ല ഫെമിനിസം, അല്ലെങ്കിൽ അവൻ്റെ അത്ര മസിൽ പവർ ആക്കുന്നതല്ല ഫെമിനിസം എന്ന് പറയുന്നത്. ഫെമിനിസം സിംപ്ലി മീൻസ് ദാറ്റ് സെറിബ്രൽ ഈക്വാലിറ്റി എന്ന് പറയുന്ന സാധനമാണ് എന്നുള്ളതാണ് പ്രിയങ്ക ചോപ്ര ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ വാണ്ട് ടു സേ. അതാണ് ഫെമിനിസം. അപ്പോൾ ആവശ്യമില്ലാത്ത തോട്ട്സിലേക്ക് പോയിട്ട് സ്യൂഡോ ഫെമിനിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പുരുഷന്മാരെ അടക്കി വാടുന്ന അല്ലെങ്കിൽ പുരുഷന്മാരെ അടിച്ചമർത്തുന്നതാണ് ഫെമിനിസം എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി എ റോങ് വൺ എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റിൽ ഡ്യൂ ടു ദ പാട്രിയാറ്റിക്കൽ നേച്ചർ ഓഫ് ആ സൊസൈറ്റി വിമൺ ഫേസ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ, ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഡിസ്ക്രിമിനേഷൻ നേരിടുന്നവരുണ്ട്, ഇന്നുമുണ്ട് എന്ന് ഞാൻ പറയുന്നവരുണ്ട്. ഓപ്പറേഷൻ ഇൻ വേരിയസ് വേസ്, പല രീതിയിൽ ഓപ്പറേഷൻ ഉണ്ട്, നേരിടുന്നവരുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, അറിഞ്ഞിരിക്കുക. സാർ ഈ നോട്ട് പഠിച്ചാൽ മതിയോ? മതി ഉറപ്പല്ലേ? NCERT പോലും വായിക്കണ്ട, ഞാനാണ് പറയുന്നത്. അത്രയും കോൺഫിഡൻസിൽ ഹരിസാർ ഇവിടെ വന്നിരുന്നിട്ട് പബ്ലിക് ലൈവിൽ വന്നിരുന്നിട്ട് ഞാൻ പറയുന്നതാണ് എൻ്റെ PDF നോട്ട് വായിച്ചാൽ മതി, NCERT പോലും നിങ്ങൾ വായിക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഉണ്ടാവും, ആ കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടാവും? നിങ്ങളും ചിന്തിച്ച് നോക്കിയേ. ജസ്റ്റ് ബിലീവ് ഇൻ മീ, ജസ്റ്റ് ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിക്ട്സ്, ജസ്റ്റ് ട്രസ്റ്റ് ദിസ്, ജസ്റ്റ് ട്രസ്റ്റ് ദിസ് ഏഞ്ചൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക, ഒരു ഹെവൻലി PDF വിശ്വസിച്ചു. ഓക്കെ, അപ്പോൾ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 54% ആണ്. ഡ്രോപ്പ് ഔട്ട് റേറ്റ് എന്ന് പറയുന്നതൊക്കെ അതിൻ്റെ ഒരു അനുസരിച്ചിട്ടാണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കാം. പ്രൊപ്പോർഷൻ ഓഫ് വിമൺ അമംഗ് ദി ഹൈലി പെയ്ഡ് ആൻഡ് വാല്യൂഡ് ജോബ് ഈസ് സ്റ്റിൽ വെരി സ്മോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും സ്ത്രീകൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻ കാര്യങ്ങളൊക്കെ കുറവാണ്. സ്ത്രീകളുടെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പയറിങ് ടു മെൻ വളരെ കുറവാണ്. ജോലിയിടങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് കുറവാണ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, കേരളത്തിൽ അങ്ങനെയല്ല, കേരളത്തിൽ ഡിഫറൻ്റ് ആണ്. നമ്മൾ ബാക്കിയുള്ള സ്റ്റേറ്റ്സിനൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ ഡിസ്പാരിറ്റീസ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചിരിക്കുക. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ ദ ഈക്വൽ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. അതായത് ഒരേ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈക്വൽ റെമ്യൂണറേഷൻ കൊടുക്കണം. അത് റെമ്യൂണറേഷൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു സർക്കാർ ജോലി എടുക്കുന്ന ഇപ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളിൽ നിങ്ങൾ ചിന്തിക്കുക, ഗവൺമെൻറ് സ്കൂളിൽ SST പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ പഠിപ്പിക്കുന്ന ഒരു മെയിൽ ഫാക്കൽറ്റി, ഒരു ഫീമെയിൽ ഫാക്കൽറ്റി, രണ്ടുപേരും 10ാം ക്ലാസ്സിലാണ് എടുക്കുന്നത്, രണ്ടുപേര് CBSE 10ലാണ് എടുക്കുന്നത്. അല്ല പോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള ഒരു 10ാം ക്ലാസ്സിൽ എടുക്കുന്നത് വിചാരിക്കുക. ഇവരുടെ സാലറി മെയിലിന് 60,000 രൂപ, ഫീമെയിലിന് 55,000 രൂപ. ശരിയാണോ? രണ്ടുപേരുടെയും ക്വാളിഫിക്കേഷൻ സെയിമാണ്, രണ്ടുപേരുടെയും അറിവ് സെയിമാണ്, രണ്ടുപേരും പഠിപ്പിക്കുന്ന ക്ലാസ് സെയിമാണ്, രണ്ടുപേരും പഠിപ്പിക്കുന്ന വിഷയം സെയിമാണ്. സോ എന്തുകൊണ്ട് ഇവിടെ 5,000 രൂപ കുറവ്? അത് പാടില്ല. റെമ്യൂണറേഷൻ ആക്റ്റിൽ രണ്ടുപേരുടെയും ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ, രണ്ടുപേരെടുക്കുന്ന സബ്ജക്റ്റ് ഒന്നാണെങ്കിൽ, രണ്ടുപേരെടുക്കുന്ന ക്ലാസ്സുകൾ ഒന്നാണെങ്കിൽ, രണ്ടുപേരുടെയും പ്രൊഫഷൻ എന്ന് പറയുന്ന ടീച്ചർ ആണെങ്കിൽ, വൈ ദ ഡിസ്പാരിറ്റി? ആ ഡിസ്പാരിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റെമ്യൂണറേഷൻ ആക്ട് 1976 വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക. അപ്പോൾ സാർ അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ അത് ഡിഫറൻ്റ് അല്ലേ? പ്രൈവറ്റ് സെക്ടറിൽ ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ എടുത്തോളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹരിസാർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഹരിസാറിൻ്റെ റെമ്യൂണറേഷൻ അല്ല ഷമീം സാറിനുള്ളത്. ഷമീം സാറിൻ്റെ റെമ്യൂണറേഷൻ അല്ല ATR മിസ്സിനുള്ളത്. ATR മിസ്സിൻ്റെ റെമ്യൂണറേഷൻ അല്ല ദിൽഷ മിസ്സിനുള്ളത്. ദിൽഷ മിസ്സിൻ്റെ റെമ്യൂണറേഷൻ അല്ല പറഞ്ഞ വേറൊരു ആൾക്കുള്ളത്, പുതുതായി ജോയിൻ ചെയ്യുന്ന ഒരാൾക്കുള്ളത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി, പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. നമ്മുടെ കേപ്പബിലിറ്റീസിനനുസരിച്ചിട്ട്, നമ്മുടെ കഴിവുകൾക്കനുസരിച്ചിട്ട് ഇറ്റ് വേരീസ്. ഓക്കെ, ബട്ട് വി ആർ ഓൾ പാർട്ട് ഓഫ് എ ജയൻറ്റ് ഫാമിലി അല്ലേ? ഈ പറഞ്ഞുള്ള എക്സാമിനർ ഫാമിലിയുടെ ഭാഗമാണ്.
പക്ഷേ റെമ്യൂണറേഷൻ ആക്ട് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഗവൺമെൻറ് ഓഫീസസിലാണ്. എവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കുക? ഗവൺമെൻറ് ഓഫീസിലാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പോൾ PSC പരീക്ഷ എഴുതിയിട്ട് പാസ്സാവുന്ന ഒരാൾ, അല്ലെങ്കിൽ SSC പരീക്ഷ എഴുതി പാസ്സാവുന്ന ഒരാൾ, UPSC എഴുതിയിട്ട് IAS IFS ആവുന്ന ഒരാൾക്ക് സെയിം സാലറി ആയിരിക്കും. സ്ത്രീ എന്നില്ല പുരുഷനെന്നില്ല, സെയിം സാലറി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സർ, വാട്ട് ഈസ് റെമ്യൂണറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാലറി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് കിട്ടിയെന്നാണ് വിശ്വാസം. പിന്നെ നമ്മൾ നോക്കുന്ന കാര്യം സെക്സ് സെലക്റ്റീവ് അബോർഷൻ, ഡിക്ലൈൻ ഇൻ ചൈൽഡ് സെക്സ് റേഷ്യോ. അതായത് ഈ പറഞ്ഞിട്ടുള്ള നമ്മളിപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ, ബീഹാർ, UP പോലുള്ള സംസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, അവിടെ പെൺഭ്രൂണ ഹത്യ അല്ലെങ്കിൽ ഗേൾ ചൈൽഡ് ഇപ്പോൾ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊന്നുകളയുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ. അപ്പം ഇതിനെയാണ് ഈ പറഞ്ഞിട്ടുള്ള സെലക്റ്റീവ് അബോർഷൻ എന്ന് പറയുന്നത്. സെലക്റ്റീവ് അബോർഷൻ ജെൻഡർ മനസ്സിലാവുകയാണെങ്കിൽ, ജെൻഡർ പെൺകുട്ടിയാണെങ്കിൽ അധിക ചിലവാണെന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഗേൾസ് എന്ന് പറയുന്നത് അവരുടെ എണ്ണം വളരെയധികം ഡ്രോപ്പ് ഔട്ട് ആയി കുറയാനുള്ള കാരണമുണ്ട്. പറഞ്ഞിട്ടുള്ള റെഡ്യൂസ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സെലക്റ്റീവ് അബോർഷനാണ്. അവൻ ആൺകുട്ടിയാണ്, വലിയ ചിലവൊന്നുമില്ല, അവനെ പഠിപ്പിക്കുക, അവനവൻ്റെ കാര്യം നോക്കി ജീവിതം നോക്കി പോകും എന്നുള്ളൊരു മിഥ്യാധാരണ, ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ നമ്മുടെ നാട്ടിൽ ആളുകൾക്കുണ്ട്. എന്തുകൊണ്ട് ഫീമെയിൽ, അതായത് പെൺകുട്ടികൾ സ്വന്തം കാര്യം നോക്കുന്നില്ലേ, പെൺകുട്ടികൾ പഠിക്കുന്നില്ലേ, അവർ സ്വന്തം കാര്യം നോക്കി അവർ സ്വന്തം ജീവിതം നോക്കി മുന്നോട്ട് പോകുന്നില്ലേ? യെസ്, ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരിക, ഈ പറഞ്ഞ സെലക്റ്റീവ് അബോർഷൻ എന്ത് കാരണമാവുന്നുണ്ട്? സെക്ഷുവൽ ആയിട്ടുള്ള ഈ പറഞ്ഞുള്ള ജെൻഡർ ആയിട്ടുള്ള റിഡക്ഷന് കാരണമാവുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ലോ റേഷ്യോയിൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഹരാസ്മെൻറ്റ് ആയിക്കോട്ടെ, എക്സ്പ്ലോയിറ്റേഷൻ ആയിക്കോട്ടെ, വയലൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇതെങ്ങനെ ഒഴിവാക്കാൻ പറ്റുക? വിമൻസ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, ഈ പറഞ്ഞ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലേ? ഇലക്ഷൻ മത്സരിച്ച് വിജയിക്കുക, ഇതൊക്കെ തന്നെ എന്ത് കുറയ്ക്കുന്നു പറയുന്നുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള വിമൺ എംപവർമെൻറ്റ് ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. മോർ ഇന്നോവേറ്റീവ് ആൻഡ് പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് നിയമം ഉണ്ടായാൽ പോരാ, നിയമം കൃത്യമായിട്ട് നടപ്പിലാവുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ ഉറപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കാം. എഡ്യൂക്കേഷൻ മസ്റ്റ് ബി ഗിവൺ എന്ന് പറഞ്ഞുകൊണ്ട്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും കൃത്യമായിട്ട് കൊടുക്കണം. 10ാം ക്ലാസ് വരെ പഠിച്ചാൽ പോരാ, 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പഠിക്കണം എന്നുള്ളത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക. ഓക്കെ, ഇനി റിലീജിയൻ, കമ്മ്യൂണലിസം ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? എക്സ്പ്രഷൻ ഓൺ റിലീജിയൻ ഇൻ പൊളിറ്റിക്സ്, അതായത് ഈ പറഞ്ഞിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യം എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഗാന്ധിയൻ വ്യൂസ് പ്രകാരം റിലീജിയസ് ആൻഡ് ക്യാൻ നെവർ ബി സെപ്പറേറ്റഡ് ഫ്രം പൊളിറ്റിക്സ്, അതായത് ജാതി അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്തൊരു സാധനമാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. കമ്മ്യൂണൽ റൈറ്റ്സ് ആയിക്കോട്ടെ, നീഡ് ഫോർ പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡിസ്ക്രിമിനേഷൻ വിത്ത് വിമൺ അണ്ടർ ദ നെയിം ഓഫ് ഫാമിലി ലോസ് എന്ന് പറഞ്ഞു. ഈ പറഞ്ഞിട്ടുള്ള ഫാമിലി ലോസിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കാര്യമുണ്ട്. അതായത് പുരുഷന്മാർക്ക് മാത്രമേ സ്വത്തവകാശത്തിന് അധികാരമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് ചെയ്യാം? ഒഴിവാക്കിയാൽ മാത്രമേ ഈ ഒരു മാറ്റം സംഭവിക്കുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് അറിഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻസസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള റിലീജിയൻ ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ഈ സാധനങ്ങളൊക്കെ തന്നെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ പറഞ്ഞവർ തമ്മിൽ എപ്പോഴും കണക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. വെൻ വി അനലൈസ് മേ ഫൈൻഡ് ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ് എന്ന് പറഞ്ഞു നോക്കേണ്ടത്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഇത് നല്ല വശവും കാണാൻ പറ്റും, മോശം വശവും കാണാൻ പറ്റും. ബട്ട് ഞാൻ പറയുകയാണ്, ഇതിൽ റിലീജിയൻ എന്ന് പറഞ്ഞ സാധനം രാഷ്ട്രീയത്തിലേക്ക് കലരുകയാണെങ്കിൽ അത് നമ്മുടെ ജനാധിപത്യത്തിനെ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് വരിക. ദീസ് പൊളിറ്റിക്കൽ ആക്ട് ആർ നോട്ട് റോങ് ഇഫ് ദേ ട്രീറ്റ് എവറി റിലീജിയൻ ഈക്വലി എന്ന് പറഞ്ഞു നോക്കേണ്ടത്. എന്താ പറഞ്ഞു നോക്കുന്നത്? എല്ലാ മതങ്ങളെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന പരിപാടിക്കാണ് ഈ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ ആക്ട്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതാണ് നോക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ കമ്മ്യൂണലിസം എന്ന് പറയുന്നത് ബിലീവ് ദാറ്റ് പീപ്പിൾ ബിലോങ് ടു ദ സെയിം റിലീജിയൻ ഷുഡ് ഫോം എ നേഷൻ എന്ന് പറഞ്ഞു നോക്കുന്നത്. അതായത് ഈ പറഞ്ഞിട്ടുള്ള എല്ലാം ഇപ്പോൾ ഇത് നിങ്ങൾ ചിന്തിക്കുക, കമ്മ്യൂണലിസം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള സാധനം തന്നെയാണ് കേട്ടോ. നെഗറ്റീവായിട്ടുള്ള സാധനം, അതായത് ഒരേ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഒരു രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? കമ്മ്യൂണലിസം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായി വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് വരിക കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ദ പ്രോസസ് ഓഫ് പവർ ഓഫ് സ്റ്റേറ്റ് ഈസ് യൂസ്ഡ്
to establish domination of one religious group over the other. ഒരു റിലീജിയസ് ഗ്രൂപ്പിന് മുകളിൽ വേറെ റിലീജിയസ് ഗ്രൂപ്പ് അധികാരം കാണിക്കുന്നതിന് നമ്മൾ കമ്മ്യൂണലിസം വിളിക്കും. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറഞ്ഞ മതം ബി എന്ന് പറഞ്ഞ മതത്തിൻ്റെ മുകളിൽ അധികാരം കാണിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് നോൺ ആസ് കമ്മ്യൂണലിസം. ദാറ്റ് ഈസ് വെരി ബാഡ്. എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് എപ്പോഴും ഉണ്ടായി വരിക കേട്ടോ. ഇനി ബിലീഫ്സ് ഓഫ് വൺ റിലീജിയൻ ഇസ് പ്രസൻറ്റഡ് ആസ് സുപ്പീരിയർ ടു ദോസ് ഓഫ് അതർ റിലീജിയൻ. നമ്മൾ നേരത്തെ കണ്ട സാധനം തന്നെയാണ്. ദ ഫോളോവേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ റീജിയൻ മസ്റ്റ് ബിലോങ് ടു വൺ കമ്മ്യൂണിറ്റി. ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിലെ ആളുകൾ സ്വാഭാവികമായിട്ട് ദർ ഫണ്ടമെന്റൽ ഇൻട്രസ്റ്റ് അത് സെയിം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഗോൾ, ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള എല്ലാ ആളുകളുടെയും ചിന്താഗതി, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന പരിപാടിക്കാണ് ഈ പറഞ്ഞുള്ള ഫണ്ടമെന്റൽ ഇൻട്രസ്റ്റ് എല്ലാവരുടെയും ഒരുപോലെ ആവുന്ന condition. State power is used to establish domination of one religious group over the rest. അതായത് ഒരു റിലീജിയസ് ഗ്രൂപ്പിന് മുകളിൽ വേറെ റിലീജിയസ് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? അധികാരം, പവർ കാണിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി റോങ് ആയിട്ടുള്ള സാധനം എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. സോ ബൈ തിങ്കിങ് ബിഹൈൻഡ് ദ കമ്മ്യൂണൽ മൈൻഡ്, കമ്മ്യൂണലിസം ക്യാൻ ടേക്ക് വേരിയസ് ഫോംസ് ഇൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഈ പറഞ്ഞ റിലീജിയസ് പ്രെജുഡിസസ്, സ്റ്റീരിയോ ടൈപ്സ് ഓഫ് റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ബിലീവ്സ് ഇൻ സുപ്പീരിയോറിറ്റി ഓഫ് വൺസ് റിലീജിയൻസ് ഓവർ അതർ റിലീജിയൻ. ഒരു റിലീജിയന് മുകളിൽ വേറെ റിലീജിയൻ അധികാരം കാണിക്കുന്നതിനൊക്കെയാണ് ഈ പറഞ്ഞ കമ്മ്യൂണലിസം ക്യാൻ ടേക്ക് ഓവർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ അകത്ത് ഒരു മതം മാത്രം അവരുടെ ആശയങ്ങൾ കുത്തി നിറച്ചിട്ട് അതൊരു വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതെന്താണ്? പ്രശ്നത്തിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. A communal mind with the quest for political dominance to majoritarian dominance എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ മെജോറിറ്റേറിയൻ ഡോമിനൻസത്തിന് ഈ പറഞ്ഞ സാധനം കാരണമാകും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. യൂസ് ഓഫ് സേക്രഡ് സിമ്പിൾസ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഒരു സേക്രഡ് സിമ്പിൾസിൻ്റെ യൂസ് ചെയ്യുക. അതായത് ഈ പറഞ്ഞെല്ലാം പല മതങ്ങൾക്കും പല സിമ്പിൾസ് കാണാൻ പറ്റും. റിലീജിയസ് ലീഡേഴ്സ് എറ്റ്സെട്ര ടു മൊബിലൈസ് പീപ്പിൾ ടു സപ്പോർട്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പറഞ്ഞ റിലീജിയസ് ലീഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താ പറയുന്നത്? ഈ പറഞ്ഞിട്ടുള്ള ആളുകളെ, അതായത് അതിൽ വിശ്വസിക്കുന്ന ആളുകളെ ഫോളോ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. സംടൈംസ് കമ്മ്യൂണലിസം ക്യാൻ ടേക്ക് പ്ലേസ്. മോസ്റ്റ് അഗ്ലിയസ്റ്റ് ഫോം ഓഫ് കമ്മ്യൂണൽ വയലൻസ്, റയറ്റ്സ് ആൻഡ് മസാക്കർ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ കമ്മ്യൂണൽ വയലൻസ്, റയറ്റ്സ്, മസാക്കറൊക്കെ ഈ പറഞ്ഞ കമ്മ്യൂണലിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന കാര്യം. അപ്പോൾ കമ്മ്യൂണലിസം ബേസിക്കലി എന്തിലേക്ക് ലീഡ് ചെയ്യും? ഈ പറഞ്ഞ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മക്കളെ മനസ്സിലേക്ക് ഉണ്ടായി വരിക. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കുക സെക്യുലർ സ്റ്റേറ്റ് എന്താണെന്നുള്ളത്. ബേസിക്കലി ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ പറഞ്ഞ കമ്മ്യൂണലിസത്തിന് ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ്, അല്ലെങ്കിൽ റെമഡി എന്നുള്ള നിലയിലാണ് എന്ത് വന്നുള്ളത്? സെക്യുലർ സ്റ്റേറ്റ് വന്നുള്ളത്. സ്വാഭാവികമായിട്ടും എല്ലാ റിലീജിയനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ റിലീജിയൻസ് ആർ ട്രീറ്റഡ് ഈക്വലി എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് സെക്യുലർ സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് സെക്യുലർ സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹൗ ഡിഡ് സെക്യുലറിസം പ്രാക്ടീസ്ഡ് ഇൻ ഇന്ത്യ? എന്താ പറഞ്ഞു നോക്കുന്നത്? ഇന്ത്യയിൽ എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നത്? ദർ ഇസ് നോ ഒഫീഷ്യൽ റിലീജിയൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അങ്ങനെ ഒഫീഷ്യലായിട്ട് റിലീജിയൻ ഒന്നുമില്ല, ഒഫീഷ്യലായിട്ട് ഭാഷയില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഒഫീഷ്യലായിട്ട് റിലീജിയൻ ഒന്നും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഓൾ ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഫ്രീഡം ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ ഓർ നോട്ട് ടു ഫോളോ എനി എന്ന് പറഞ്ഞു നോക്കേണ്ടി. ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു മതത്തിനെ വിശ്വസിക്കാനും ആ മതത്തിൽ വിശ്വസിക്കാനും മുന്നോട്ട് പോകാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ മതപരമായിട്ടുള്ള കാര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഹിബിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റിംഗ് ഡിസ്ക്രിമിനേഷൻ, ഒരു മതത്തിനെ മാറ്റി നിർത്തുന്ന ഒരു പരിപാടി എന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ്ലി അവർ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം കോൺസ്റ്റിറ്റ്യൂഷൻ അലോസ് ദ സ്റ്റേറ്റ് ടു ഇൻ്റർവീൻ ഇൻ ദ മാറ്റർ ഓഫ് റിലീജിയസ് ഓർഡർ ടു എൻഷുർ ഇക്വാലിറ്റി വിത്തിൻ ദ റിലീജിയസ് കമ്മ്യൂണിറ്റീസ്. എന്താ പറയുന്നത്? റിലീജിയസ് കമ്മ്യൂണിറ്റീസിൻ്റെ അകത്ത് തന്നെയുള്ള ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇൻ്റർവീൻ, അതായത് ഇടപെടാനുള്ള സംഭവങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ അലോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോക്കുക കേട്ടോ. റെഡി? സെസ്. ഓക്കെ. അപ്പോൾ കമ്മ്യൂണലിസം വേഴ്സസ് സെക്യുലറിസം ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഏരിയ. ഇത് എൻ്റെ മക്കളോട് എക്സാമിന് ചോദിക്കും കേട്ടോ. ആരോ പ്രെഡിക്റ്റ് ചെയ്യുമോ സാറും ചോദിച്ചു ഒരു ക്വസ്റ്റ്യൻ. ഇത് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിരിക്കും. കമ്മ്യൂണലിസം വേഴ്സസ് സെക്യുലറിസം എന്നുള്ളത് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിരിക്കും. ഐ ആം ഡാം ഷുവർ നിങ്ങളോട് ചോദിച്ചിരിക്കും. പഠിച്ചോളൂ മക്കളെ, പഠിച്ചിരുന്നു. ഓക്കെ, റെഡി, സെറ്റ്. ഓക്കെ ആണല്ലോ? സെറ്റാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇൻ ഇന്ത്യ കാസ്റ്റ് സിസ്റ്റം, അതുപോലെ തന്നെ ഈ പറഞ്ഞുള്ള ഡസ് കാസ്റ്റ് ഇനീക്വാളിറ്റീസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞുള്ള കാസ്റ്റ് സിസ്റ്റം ആയിക്കോട്ടെ, കാസ്റ്റ് ഇനീക്വാളിറ്റീസ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. യുണീക്ക് ബേസ്ഡ് ഓൺ ഹെറിഡിറ്ററി ഒക്യുപ്പേഷൻ ഡിവിഷൻ. അതായത് പണ്ട് കാലം തൊട്ടേ, ഇപ്പോൾ ഉദാഹരണത്തിന് ആശാരിയുടെ മോൻ ആശാരി, കൊല്ലപ്പണിക്കാരൻ്റെ മോൻ കൊല്ലപ്പണിക്കാരൻ്റെ, ഗോബ്ലറിൻ്റെ മോൻ ഗോബ്ലർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാർപ്പൻറ്ററിൻ്റെ മോൻ കാർപ്പൻറ്റർ ആകുക,
അങ്ങനെ ഒരു ഹെറിഡിറ്ററി വൈസായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ ഓക്കെ റെഡി? അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ മനസ്സിലേക്ക് വരിക ഈ പറഞ്ഞിട്ടുള്ള സാങ്ഷൻഡ് ബൈ റിച്വൽസ്, ഡിസ്ക്രിമിനേഷൻ ആൻഡ് അൺടച്ചബിലിറ്റി. ഈ ഒരു ജോലി എടുത്താൽ മതി, ഇവൻ ആ ഒരു ട്രാപ്പിൽ നിന്ന് മോചിതനാവണ്ട. ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ ചിന്തിക്കുക, ഒരു ആശാരിയുടെ മോൻ അല്ലെങ്കിൽ ഒരു കാർപ്പൻറ്ററിൻ്റെ മോൻ ഡോക്ടറായി എന്ന് വിചാരിക്കുക. അയ്യോടാ അവനെന്താ ഡോക്ടറായോ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹമുണ്ട് നമ്മുടെ നാട്ടിൽ ഇന്നും. നിങ്ങൾ ചിന്തിക്കുക, വിദ്യാഭ്യാസമല്ല, അങ്ങനെ ഒരു തോട്ടിൽ നിന്ന് മാറണം. അതായത് ഹെറിഡിറ്ററി ആയിട്ട് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ തലയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാധനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം നിങ്ങളെ മനസ്സിലേക്ക് വരിക എന്നുള്ള കാര്യം നിങ്ങളെ മനസ്സിലേക്ക് എപ്പോഴും എന്ത് ചെയ്യുക, ഓടി വരിക. ഓക്കെ, സ്വാഭാവികമായിട്ട് നിങ്ങളെ മനസ്സിലേക്ക് വരിക ഈ പറഞ്ഞ റിച്വൽസും ഡിസ്ക്രിമിനേഷനൊക്കെ ഭാഗമായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ പറഞ്ഞിട്ടുള്ള ജോലി ഇങ്ങനെ കാസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി റീസൺസ് ഫോർ ഡിസൻറ്റഗ്രേഷൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് സോഷ്യൽ റിഫോമർ അഡ്വക്കേറ്റ് വർക്ക്ഡ് ഫോർ ഇക്വാലിറ്റി, അതായത് സാമൂഹ്യപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ റിഫോംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോഷ്യോ എക്കണോമിക് ചേഞ്ചസ്, അർബനൈസേഷൻ വന്നു, നഗരവൽക്കരണം വന്നു, ലിറ്ററസി വന്നു, എഡ്യൂക്കേഷൻ വന്നു, ഒക്യുപ്പേഷൻ ആൻഡ് മൊബിലിറ്റി വന്നു. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കാണുന്ന കാര്യങ്ങളാട്ടോ. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നതാണ്. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ഭാഗമായിട്ട് ഈ പറഞ്ഞ കാസ്റ്റ് സിസ്റ്റത്തിനെ തന്നെ എടുത്തു കളയാൻ വേണ്ടി, ജാതി വ്യവസ്ഥയെ തന്നെ എടുത്തു കളയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ റെഡി? സർ, വാട്ട് ഈസ് ഒക്യുപ്പേഷണൽ മൊബിലിറ്റി ആൻഡ് പാട്രിയാർക്കി? അതായത് നിങ്ങൾ ചിന്തിക്കുക മക്കളെ, ഒക്യുപ്പേഷണൽ മൊബിലിറ്റി ആണോ ഉദ്ദേശിച്ചത് അതോ ഹെറിഡിറ്റി ആണോ ഉദ്ദേശിച്ചത്? അതായത് ഈ പറഞ്ഞ ജോലി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തലമുറകളോളം ഇങ്ങനെ കൈമാറ്റം ചെയ്ത് വരുന്ന പരിപാടിക്കാണ് ഒക്യുപ്പേഷണൽ ഹെറിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റെഡി? സെറ്റാണ്. സാർ ഇതിൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരുമോ? ഇല്ല, വരില്ല. ഇത് നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇന്ത്യയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഇതിൽ നിന്ന് വരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോളൂ. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ഈ പറഞ്ഞുള്ള മാരേജും കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ എക്കണോമിക് സ്റ്റാറ്റസിനെ മുന്നിട്ട്. അതായത് നിങ്ങൾ ചിന്തിക്കുക, ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോഴും ഇവിടെ ജാതിപരമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും അല്ലേ? നിങ്ങൾ ചിന്തിച്ചാൽ മതി, എന്തുകൊണ്ടാണ് ഇവിടെ മാട്രിമോണി സൈറ്റുകൾ ഉണ്ടാകുന്നത്? അതായത് ചുമ്മാ ഒരു മാട്രിമോണി സൈറ്റ് അല്ല ഉള്ളത്, ഹിന്ദു മാട്രിമോണി, നായർ മാട്രിമോണി, ചാവറ മാട്രിമോണി, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഇസ്ലാം മാട്രിമോണി, അങ്ങനെ ജാതിപരമായിട്ട് കാസ്റ്റ് പരമായിട്ട് മാട്രിമോണിയൽ സൈറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ മാരേജും കാസ്റ്റ് ലിങ്കേജസ് ഒക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എക്കണോമിക് സ്റ്റേറ്റസിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നൊരു കാലഘട്ടമുണ്ട്. ഇപ്പോൾ ഒരു കല്യാണം കഴിക്കണമെങ്കിൽ അവൻ സാമ്പത്തികപരമായിട്ട് നല്ലതാണോ, നല്ല സൗണ്ട് ആയിട്ടുള്ള കണ്ടീഷനാണോ അവനുള്ളത് അല്ലെങ്കിൽ അവൾക്കുള്ളത് എന്ന് ചിന്തിക്കുന്നുണ്ട് അല്ലേ? സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കുക, ഈ പറഞ്ഞ മാരേജും കാസ്റ്റ് ലിങ്കേജസ് ഒക്കെ ഈ പറഞ്ഞ എക്കണോമിക് സ്റ്റേറ്റസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ റിലീജിയൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാസ്റ്റ് എന്നുള്ളത് നമ്മുടെ നാട്ടിൽ വിസിബിളായിട്ട് കാണാൻ പറ്റും. എസ്പെഷ്യലി മാരേജസിൻ്റെ കേസിൽ വിസിബിളായിട്ട് കാണാൻ പറ്റും. ഇതേ കേസിൽ നമ്മൾ വീഡിയോ എടുക്കുകയാണ്, ഹിന്ദു മാട്രിമോണിൻ്റെ ഉള്ളിലാണ് നമ്മൾ കാണുന്നത് ഈ പറഞ്ഞിട്ടുള്ള തീയ മാട്രിമോണി അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നായർ മാട്രിമോണി അല്ലേ? കാസ്റ്റ് പരമായിട്ടുള്ള മാട്രിമോണി വരെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാലഘട്ടമുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിവുണ്ടാവില്ലായിരിക്കും, ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾ പരസ്യങ്ങൾ കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും. ഓക്കെ റെഡി? അപ്പോൾ ഈ പറഞ്ഞ കാസ്റ്റ് ഇൻ പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോമിനേഷൻ ഓഫ് കാസ്റ്റ് ഇൻ പൊളിറ്റിക്സ് ക്യാൻ ടേക്ക് വേരിയസ് ഫോംസിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ? സോ ബാഡ് അല്ലേ? യെസ് റെഡി. അപ്പോൾ കാസ്റ്റ് കമ്പോസിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ആൻഡ് നോമിനേഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് അക്കോർഡിംഗ്ലി എന്ന് പറഞ്ഞു നോക്കേണ്ടത്. അതായത് ഈ പറഞ്ഞ കാൻഡിഡേറ്റ്സിനെ അക്കോർഡിംഗ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിട്ടുള്ള നോമിനേഷനും കാര്യങ്ങളും കോമ്പോസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യുവൻസി തന്നെ കാണാൻ പറ്റും. അതായത് ഒരാളിപ്പോൾ ഇലക്ഷന് നിൽക്കാമെന്ന് വിചാരിച്ചോ, നിങ്ങൾ കാസ്റ്റ് ഇൻ പൊളിറ്റിക്സിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രദേശത്ത് ഒരു മതം ഒരു റിലീജിയൻ വളരെ സ്ട്രോങ് ആണെന്ന് വിചാരിക്കുക. ആ റിലീജിയൻ അവിടെ മത്സരിക്കുന്ന ആൾ എപ്പോഴും എന്താണ്? ആ മതത്തിൽപ്പെട്ട ആളായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാറ് പറയുകയാണെങ്കിൽ ഇവിടെ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളാണ് ഈ ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതലുള്ളത്. അതിൽ തന്നെ നായർ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പർ കാസ്റ്റ് എന്ന് പറയുന്ന ആളുകളാണ് ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ താമസിക്കുന്ന വിളിക്കുക ഈ ലൊക്കാലിറ്റിയിൽ. അവിടെ ഇലക്ഷന് മത്സരിക്കുന്ന ആളും എന്ത് തന്നെയായിരിക്കും? നായർ കാറ്റഗറി പെടുന്ന ഒരാൾ തന്നെയായിരിക്കും. അപ്പം നിങ്ങളെ മനസ്സിലേക്ക് വരിക, അതെന്താ സംഭവിക്കുന്നത്? അവിടെ ഈ പറഞ്ഞ കാസ്റ്റ് എന്ന് പറഞ്ഞ സാധനം രാഷ്ട്രീയ വ്യവസ്ഥിതിയിലേക്ക് കയറി വരുന്നതാണ് കാരണം. അവിടെ നായരായിട്ടുള്ള ഒരാൾ മത്സരിച്ചാൽ മാത്രമേ ആ ഒരു ആളുകൾ അയാൾക്ക് വോട്ട് ചെയ്യുള്ളൂ. അതിനെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വോട്ട് ബാങ്ക് എന്നും അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ അറിയേണ്ട കാര്യമില്ല. അത് നിങ്ങൾ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാസ്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്സിൽ അത്യന്താപേക്ഷിതമായിട്ട് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത കേസാണ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് കാൻഡിഡേറ്റ്സ്. നേരെ തിരിച്ചു ആവാം കേട്ടോ. ഈ ഹിന്ദു മതത്തിലെ ഏറ്റവും ലോവസ്റ്റ് കാസ്റ്റിലുള്ള ആളുകളാണ് ഈ പ്രദേശത്ത് നിൽക്കുന്നതെങ്കിൽ ആ പ്രദേശത്ത് ഇലക്ഷന് മത്സരിക്കുന്ന ആളും എന്ത് തന്നെയായിരിക്കും? ആ മതത്തിൽപ്പെട്ട വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ആ കാസ്റ്റിൽപ്പെട്ട വ്യക്തിയായിരിക്കും. ബിക്കോസ് അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ജയിക്കണം, ഇലക്ഷന് മത്സരിച്ച് ജയിക്കണം എന്നുള്ളൊരു തോട്ടാണ് അവിടെ ഉണ്ടായി വരുന്നത്. ഇനി പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് കാൻഡിഡേറ്റ്സ് അപ്പീൽ ടു കാസ്റ്റ് സെൻറ്റിമെൻറ്റ് ടു സപ്പോർട്ട്. അവിടെ ഒരു സെൻറ്റിമെൻറ്റ് വർക്കൗട്ടാണ്. ആ സെൻറ്റിമെൻറ്റ് പിടിച്ചിട്ട് ജയിക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കാണുന്നത്. ഇനി ഈ പറഞ്ഞ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിൻ്റെ നമുക്കറിയാം 18 വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി പൊളിറ്റിക്സ് ഇൻ കാസ്റ്റ് എന്നാണ്. കാസ്റ്റ് ഇൻ പൊളിറ്റിക്സ് നമ്മൾ കണ്ടു. ഇനി പൊളിറ്റിക്സ് ഇൻ കാസ്റ്റ് എന്താ നമുക്ക് നോക്കേണ്ടത്? രണ്ടും രണ്ടാണ് കേട്ടോ, രണ്ടും രണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പൊളിറ്റിക്സ് ടു ഇൻഫ്ലുവൻസ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് കാസ്റ്റ് ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാസ്റ്റ് ഐഡൻറ്റിറ്റീസിനായിക്കോട്ടെ ഈ പറഞ്ഞ പൊളിറ്റിക്സ് നന്നായിട്ട് അതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഈ പറഞ്ഞ ഇറ്റ് ഈസ് നോട്ട് പൊളിറ്റിക്സ് ദാറ്റ് ഗെറ്റ്സ് കാസ്റ്റ് റിട്ടൺ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ഇറ്റ് ഈസ് ദ കാസ്റ്റ് ദാറ്റ് ഗെറ്റ്സ് പൊളിറ്റിക്സ്. ഈ പറഞ്ഞ മതമാണ് രാഷ്ട്രീയത്തിലേക്ക് പിന്നീട് മാറുന്നത്. Each caste group tries to become bigger by incorporating with it neighboring caste or subcaste which were earlier excluded from it. എന്നാ പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള സബ്കാസ്റ്റും കാര്യങ്ങളൊക്കെ പിന്നീട് അതിൽ നിന്ന് മാറിയിട്ടൊക്കെയാണ് ഈ പറഞ്ഞ പൊളിറ്റിക്സ് ഈ പതുക്കെ കാസ്റ്റിലേക്ക് കയറി വരുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞ വേരിയസ് കാസ്റ്റ് ഗ്രൂപ്പ്സ് ആർ റിക്വയർഡ് ടു എൻ്റർ എ കോയിലേഷൻ വിത്ത് അനദർ കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റീസ് ആൻഡ് ദസ് എൻ്റർ എ ഡയലോഗ് ഓഫ് നെഗോസിയേഷൻ. ഈ പറഞ്ഞിട്ടുള്ള നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ വേരിയസ് കാസ്റ്റ് ഗ്രൂപ്പ്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ട് അവരെങ്ങനെയാണ് ഈ പറഞ്ഞ കോയിലേഷൻ്റെ ഭാഗമാവുക, ഒരുമിച്ചൊന്ന് വർക്ക് ചെയ്യുക. നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമാണ് എപ്പോഴും നമ്മൾ എന്ത് കാണുക, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള കാണാം. ഓക്കെ, മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എപ്പോഴും ഒരേപോലെയാണ്. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ പറഞ്ഞിട്ടുള്ള മതം എന്ത് സംഭവിക്കുന്നുണ്ട്, പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. കോയിലേഷൻ എന്ന് പറഞ്ഞ സംഭവം അവിടെ നമ്മൾ കാണുക. കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എപ്പോഴും മുസ്ലിം ലീഗിനെ കാണുക അല്ലേ. അപ്പോൾ എന്താണ് മതം എന്ന് പറയുന്നത് എപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള അത് ഒന്നും മാത്രമല്ല കേട്ടോ. ഈ പറഞ്ഞ BJPയുടെ കൂടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ പറഞ്ഞിട്ടുള്ള NSS കാണാൻ പറ്റും, നായർ സർവീസ് സൊസൈറ്റി കാണാൻ പറ്റും. ബിക്കോസ് എന്താ സംഭവിക്കുന്നത് അവിടെ, ഈ പറഞ്ഞിട്ടുള്ള മതം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് കയറി വരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് കാസ്റ്റ് ഗ്രൂപ്പ്സ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നോക്കി. ഇസ് ദർ എനി അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റുമോ? അപ്പോൾ ഹെൽപ്പ് ദ പീപ്പിൾ ഫ്രം ദളിറ്റ്സ് ആൻഡ് OBC കാസ്റ്റ് ടു ഗെയിൻ ബെറ്റർ ആക്സസ് ടു ഡിസിഷൻ മേക്കിംഗ്. അതായത് സമൂഹത്തിൻ്റെ താഴ്ന്ന തലത്തിലുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ എന്തിനു സഹായിച്ചിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സഹായകമായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, റെഡി. ഇനി സ്റ്റിൽ ദിസ് ക്യാൻ ഡൈവേർട്ട് അറ്റൻഷൻ ഫ്രം അതർ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ലൈക്ക് പോവർട്ടി ആൻഡ് കറപ്ഷൻ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു നോക്കുന്നത്, ഇത് ഉണ്ടെങ്കിൽ പോലും പോവർട്ടി ആയിക്കോട്ടെ കറപ്ഷൻ ആയിക്കോട്ടെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോക്കുക. ഇനി അടുത്തൊരു ചാപ്റ്ററാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. സ്വാഭാവികമായിട്ടും നമുക്ക് എന്തിനാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്തിനാണ് ഈ രാജ്യത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. നമ്മുടെ നാട്ടിലറിയാം ഡെമോക്രസി അഥവാ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവണമെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വളരെയധികം കാണേണ്ടതായിട്ടുണ്ട്. ദേ ആർ ബോഡീസ് ദാറ്റ് ഹെൽപ്പ് ഇൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഐഡിയൽസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി. ഈ ഡെമോക്രസിയുടെ കൃത്യമായിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിലൂടെയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടാവില്ലേ? സാർ ഇങ്ങോട്ട് വെക്കാം കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ദേ ആർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഷെയറിംഗ് സിമിലർ ഐഡിയൽസ് come together to contest elections and hold a powerful position in the government എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് വരികയും ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായിട്ടൊരു പങ്ക് വഹിക്കുകയും ചെയ്യുകയാണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷൻ്റെ മേജറായിട്ടുള്ള കാര്യം എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക. ഓക്കെ, റെഡി. അപ്പോൾ ദേ ആർ ദ ഫണ്ടമെൻ്റൽ പൊളിറ്റിക്സ് ഡിവിഷൻസ് ആൻഡ് ഹാവ് ലീഡേഴ്സ്, ആക്റ്റീവ് മെമ്പേഴ്സ് ആൻഡ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഒരു ആക്റ്റീവ് മെമ്പേഴ്സും ഫോളോവേഴ്സൊക്കെ ആയിട്ട് നമുക്ക് വലിയൊരു പൊളിറ്റിക്കൽ പാർട്ടീസിനെ കാണാൻ പറ്റും. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻ മോസ്റ്റ് ഡെമോക്രസീസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ദ പ്രൈമറി വേ ടു കണ്ടസ്റ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ദ പൊളിറ്റിക്കൽ പാർട്ടീസ് പുട്ട് അപ്പ് കാൻഡിഡേറ്റ്സ് ദാറ്റ് ആർ ഇലക്റ്റഡ് ടു ഫോം എ ഗവൺമെൻറ്. ഈ പറഞ്ഞിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. ദ മെമ്പേഴ്സ് ഓഫ് ദ പാർട്ടി ചൂസ് ദ പേഴ്സൺ ഹു നീഡ്സ് ടു
who needs to represent to the party during elections എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. Parties present their common ideologies as different policies and programs. ഓരോ പാർട്ടിക്കും അവരുടേതായിട്ടുള്ള ഐഡിയോളജീസ് ഉണ്ടാവും, ഈ പറഞ്ഞ ഡിഫറെൻറ്റ് പോളിസീസ് ഉണ്ടാവും, പ്രോഗ്രാംസസ് ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. പാർട്ടീസ് പ്ലേ എ പ്രൈമറി റോൾ ഇൻ മേക്കിംഗ് ലോസ് ആൻഡ് പോളിസീസ് ഫോർ ദ കൺട്രി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, പലതരത്തിലുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. There are the primary units that form a run a government, the parties that lose from the opposition government to keep the check on the government and to control and power. They also play a major role in shaping public opinion. അതായത് ഒരു പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് സഹായകമാവുന്നുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസ് സഹായകരമാവുന്നുണ്ട്. പ്രൊവൈഡ് ആക്സസ് ടു ദ ഗവൺമെൻറ് മെഷീനറി, അതായത് ഗവൺമെൻറ് മെഷീനറീസിന് വേണ്ടിയിട്ട് സഹായകരമാവുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇവരെന്ത് ചെയ്യുക, വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ മക്കളെ മനസ്സിലേക്ക് ഉണ്ടായി വരിക കേട്ടോ. ഇനി നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഹൗ മെനി പാർട്ടീസ് ഷുഡ് വി ഹാവ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എത്ര പാർട്ടികളാണ് നമുക്കുള്ളത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദർ ആർ ബേസിക്കലി 3 types ഓഫ് പാർട്ടി സിസ്റ്റം. 1 party സിസ്റ്റം എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? 1 party സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്, 2 party സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്, മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഏതൊക്കെ പാർട്ടി സിസ്റ്റമാണ് നമുക്കുള്ളത്? സ്വാഭാവികമായിട്ടും 1 party സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്, 2 party സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്, മൾട്ടി പാർട്ടി ഉണ്ട്. ഇത് ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കണം കേട്ടോ. ഇൻ മെനി കൺട്രീസ് ഓൺലി 1 party സിസ്റ്റം ഈസ് അലോട്ടഡ് to control the run the government, but it is not a democratic option since there is no fair chance of pardon. അതായത് ഒരു പാർട്ടി മാത്രമാണ് രാജ്യത്ത് ഭരിക്കുന്നതെങ്കിൽ നോർമലി അവിടെ എന്തുണ്ടാവും, അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ടാവും അല്ലേ. അതായത് അവർക്ക് മനസ്സിലായി അവരെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ അവിടെ ആരുമില്ല. സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, അവിടെ അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസസും കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യമാവും. സ്വാഭാവികമായിട്ട് അങ്ങനെ പാടില്ല. ഇപ്പോൾ 2 party കേസിൽ വരികയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? So but in 2 party system, the power exchanges between 2 parties, other parties can be present too എന്ന് പറഞ്ഞു നോക്കുന്നത്, but they are not provided majority share in legislation എന്ന് പറഞ്ഞു നോക്കുന്നത്. അവരെന്ത് ചെയ്യുന്നില്ല, അവർ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും. യെസ്, ചൈനയുടെ കേസിലൊക്കെ നമ്മൾ കാണും കേട്ടോ. എക്സാമ്പിൾ എന്താണ്? യുണൈറ്റഡ് കിങ്ഡം. അതായത് 2 partyക്ക് എക്സാമ്പിൾ ആണ് യുണൈറ്റഡ് കിങ്ഡം, 1 partyക്ക് എക്സാമ്പിൾ ആണ് ചൈന എന്ന് പറയുന്നത്. അതായത് ചൈനയിൽ എന്തുണ്ടാവുന്നില്ല, ഒരു പാർട്ടി. അല്ലെങ്കിൽ നോർത്ത് കൊറിയ, അവിടെ ആരാ, ഈ പറഞ്ഞിട്ടുള്ള കിങ് ജോങ് യൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചങ്ങായി മാത്രമേ ഭരിക്കുന്നുള്ളൂ. അത് 1 party കൊണ്ട് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അവിടെ അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസസും അവർ തന്നെയായിരിക്കും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നുള്ള കാര്യം നോക്കുക. പക്ഷേ 2 party കേസിൽ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇൻ മൾട്ടി പാർട്ടി സിസ്റ്റം മോർ ദാൻ 2 parties ആർ റീസണബിൾ. ഇന്ത്യ ഒരു എക്സാമ്പിൾ ആണ് അല്ലേ. ഒന്നും അതിലധികം ഒരേ പാർട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ആം ആദ്മി പാർട്ടി ഉണ്ട് അല്ലേ. ഒരുപാട് പാർട്ടീസ് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇന്ത്യയിൽ കാണാൻ പറ്റും. സോ ബട്ട് 2004 പാർലമെൻ്ററി ഇലക്ഷൻസ് ഇൻ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, ഈ പറഞ്ഞിട്ടുള്ള യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ആൻഡ് ദ ലെഫ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നതൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഭാഗത്തിന് കാണുന്നതാണ്. ഇന്ത്യയിലാണ് നമ്മൾ എന്ത് കാണുക, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണും. ഇന്ത്യയിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കാണുക. ഇനി നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരുപാട് പാർട്ടീസിനെ കാണുന്നതായിരിക്കും. സോ ബട്ട് ഇന്ത്യയുടെ കേസിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ BJP, ആം ആദ്മി പാർട്ടി, കോൺഗ്രസ്, ഈ പറഞ്ഞ DYFI, കുറേ സാധനങ്ങൾ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാട്ടോ. സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെമോക്രസീസ് ദാറ്റ് ഫോളോ എ ഫെഡറൽ സിസ്റ്റം ഓൾ ഓവർ ദ വേൾഡ് ടു ടെൻഡ് ടു ഹാവ് ദ 2 kinds ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ദാറ്റ് ആർ പ്രസന്റ് ഇൻ ഓൺലി 1 party ഫെഡറൽ യൂണിറ്റ്സ് ആൻഡ് പാർട്ടീസ് ദാറ്റ് ആർ പ്രസന്റ് ഇൻ സെവറൽ ഓർ ഓൾ യൂണിറ്റ്സ് ഓഫ് ദി ഈ പറഞ്ഞിട്ടുള്ള ഫെഡറേഷൻ്റെ ഭാഗമൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഇത് കൺട്രി സൈഡിലേക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള കാര്യം കൂടെ നോക്കുക നിങ്ങൾ. ഇനി സ്റ്റേറ്റ് പാർട്ടീസിൻ്റെ കേസിൽ വരികയാണെങ്കിൽ അതായത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സ്റ്റേറ്റ് പാർട്ടീസ് ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ് പോലെ സെൻട്രൽ പാർട്ടീസ് പോലെ എത്ര വലുതോ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക മൂലധനം അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ക്യാപിറ്റൽ അത്രത്തോളം വലുതോ ആയിരിക്കില്ല. അത് റീജിയണലായിട്ട് നമ്മുടെ സ്റ്റേറ്റുകളിൽ മാത്രം കാണുന്ന പാർട്ടികളായിരിക്കും സ്റ്റേറ്റ് പാർട്ടികൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള അതർ ദാൻ ദ 6 സ്റ്റേറ്റ് പാർട്ടീസ്, 6 സ്റ്റേറ്റ് പാർട്ടി ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് പാർട്ടീസ്, ദ റെസ്റ്റ് ഓഫ് ദ പാർട്ടീസ് സ്റ്റേറ്റ് പാർട്ടീസ്, സെൻട്രൽ പാർട്ടീസ്. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ് പാർട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ പാർട്ടീസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സാർ അത് മാറ്റിയിട്ട് സെൻട്രൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. സ്റ്റേറ്റ് പാർട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ പാർട്ടീസ്. നമ്മളിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും BJPനെയൊക്കെ സ്റ്റേറ്റ് പാർട്ടീസ് എന്ന് തന്നെയാണ് പറയുക. പക്ഷേ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ സ്റ്റേറ്റ് പാർട്ടീസിന് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റേറ്റുകളിൽ എന്നുള്ളതാക്കാം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഈ പറഞ്ഞ റീജിയണൽ പാർട്ടീസ് എന്നായിട്ട് നമുക്ക് സ്റ്റേറ്റ് പാർട്ടീസിനെ കാണിച്ചു. അപ്പം സംസ്ഥാനങ്ങളിലെ പാർട്ടീസിനെ നമ്മൾ എന്ത് പേര് കൊണ്ട് വിളിക്കുന്നുണ്ട്, റീജിയണൽ പാർട്ടീസ് എന്ന പേര് കൊണ്ട് വിളിക്കുന്നുണ്ട്. എന്ത് പേരിക്കുന്നുണ്ട്, റീജിയണൽ പാർട്ടീസ് എന്നും കൂടെ നമ്മൾ അതിനെ വിളിക്കുന്നുണ്ട്. ഓക്കെയാണോ, സെറ്റാണോ? ഓക്കെ. പാർട്ടീസ് ലൈക്ക് സമാജ്വാദി പാർട്ടി, സമതാ പാർട്ടി, രാഷ്ട്രീയ ജനതാദൾ ഹാവ് നാഷണൽ ലെവൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ വിത്ത് യൂണിറ്റ്സ് ഇൻ സെവറൽ സ്റ്റേറ്റ്സ്. ഓരോ സ്റ്റേറ്റ്സിലും ഇവരുടെ ഒരു എന്താ പറയുക പ്രസൻസ് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്.
ഓക്കെ റെഡി. അപ്പോൾ ആ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സം ഓഫ് ദീസ് പാർട്ടീസ് ലൈക്ക് സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആൻഡ് മീസോ നാഷണൽ ഫ്രണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആയിക്കോട്ടെ, മീസോ നാഷണൽ ഫ്രണ്ട് ആയിക്കോട്ടെ, കോൺഷ്യസ് അബൌട്ട് ദ സ്റ്റേറ്റ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ഐഡന്റിറ്റിയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, കോൺഷ്യസ് ആയിട്ടുള്ള സംഭവമാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സിൻസ് 1996 നിയർലി എവറി വൺ ഓഫ് ദി സ്റ്റേറ്റ് പാർട്ടീസ് ഹാസ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ബി എ പാർട്ട് ഓഫ് വൺ ഓർ അതർ നാഷണൽ ലെവൽ കോയിലേഷൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്നോ അതിലധികമോ കൂട്ടുത്തരവാദിത്തം അല്ലെങ്കിൽ കൂട്ടായ്മയിൽ നിന്നുണ്ടായിട്ടുള്ള പാർട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് പറഞ്ഞു നോക്കുന്നുണ്ട്. ചാലഞ്ചസ് ടു പൊളിറ്റിക്കൽ പാർട്ടി എന്നാണ് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്, ഈ പൊളിറ്റിക്കൽ പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം ലാക്ക് ഓഫ് ഇന്റേണൽ ഡെമോക്രസി, അതായത് പാർട്ടിക്ക് അകത്തൊരു ഡെമോക്രസി ഇല്ലാത്ത കണ്ടീഷനിലേക്ക് എന്ത് ചെയ്യും, പ്രശ്നങ്ങളെ കൊണ്ടെത്തിക്കും. സ്വാഭാവികമായിട്ടും ടു കോൺസെൻട്രേറ്റ് ഇൻ ഹാൻഡ്സ് ഓഫ് ദി ഫ്യൂ ലീഡേഴ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. വിത്തിൻ ദ പാർട്ടി ദർ ആർ ഫ്യൂ പാർട്ടീസ് ദാറ്റ് ക്യാൻ ഓർഗനൈസ്ഡ് മീറ്റിംഗ്സ് വിത്ത് ദി ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദി പാർട്ടി ആൻഡ് ഹെൻസ് ദ ഓർഡിനറി മെമ്പേഴ്സ് ഡോണ്ട് ഗെറ്റ് ആക്സസ് ടു. അതായത് പാർട്ടിക്ക് ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ സ്ട്രക്ചർ ആക്കും. അതായത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള താഴെ നിന്ന് മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആക്കുന്നതാണ് ഈ പാർട്ടീൻ്റെ അകത്തുള്ള ഒരു മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ റെഡി. അപ്പോൾ ഹാപ്പനിങ് വിത്തിൻ ദ പാർട്ടി എന്നുകൊണ്ട് നിങ്ങളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ സ്വാഭാവികമായിട്ട് ഇനി അറിയേണ്ടത്, since the parties aren't transparent with their procedures, it is impossible for ordinary members to rise of the top എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ആളുകൾക്ക് മേലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യമാവില്ല. Only members who are close to the leaders or members owning authorities have advantages of over others എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് മറ്റുള്ളവരുടെ മേലിൽ എപ്പോഴും അധികാരം ആർക്കുണ്ടാവുക, പാർട്ടിയിലുള്ള ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും എപ്പോഴും എന്ത് ഉണ്ടാവുക, അധികാരം ഉണ്ടാകുക എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ദർ ഹാസ് ഓൾസോ ബീൻ എൻ ഇൻക്രീസ് ഇൻ എ മിസ്യൂസ് ഓഫ് മണി ആൻഡ് മസിൽ പവർ വിച്ച് ഡൈവേർട്സ് ദ അറ്റൻഷൻ ടു ജസ്റ്റ് വിന്നിങ് ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഡെമോക്രസിയിലെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ. അറിയാം, മിഡിൽ ഈസ്റ്റിൽ എക്സാം ക്യാൻസൽ ആയെന്ന് സാറിന് അറിയാം കേട്ടോ. സാർ അത് ഓൾറെഡി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ദർ ഓൾസോ ബീൻ ഇൻക്രീസ് ഇൻ ദ മിസ്യൂസ് ഓഫ് മണി ആൻഡ് മസിൽ പവർ വിച്ച് ഡൈവേർട്സ് ദ അറ്റൻഷൻ ഓഫ് ജസ്റ്റ് വിന്നിങ് ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രസി. അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഡെമോക്രസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ റെഡി. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഇനി നമ്മൾ നോക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള എങ്ങനെയാണ് ഹൗ ക്യാൻ പാർട്ടീസ് ബി റിഫോംഡ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എങ്ങനെയാണ് പാർട്ടി എന്ത് ചെയ്യുന്നത്, റിഫോം ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക മക്കളെ, ഈ പറഞ്ഞിട്ടുള്ള in recent amendment an elected MLA or MP cannot change party or else they would or lose their seat in the legislature. അതായത് ഈ പറഞ്ഞ റീസെൻറ്റ് അമെൻമെൻറ്റിൽ ഇലക്റ്റഡ് ആയിട്ടുള്ള MLAസിനോ MPക്കോ ഈ പറഞ്ഞ പാർട്ടി ചേഞ്ച് ചെയ്യാൻ പെട്ടെന്ന് പറ്റില്ല. അങ്ങനെ ഒരു അമെൻമെൻറ്റും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ദ സുപ്രീം കോർട്ട് ഹാസ് റിഡ്യൂസ് ദ യൂസ് ഓഫ് മണി ആൻഡ് ക്രിമിനൽസ് ഇൻ ദ ഇലക്ഷൻ ബൈ മേക്കിംഗ് ഇറ്റ് കമ്പൽസറി ഫോർ എവറി കാൻഡിഡേറ്റ് ടു ഫയൽ ആൻ affidavit providing details of his property and criminal cases pending against him. അതായത് അവരുടെ ക്രിമിനൽ കേസ് കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ പറഞ്ഞില്ല ഓരോ ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവുക എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധിക്കും കേട്ടോ. ഓക്കെ അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക എങ്ങനെയായിരിക്കും പാർട്ടി റിഫോം ചെയ്യുന്നുണ്ടാവുക. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ പാർട്ടിയുടെ ഭാഗമല്ലാതാക്കി മാറ്റുക. അതേപോലെ തന്നെ പാർട്ടി എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് എന്ത് ചെയ്യുക, ചേഞ്ച് ആക്കാൻ പറ്റാത്ത, അതായത് പാർട്ടി ചേഞ്ച് ആക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് എത്തിക്കുക MPസിനും MLAസിനും. Okay, അപ്പോൾ it is compulsory for parties to hold organization elections and file their income tax returns എന്ന് പറഞ്ഞു. ഇൻകം ടാക്സ് റിട്ടേൺസിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള പാർട്ടീസ് ഹോൾഡ് ചെയ്ത് വെക്കുക, അത് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. സാർ ഇന്ത്യ ക്വാളിഫൈഡ് ഫോർ ഫൈനൽ, കളി കഴിഞ്ഞിട്ടില്ലല്ലോ ഇനി, അപ്പോഴത്തേക്ക് പറയാം. കളി കഴിഞ്ഞിട്ടില്ല കേട്ടോ, കളി കഴിയാൻ സമയമായിട്ടില്ലല്ലോ. 9:24 ആയിട്ടേ ഉള്ളൂ അല്ലേ, 9:24 ആയിട്ടേ ഉള്ളൂ. കളി ചെയ്യാൻ 10 മണിയാവും, എന്നിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ It should be made mandatory for political parties to provide tickets to a minimum reservation of oppressed classes. അതായത് ഈ പറഞ്ഞ മിനിമം റിസർവേഷൻ കൊടുത്തിട്ട് ഒപ്രസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കും ഇതിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക കേട്ടോ. സോ ആയിട്ടും the election should be state funded and the support could be provided in form of petrol, cash, paper എന്ന് പറഞ്ഞാൽ ഓരോ പെട്രോൾ ആയിക്കോട്ടെ, ക്യാഷ് ആയിക്കോട്ടെ, പേപ്പർ ആയിക്കോട്ടെ, ഇത്തരം സാധനങ്ങളിലൂടെ ഇലക്ഷൻസും കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ടുള്ള രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പാർട്ടീസ് ഫോം ചെയ്യുക എന്നുള്ള കാര്യം നോക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി ഉണ്ട്. ഇതാണ് ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്റർ കൊണ്ട് കഴിഞ്ഞ് നമ്മുടെ ഏകദേശം 5ഓളം ചാപ്റ്റേഴ്സ് നമ്മൾ ഫിനിഷ് ആവുന്നു കേട്ടോ. ഓക്കെ റെഡി. നമ്മളിപ്പോൾ ഏതൊക്കെ തീർത്തിട്ടുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള പവർ ഷെയറിംഗ് തീർത്തു, ഫെഡറലിസം തീർത്തു, ജനറൽ റിലീജിയൻ തീർത്തു, പൊളിറ്റിക്കൽ പാർട്ടീസ് തീർത്തു, ലാസ്റ്റ് ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി. ഓക്കെ ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നമുക്ക് നോക്കാം.
ഓക്കെ, അതായത് ഡെമോക്രസിയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്താണ് എന്നുള്ളതാണ് നമ്മളോട് പരിശോധിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഡെമോക്രസി ഈസ് നോട്ട് ജഡ്ജ് ബൈ ഓൺലി ബൈ ഇലക്ഷൻസിലൂടെ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെമോക്രസി എന്താ നമ്മൾ ജഡ്ജ് ചെയ്യുക. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വാലിറ്റി അമംഗ് സിറ്റിസൺസ്, ആളുകൾക്കിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻഹാൻസസ് ദ ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ, ഒരാളുടെ അന്തസ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ്, ബി അക്കൗണ്ടബിൾ, ഡെലിവർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഈ പറഞ്ഞിട്ടുള്ള ഒരു വികസനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ആളുകളെ പ്രാപ്തരാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി നമ്മൾ നോക്കുന്നത് പ്രൊവൈഡ്സ് എ മെത്തേഡ് ടു റിസോൾവ് കോൺഫ്ലിക്ട്സ്, വർക്ക് എഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. ഒരാളുടെ വർക്ക് എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അലോസ് റൂം ടു കറക്റ്റ് മിസ്റ്റേക്സ്, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ, തിരുത്താനുള്ള ഒരു അവസരം തരുന്നുണ്ട് ജുഡീഷ്യറി മുഖാന്തരം. ഓക്കെ, തെറ്റെല്ലാവർക്കും വരാനുള്ള ചാൻസ് ഉണ്ട്, അത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ തിരുത്താനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ട് എന്നുള്ള പറഞ്ഞു വെക്കുന്നത്. സോ ഇവിടെ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി, എങ്ങനെയായിരിക്കണം ഒരു ജനാധിപത്യ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ, അക്കൗണ്ടബിൾ ആയിരിക്കണം. ആരോട് അക്കൗണ്ടബിൾ ആയിരിക്കണം, നമ്മുടെ ജനങ്ങളോട് അക്കൗണ്ടബിൾ ആയിരിക്കണം. റെസ്പോൺസീവ് ആയിരിക്കണം. ആരോട് റെസ്പോൺസീവ് ആയിരിക്കണം, ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളോട്, ഇപ്പം ജനങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളോട് റെസ്പോൺസീവ് ആയിരിക്കണം. ലെജിറ്റിമേറ്റ് ആയിരിക്കണം, അല്ലേ, കൃത്യമായുള്ള രീതിയിൽ എന്ത് ചെയ്യണം, നീതിയുക്തമായിരിക്കണം എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അക്കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ സിറ്റിസൺസ് ഹാവ് ദ റൈറ്റ് ടു ചൂസ് ദ കൺട്രോൾ റൂളേഴ്സ്. നമ്മൾ ഇപ്പോൾ ഇലക്ഷനിലൂടെയാണ് അല്ലേ, ആ ഇലക്ഷനിലൂടെ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇലക്ഷൻസ് അലോ പീപ്പിൾ ടു റിമൂവ് ഇൻഎഫിഷ്യൻറ്റ് റൂളേഴ്സ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള 5 കൊല്ലം നമ്മൾ ഒരാൾ ഭരിച്ചു, 5 കൊല്ലം ഭരിച്ച് നമുക്ക് ഇഷ്ടമായില്ല അല്ലേ, 5 കൊല്ലം നമുക്ക് ഭരിച്ച് നമുക്ക് അവരുടെ ഭരണം നമുക്ക് ഇഷ്ടമായില്ല, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അവരുടെ ഭരണം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആരോട് അക്കൗണ്ടബിൾ ആയിരിക്കേണ്ടത്, ജനങ്ങളോടായിരിക്കണം അക്കൗണ്ടബിൾ. ഇനി റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ലിസൺസ് ടു ദ പബ്ലിക് നീഡ്സ്, ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അതിന് പറഞ്ഞിട്ടുള്ള എന്ത് ചെയ്യണം, ഗവൺമെൻറ് കൂടുതലായിട്ട് നോക്കി നടത്തണം. പോളിസീസ് റിഫ്ലക്ട് പീപ്പിൾസ് ഡിമാൻഡ്സ്, ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ് വർക്ക് ചെയ്യേണ്ടത്. അതൊക്കെയാണ് റെസ്പോൺസീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പീപ്പിൾ അക്സെപ്റ്റ് ഡെമോക്രസി ആസ് ദ ബെസ്റ്റ് ഫോം ഓഫ് റൂൾ. ഡെമോക്രസിയാണ് എന്തെന്ന് പറയുന്നത്, ഏറ്റവും ബെസ്റ്റ് ഫോം. അവിടെ ഓട്ടോക്രസി അല്ല, ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ മറ്റ് മിലിറ്ററി ഭരണമല്ല, ഒന്നുമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് വരണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ലെജിറ്റിമേറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ബെസ്റ്റ് ഫോം ഓഫ് റൂൾ ആണെന്നുള്ള കാര്യം നോക്കുക. സിറ്റിസൺസ് ട്രസ്റ്റ് ഡെമോക്രാറ്റിക് സിസ്റ്റംസ് മോർ ദാൻ ഡിക്റ്റേറ്റർഷിപ്പ്, അതായത് ഈ പറഞ്ഞിട്ടുള്ള സ്വേച്ഛാധിപത്യ ഭരണത്തിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം, ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇറ്റ് മേ ബി സ്ലോ ഓർ കറപ്റ്റ് എന്ന് പറഞ്ഞു വെക്കേണ്ടത്, അത് പതുക്കെ ആയിരിക്കാം, എന്നാൽ ഈ പറഞ്ഞുള്ള അഴിമതിയോട് കൂടിയിട്ട് തന്നെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. ബട്ട് ഇറ്റ് ഇസ് എ ലെജിറ്റിമേറ്റ് ഗവൺമെൻറ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ, ജനങ്ങൾ ഇലക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലേക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, റെഡി. സ്വാഭാവികമായിട്ട് ഇനി അറിയേണ്ടത് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്, ഇനി എക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെൻറ്റും എങ്ങനെയാണ് ഡെമോക്രസിയുടെ ഭാഗമാവുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഡെമോക്രസി ഡസ് നോട്ട് ഓൾവേസ് അല്ലോ ഗ്യാരണ്ടി ഫാസ്റ്റ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഫാസ്റ്റ് എക്കണോമിക് ഗ്രോത്തിന് എന്ത് ചെയ്യുന്നില്ല, അത് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഡെമോക്രസി എപ്പോഴും പതുക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരുന്നുണ്ടാവുക. സം നോൺ ഡെമോക്രാറ്റിക് കൺട്രീസ് ഗ്രൂ ഫാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട്, ചില ഡെമോക്രാറ്റിക് കൺട്രി എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് വളരും, പക്ഷേ ചിലത് അങ്ങനെ ആവില്ല എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ദ ഡാറ്റ 90-50-2000 ഷോസ് ഡിക്റ്റേറ്റർഷിപ്പ് ഷോ സ്ലൈറ്റ്ലി ഹയർ റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് ചില ഡിക്റ്റേറ്റർഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, വളരുന്നതായിട്ട് കാണാൻ പറ്റും. എന്ന് കരുതി നല്ലതാവണമെന്നുണ്ടോ, ഇല്ല. ബട്ട് ഡെമോക്രസി എൻഷോസ് സ്റ്റേബിൾ, പതുക്കെ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വളർച്ചയായിരിക്കും എന്ത് കാണാം, എപ്പോഴും ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് കാണുന്നുണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, റെഡി, സെറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നോക്കുന്നത് ഈ പറഞ്ഞ ഡെമോക്രസി ഈസ് ബെറ്റർ അറ്റ് റെഡ്യൂസിങ് ഇനീക്വാലിറ്റി ആൻഡ് ഗിവിങ് ലോങ് ടൈം ബെനിഫിറ്റ് എന്ന് പറഞ്ഞു നോക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള ഡെമോക്രസി എന്ന് പറയുന്നത് ലോങ് ടൈം ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ആണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വരിക, ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പോപ്പുലേഷൻ, ഗ്ലോബൽ സിറ്റുവേഷൻ ആൻഡ് കോപ്പറേഷൻ, നോട്ട് ജസ്റ്റ് ദ ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞു നോക്കേണ്ടത്. ഈ പറഞ്ഞിട്ടുള്ള ഒരു ഫോം ഓഫ് ഗവൺമെൻറ് ഉപരി നമ്മൾ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ആവുക, ഹെൽത്ത് സെക്ടർ ഡെവലപ്പ് ആവുക, ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡെമോക്രസി ഈസിൻ്റെ ഗ്യാരണ്ടി ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞു നോക്കുന്നത്. ഈ പറഞ്ഞ വെൽത്തിൻ്റെ ഒരു ഗ്യാരണ്ടി ആയിരിക്കില്ല ഈ പറഞ്ഞ ഡെമോക്രസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെമോക്രസി ഈസ് ബെറ്റർ അറ്റ് റെഡ്യൂസിങ് ഇനീക്വാലിറ്റി ആൻഡ് ഗിവിങ് ലോങ് ടൈം ബെനിഫിറ്റ് എന്ന് പറഞ്ഞു. ലോങ് ടൈം ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായി വരുന്നുണ്ട് എന്ത്, ഡെമോക്രസി എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോക്കുക. റിഡക്ഷൻ ആൻഡ് ഇനീക്വാലിറ്റി ഓഫ് പോവർട്ടി, എങ്ങനെയാണ് നമ്മൾ പോവർട്ടിയും ഈ പറഞ്ഞിട്ടുള്ള ഇനീക്വാലിറ്റി നമ്മൾ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരിക versus economic equality. Democracies provide equal voting rights but often fail reduce the gap between the ultra rich and the poor. Election provide ചെയ്യുന്നുണ്ട് അല്ലേ, election പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഇലക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കൂടെ എന്ത് ഉദ്ദേശിക്കുന്നത്, എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശം. പക്ഷേ ഈ ഇലക്ഷൻ കൂടെ എന്ത് ഇല്ലാണ്ടാവുന്നില്ല,
ഈ പറഞ്ഞ അൾട്രാ റിച്ച് പുവർ ആയിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് ഒരിക്കലും ഇല്ലാണ്ടാവുന്നില്ല. അപ്പോൾ ഡെമോക്രസീസ് എന്ന് പറയുന്നത് ഒരു എല്ലാവർക്കും ഈക്വൽ പ്രൊവൈഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഈ പറഞ്ഞ റിച്ച് ആൻഡ് പുവർ ഡിസ്റ്റൻസ് എപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഡെമോക്രസീസ് have not fully eliminated economic inequality. Rich remain rich, poor remain poor in many places. ഈ പറഞ്ഞ റിച്ച് എന്ന് പറയുന്നത് റിച്ച് ആയിട്ട് സ്ഥലത്തുള്ള ആളുകൾ എന്നും റിച്ച് ആയിട്ട് നിൽക്കുന്നുണ്ട്, പൂവർ ആയിട്ടുള്ള ആളുകൾ പൂവർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ പറഞ്ഞില്ല പാവപ്പെട്ട ആളുകൾ പാവപ്പെട്ട ആളുകളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അല്ലേ. നിങ്ങൾ റിച്ച് ഡാഡ് ബിക്കെയിം റിച്ച് ബിക്കെയിം റിച്ച് ആൻഡ് പുവർ ബിക്കെയിം പുവർ എന്നൊരു ബുക്കുണ്ട്. റിച്ച് ഡാഡ് ബിക്കെയിം റിച്ച് ആൻഡ് പുവർ ഡാഡ് ബിക്കെയിം പുവർ എന്ന് പറഞ്ഞൊരു ബുക്കാണത്. ഓക്കെ, ആ ബുക്കിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് ഇന്ത്യയുടെ കേസല്ല, നിങ്ങളത് ബുക്ക് വായിക്കും മനസ്സിലാവും. എനിവേ, ഈ പറഞ്ഞിട്ടുള്ള ഡെമോക്രസി ഗീവ്സ് ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈക്വൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ റൈറ്റ്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പീപ്പിൾ ക്യാൻ ഡിമാൻഡ് വെൽഫെയർ പോളിസീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ക്ഷേമപരമായിട്ടുള്ള പോളിസീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ജോബ്സ്, എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ഇനീക്വാലിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സോ ഡെമോക്രസി ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റി ഈവൻ ഇഫ് ഇനിക്വാലിറ്റി സ്റ്റിൽ എക്സിസ്റ്റ് എന്ന് പറഞ്ഞു. ഈ പറഞ്ഞിട്ടുള്ള ഇനിക്വാലിറ്റി സ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡെമോക്രസി ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നോക്കുക. അക്കോമഡേഷൻ ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്താ പറയുന്നത്, ഈ പറഞ്ഞ സോഷ്യൽ ഡൈവേഴ്സിറ്റി അക്കോമഡേഷൻ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദിസ് ഇസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് സ്ട്രെങ്ത് ഓഫ് ഡെമോക്രസി. അതായത് ഒരുപാട് വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡെമോക്രസീസ് ഹാൻഡിൽ ഡിഫറൻസസ് റിലീജിയൻ, ലാംഗ്വേജസ്, കാസ്റ്റ്, കൾച്ചർ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്താ പറഞ്ഞു നോക്കുന്നുണ്ട്, മതപരമായിട്ടുള്ളതും ഭാഷാപരമായിട്ടുള്ളതും ജാതിപരമായിട്ടുള്ളതും സംസ്കാരപരമായിട്ടുള്ള ഒക്കെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. Democracy is not just a rule by majority. The majority must work with the minority for its fulfillment എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു നോക്കുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ഒരു ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ടാണ് റൂൾ ഓഫ് മെജോറിറ്റി എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു മെജോറിറ്റി വർക്ക് ചെയ്യുന്ന പരിപാടിയല്ല, ജനങ്ങളായിട്ട് തിരഞ്ഞെടുക്കുന്ന പരിപാടിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. റൂൾ ബൈ മെജോറിറ്റി, മെജോറിറ്റി ആരാ, ജനങ്ങളാണ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. മസ്റ്റ് നോട്ട് ബിക്കം റൂൾ ബൈ മെജോറിറ്റി ഓഫ് കമ്മ്യൂണിറ്റി. ഒരു ചെറിയ കമ്മ്യൂണിറ്റി ആയിരിക്കരുത് ഭരിക്കുന്നത്, അതെപ്പോഴും എന്തായിരിക്കണം, ജനങ്ങൾ തന്നെയായിരിക്കണം ഭരിക്കുന്നത്. മെജോറിറ്റി റൂൾസ് വർക്ക് വിത്ത് റെസ്പെക്ട് ഓഫ് മൈനോറിറ്റി റൈറ്റ്സ്. ഈ പറഞ്ഞ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം ഭരണം നടക്കേണ്ടത്. കോൺഫ്ലിക്ട്സ് ആർ സോൾവ് ത്രൂ ഡിസ്കഷൻ നോട്ട് വയലൻസ്. ഈ പറഞ്ഞ ഡിസ്കഷനിലൂടെ ആയിരിക്കണം, വയലൻസിലൂടെ ആയിരിക്കരുത് പ്രശ്നങ്ങൾ പരിഹാരം നടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കുക. പവർ ഷെയറിങ്ങും ഫെഡറലിസവും നമ്മൾ കണ്ടിട്ടുള്ള ഓരോ ചാപ്റ്റർ ഉണ്ടല്ലേ, അതൊക്കെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, നമ്മുടെ നാട്ടിലുള്ള ഡൈവേഴ്സിറ്റി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഡെമോക്രസി ക്യാൻ ഹാൻഡിൽ സോഷ്യൽ ഡിഫറൻസസ് ആൻഡ് പ്രിവെൻറ്റ്സ് ദം ഫ്രം ബിക്കേമിങ് വയലൻ്റ് എന്ന് പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിട്ടുള്ള ഡൈവേഴ്സിറ്റീസിനെ, ഈ പറഞ്ഞിട്ടുള്ള വ്യത്യാസങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ബെൽജിയത്തിൻ്റെ കേസിൽ കണ്ടത് അല്ലേ. ഇനി ഈ പറഞ്ഞ ഡിഗ്നിറ്റി ആൻഡ് ഫ്രീഡം ഓഫ് സിറ്റിസൺ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഡെമോക്രസി ഗ്രീവ്സ് ഫ്രീഡം ഓഫ് സ്പീച്ച്, ഇക്വാലിറ്റി ബിഫോർ ലോ, റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ പൊളിറ്റിക്സ്. അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വന്തമായി സംസാരിക്കാനുള്ള അവകാശം, ഇക്വാലിറ്റി ബിഫോർ, നിയമത്തിന് മുന്നിൽ എല്ലാവരും ഈക്വൽ ആയിരിക്കുക, തുല്യരായിരിക്കുക, റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ പൊളിറ്റിക്സ്, അത് രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും തുല്യരാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ. ഡെമോക്രസി ഇംപ്രൂവ് സിറ്റിസൺസ് ഡിഗ്നിറ്റി ആൻഡ് എസ്പെഷ്യലി വിമൺ, സ്ത്രീകളുടെ ഡിഗ്നിറ്റി ഉയർത്തുക. ഈ പറഞ്ഞ വീക്കർ സെക്ഷൻ, അതായത് സമൂഹത്തിൽ താഴ്ന്ന നിലയിലുള്ള ആളുകളെ എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് മുന്നോട്ട് കൊണ്ടുവരിക. ദിസ് കൺസിഡർ ആസ് എ മേജർ അച്ചീവ്മെൻറ്റ് ഓഫ് ഡെമോക്രസി. ഡെമോക്രസിയുടെ മേജർ അച്ചീവ്മെൻ്റ് ആയിട്ട് നമ്മളതാണ് പറയുന്നത് എന്നുള്ള കാര്യം നോക്കുക. ഡെമോക്രസി ഈസ് നോട്ട് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇറ്റ് മേ ബി സ്ലോ ആൻഡ് സംടൈംസ് ഇൻസഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള പെർഫെക്റ്റ് അല്ലെങ്കിലും അത് പതുക്കെ എന്താണ്, ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും എന്നുള്ള പറഞ്ഞു വെക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ദാൻ എനി അതർ ഫോം ഓഫ് ഗവൺമെൻറ് ബിക്കോസ്, അതായത് ഈ പറഞ്ഞിട്ടുള്ള പ്രൊട്ടക്ട് റൈറ്റ്സ്, പ്രൊമോട്ട്സ് ഇക്വാലിറ്റി, ഹാൻഡിൽ ഡൈവേഴ്സിറ്റി, ഗിവ്സ് ഡിഗ്നിറ്റി ആൻഡ് ഫ്രീഡം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഡെമോക്രസി എന്ന് പറയുന്ന സാധനം തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ബെറ്റർ ആവുക മറ്റുള്ള എന്ത് വ്യവസ്ഥിതിനെ കാട്ടിയും എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോളൂ. സോ ദിസ് ഈസ് ദി എൻഡ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. ദിസ് ഈസ് ദി എൻഡ് ഓഫ് സിവിക്സ്. മക്കളെ, നമ്മൾ ഏകദേശം 5 ചാപ്റ്ററുകളോളം കണ്ടിട്ടുണ്ട്. അപ്പോൾ 5 ചാപ്റ്റർ നിങ്ങൾ എന്താണ് ബേസിക്കലി പഠിക്കേണ്ടതെന്നുള്ള കാര്യം സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ദിസ് ഇസ് ദി ഫൈനൽ ക്ലാസ്, ഫൈനൽ സെഷൻ ഓഫ് SST ആൻഡ് യു ഗൈസ് ആർ അമേസിങ്. നിങ്ങൾ ഇത്രയും നേരം ഇരുന്നു, ഇത്രയും നേരം ഹരിസാറിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തു, ഹരിസാറിൻ്റെ ക്ലാസ് കേട്ടു. സോ ഇനി എന്താ വേണ്ടത്, ദ ഫൈനൽ, ദ ലാസ്റ്റ് ഡാൻസ് അല്ലേ. എന്താ ദ ലാസ്റ്റ് ഡാൻസ്? ഷുവർ ക്വസ്റ്റ്യൻസ് നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹരിസാറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മേ ബി മക്കളെ 7:30 to ഇന്നിപ്പോൾ നമ്മൾ സെഷൻ തീർക്കുന്ന പോലെ 9:30 പോലെ തീരുന്ന പോലെ അല്ല. എനിക്കറിയില്ല, ഒരു 10 മണി വരെയൊക്കെ 10-10:30 വരെയൊക്കെ പോവായിരിക്കാം നാളെ, ഐ ഡോണ്ട് നോ. പക്ഷേ വി ഗോണ ഡു ദിസ്. ഓക്കെ,
അല്ലേ? നിങ്ങൾ ഉണ്ടാവില്ലേ കൂടെ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈവിൻ്റെ താഴെ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ യെസ് എന്നുള്ള മാത്രം കമൻറ്റ് ബോക്സിൽ യെസ് എന്നുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എത്രത്തോളം കമൻറ്റ് ബോക്സിൽ ഈ ലൈവിൻ്റെ എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ദിസ് ഈസ് ദി ലാസ്റ്റ് ഡാൻസ് ഓഫ് SST. താങ്ക് യു സോ മച്ച് മക്കളെ. ഐ ലവ് യു ഗൈസ്. യു ആർ ദ ബെസ്റ്റ് പീപ്പിൾ. നിങ്ങൾ നന്നായിട്ട് ലാസ്റ്റ് എക്സാം ആണ്. ഓക്കെ, തൂഫാനാക്കാം. ഓക്കെ, ലാസ്റ്റ് എക്സാം ആണ്. എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്, എല്ലാം നല്ല കിഡിലോസ്കിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മുടെ മുന്നിലുള്ളത് ഈ SST. സാധാരണ നോർമലി SST എപ്പോഴും തുടക്കത്തിലാണ് വരാറുള്ളത്, ബട്ട് ലാസ്റ്റിലേക്കാണ് നമ്മുടെ വന്നിട്ടുള്ളത്. എല്ലാവരും എന്ത് ചെയ്യുക മക്കളെ, നിങ്ങളുടെ SST എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഹരിസാറിനോട് നാളെ വന്നിട്ട് എൻ്റെ മക്കളെല്ലാവരും പറയണം. ദിസ് ഈസ് ഹരിസാർസ് ഇൻസ്റ്റാഗ്രാം ID. യു ക്യാൻ കണക്ട് മീ ഓവർ ദ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റ IDയിൽ ഒരു മെസ്സേജ് ഇടാം എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നുള്ളത്. ഒന്ന് ഫോളോ ഒക്കെ ചെയ്ത് വെച്ചോളൂ. മുന്നോട്ട് നിങ്ങൾക്ക് റിസൾട്ടും കാര്യങ്ങളും എപ്പോഴാണ് വരുന്നത്, ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള ഭാവിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാവണം, അല്ലെങ്കിൽ ഒരു ഏട്ടനെ പോലെ ഒരു ഗൈഡിനെ പോലെ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഹരിസാറിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കൾ സബ് ചെയ്ത് വെക്കേണ്ട ഒരു സാധനമുണ്ട്. ഹരി ദമാഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട്. ഹരിസാറിൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു 15K എങ്കിലും ആക്കുക എന്നുള്ളത്. 15K ആക്കാൻ നിങ്ങളെ സഹായിച്ചാൽ, നിങ്ങളെ കൊണ്ടൊക്കെ പറ്റിയാൽ, നിങ്ങളൊക്കെ സബ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. ചെയ്യാത്തവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ മക്കളെ. ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. അടുത്ത കൊല്ലം ഇന്നത്തെ ഇതോടുകൂടി നമ്മളെ CBSE ലൈഫ് തീർന്നിട്ടുണ്ട്. CBSE ലൈഫ് തീർന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ അടുത്ത കൊല്ലം +1 കയറാൻ പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ അഗ്നി ബാച്ചിലേക്ക് ഇപ്പോൾ ഈ പ്രൈസ് റിഡക്ഷന് 20-ാം തീയതിക്കുള്ളിൽ തന്നെ ജോയിൻ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുക. 75909021 ട്യൂറ്ററിലേക്ക് വിളിക്കുക. ലൈവ് ക്ലാസ്സുമായിട്ടും ഇപ്പോഴത്തെ PDF ക്ലാസ്സും റെക്കോർഡ് വർക്ക്ഷീറ്റും ഒക്കെ ആയിട്ട് നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സും വർക്ക്ഷീറ്റൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പം മറക്കണ്ട, ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗൈഡുകളും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. 1600 1700 രൂപ വില വരുന്ന ഗൈഡുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ പ്ലീസ് ജോയിൻ റൈറ്റ് നൗ. ഇപ്പോഴത്തെ പോലെ 10ാം ക്ലാസ്സിൽ ഉഴപ്പിയ പോലെ +1 ഉഴപ്പാതിരിക്കുക. നിങ്ങൾ വേറെ വേൾഡിലേക്ക് കയറി ചെല്ലുന്നത്, ആ വേൾഡിൽ നിങ്ങളെ കൂടെ തന്നെ ഞങ്ങൾ ഉണ്ടാവും. ഇവിടെയല്ല യെസ് സാർ ലൈവ് എൻഡ് ചെയ്യുമ്പോൾ എൻഡ് ചെയ്തതിന് താഴെ ഓപ്പൺ ആവുന്ന കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം യെസ് എന്നിട്ടൊരു ഫയർ ഇമോജിയും കൂടി ഇട്ടോ കേട്ടോ. ഓക്കെ, ഒരു ഫയർ ഇമോജിയും കൂടി ഇട്ടോളൂ. നമ്മൾ എന്ത് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് അധികം സമയം സാറ് കളയുന്നില്ല. ഇന്ന് പാട്ട് വേണോ മക്കളെ? സാർ മാപ്പിൻ്റെ ഓൾറെഡി സാർ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, നോക്കിയാൽ മതി കേട്ടോ. വീഡിയോ നോക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ പാട്ട് എന്താ ഇപ്പം ഞാൻ പാടിത്തരിക? നിലാമലരെ പ്രഭാകിരണം വരാറായി, നിലാമലരെ പ്രഭാകിരണം വരാറായി. ഓക്കെ മക്കളെ, പഠിക്കുക, ഉഷാറാക്കുക. നമുക്ക് ഇനിയും കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്, ലവ് യു സോ മച്ച് മക്കളെ. നാളെ മറക്കണ്ട കേട്ടോ, ഷുവർ ക്വസ്റ്റ്യനാണ്. ഇപ്പം എല്ലാവരെയും വിളിച്ചിട്ട് വരിക, ഉഷാറാക്കുക. നാളെ ഹരിസാർ തന്നെയായിരിക്കും കേട്ടോ ഫുൾ ഉണ്ടാവുക. മുന്തിരി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഹരിസാർ തന്നെയായിരിക്കും നിങ്ങളെ വൈൻഡപ്പ് ചെയ്തിട്ട് വിടുന്നുണ്ടാവുക. ഓക്കെ, ബൈ, താങ്ക് യു സോ മച്ച്, ഗുഡ് നൈറ്റ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഈ നോട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. പഠിക്കുക കേട്ടോ. ബൈ, ലവ് യു.